ആദ്യമായി ഈ പുസ്തകവും അതുപോലെ തന്നെ ഈ വിഷയവും സംബന്ധിച്ച ഒരു പ്രഭാഷണം നടത്താനായി എന്നെ ക്ഷണിച്ച നഴ്സസ് വാരാഘോഷ കമ്മിറ്റി, ആരോഗ്യവകുപ്പിൻ്റെ മറ്റ് മേധാവികൾ, അതുപോലെ തന്നെ ഈ ആഘോഷങ്ങളിലെ ഓർഗനൈസേഴ്സ്, എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേരുണ്ട് തെക്കരായിട്ടുള്ളവർ? തെക്ക് നിന്ന് വരുന്ന എത്ര പേരുണ്ട്? കൈവയ്ക്കാൻ മതി. കുറവാണ്. പാലക്കാട്ടുകാർ എത്ര പേരുണ്ട്? ഓക്കെ, റൈറ്റ്, ശരി ശരി. പിന്നെ നമ്മളെല്ലാം സംസാരിക്കുന്നത് മലയാളമാണെങ്കിലും ജില്ലകൾ മാറുന്നതനുസരിച്ച് ചില വാക്കുകളുടെ കാര്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. അക്ഷരങ്ങളുടെ കാര്യത്തിലും ഉച്ചാരണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആക്ച്വലി ഇതാണ് ബുക്ക്, ടെൽ ടെയിൽ ബ്രെയിൻ. ടെൽ ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുന്ന, അല്ലെങ്കിൽ ടെൽ ടെയിൽ ഫേസ് എന്ന് ബൈബിളിലൊരു വാക്കുണ്ട്. മുഖം കാണുമ്പോഴേ അറിയാം നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, എന്താണ് എന്നുള്ളത്, കഥ പറയുന്നത് പോലെ എന്നത്. ഇവിടെ മസ്തിഷ്കം അതിൻ്റെ കഥ പറയുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ദ ടെൽ ടെയിൽ ബ്രെയിൻ. ഇത് 2010 ഇറങ്ങിയൊരു ബുക്കാണ്. ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. DC ബുക്സാണ് ചെയ്തത്. കഴിഞ്ഞ മാസമായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. ഇതാണ് എൻ്റെ ബുക്ക്. ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ ഇത്രയേ ഉള്ളൂ. പാലക്കാട് വെച്ച് തന്നെയായിരുന്നു. രാജേഷ് MP ആയിരുന്നു എൻ്റെ ഉദ്ഘാടനം. വിളയന്നൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകപ്രശസ്തനായിട്ടുള്ള നാഡീശാസ്ത്രജ്ഞനാണ്. പലരും സൂചിപ്പിച്ചു. അദ്ദേഹം ഒരുപക്ഷെ നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ വംശജനായിട്ടുള്ള അമേരിക്കൻ പൗരനായിട്ടുള്ള നാഡീശാസ്ത്രജ്ഞനാണ്. ഈസ് എ ന്യൂറോളജിസ്റ്റ് ബേസിക്കലി, ഓൾസോ എ സൈക്കോളജിസ്റ്റ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ്. അവിടെ അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം 1998 ഇറങ്ങിയിട്ടുള്ള ഫാൻഡംസ് ഇൻ ദ ബ്രെയിൻ, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അതിനുശേഷം എമേർജിങ് മൈൻഡ് 2003, അതും DC ബുക്സ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു സെമിനൽ വർക്ക് എന്നുള്ള നിലയിലാണ് ടെൽ ടെയിൽ ബ്രെയിൻ. 2010 ഇറങ്ങിയതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനെന്ന് ചോദിച്ചാൽ ഒരു കാരണം ഞാൻ ഇത് ഏറ്റെടുത്തിട്ട് തന്നെ വേറെ പല പുസ്തകങ്ങളും എഴുതാനായി പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈഫിനും ഇതേ ഫീൽഡിൽ ഒരുപാട് താല്പര്യമുള്ള സ്ത്രീയാണ്, അമേരിക്കൻ ആണ്. ഇദ്ദേഹം നമ്മുടെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാരുടെ പൗത്രനായിട്ട് വരും. തമിഴ്നാട്ടുകാരനാണ്. വിളയന്നൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു പട്ടണമാണ്, ഒരു ഗ്രാമമാണ്. നമ്മളുടെ നല്ല മസ്തിഷ്കങ്ങളെല്ലാം പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഡോക്ടർ വിളയന്നൂർ S. രാമചന്ദ്രൻ. അദ്ദേഹം ഈ അടുത്തിടെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു മീറ്റിങ്ങിൽ വന്നപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രം. അവിടെ നിങ്ങൾ ഇതിന് മുന്നേ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ വിളയന്നൂർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വിളയന്നൂരിനല്ല നിങ്ങളിപ്പോൾ കാണുന്ന. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ചെറിയൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കൈയൊക്കെ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരാം, ആർക്കും വരാം. ലോകപ്രസിദ്ധനായിട്ടുള്ള പരിണാമശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഡോക്കിൻസ് വിളയന്നൂരിനെ വിശേഷിപ്പിക്കുന്നത് ദ മാർക്കോ പോളോ ഓഫ് ന്യൂറോ സയൻസ് എന്നാണ്. ന്യൂറോ സയൻസിൻ്റെ മാർക്കോ പോളോ. എന്താണ് മാർക്കോ പോളോ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. കണ്ടുപിടിക്കപ്പെടാത്ത ദേശങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട്, കഴുതപ്പുറത്തൊക്കെ സഞ്ചരിച്ചുകൊണ്ട് പുതിയ മാനങ്ങൾ വെട്ടിത്തുറന്ന ഒരു സഞ്ചാരിയാണ്. അതേപോലെ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന മാർക്കോ പോളോയാണ് വിളയന്നൂർ എന്നാണ് ഡോക്കിൻസിനെ പോലെയുള്ള ഒരാൾ പ്രശസ്തി പത്രം കൊടുക്കുന്നത്. 2011 ടൈംസ് മാഗസിൻ്റെ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് 100 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു. ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും അധികം സ്വാധീനിച്ച 100 പേരിൽ ഒരാളായി 2011. ഞാൻ 2 രീതിയിലാണ്, 2 ഭാഗങ്ങളായിട്ടാണ് ഈ പ്രസൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ പുസ്തകത്തെക്കുറിച്ച് പൊതുവിലൊരു അരമണിക്കൂർ പറയുക, അതിനുശേഷം ഓട്ടിസത്തിലേക്ക് പോവുക. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ അറിയാം, നമ്മൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം. നമ്മൾ ആരാണ്, നമ്മൾ എവിടുന്ന് വരുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉത്തരങ്ങൾ റെഡിമെയ്ഡായിട്ട് മാർക്കറ്റിൽ ലഭ്യമാണ്. ആളുകൾ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം ഉത്തരങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ സയൻസിൻ്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഉത്തരങ്ങൾ മുഴുവൻ വെട്ടി വിഴുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. ഓരോ തരി മണ്ണും പരിശോധിച്ച് ഓരോന്നിനും തെളിവ് കണ്ടെത്തി അത് യുക്തിസഹമായി വിലയിരുത്തി ആവർത്തിച്ച് പരീക്ഷിച്ച്, അതാണ് സയൻസിൻ്റെ മാർഗം. അല്ലാതെ റെഡിമെയ്ഡ് ഉത്തരങ്ങൾ കൊണ്ട് തൃപ്തരാകുക എന്നുള്ളതല്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്,
നമ്മളും കുരങ്ങും തമ്മിൽ എന്താണ് വ്യത്യാസം, നമ്മളും ആൾക്കുരങ്ങും തമ്മിൽ എന്താണ് വ്യത്യാസം. വിക്ടോറിയ രാജ്ഞി പണ്ട് ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് സൂവിൽ ചിമ്പൻസികളെ കൊണ്ടുവന്നപ്പോൾ, ചിമ്പൻസികൾ വളരെ കുറച്ചാണ്, ആഫ്രിക്കൻ കാടുകളിലാണുള്ളത്. അപ്പോൾ അവർ ഈ ചിമ്പൻസിയുടെ രീതികളും അത് പഴം തൊലിച്ച് തിന്നുന്ന രീതിയും എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയും ആംഗ്യങ്ങളും ഒക്കെ കണ്ടു ചോദിച്ചു, ഇതൊരു ബ്ലേഡ് ഉണ്ടെങ്കിൽ ഇവർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. അവർ കുറച്ച് രോമമുള്ള മനുഷ്യൻ, ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ, നമ്മളെപ്പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ മണിക്കൂറുകളോളം നോക്കി നിന്നു എന്നാണ് പറയുന്നത്. ചിമ്പൻസി പോലെ തന്നെ ബൊണാബെ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഏപ്പുകൾ എന്ന് പറയുന്നത്, അതായത് വാലില്ലാ കുരങ്ങുകൾ, വാലില്ലാ കുരങ്ങ്. അപ്പം ഈ നമ്മളൊരു ഏറ്റവും സവിശേഷതയായിട്ട് കാണുന്നതാണ് സെൽഫ് കോൺഷ്യസ്നെസ്. രണ്ട് കോൺഷ്യസ്നെസ് ഉണ്ട്. ഒന്ന്, നമ്മളുടെ ശരീരത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമുണ്ട്. അതായത് ഇപ്പോൾ ഡയാലിസിസ് നമ്മൾ പറഞ്ഞിട്ടല്ല ഡയാലിസിസ് നടക്കുന്നത്. പൾസേഷൻ ഓഫ് ഹാർട്ട്, ഹൃദയം പിടിക്കുന്നു, നമ്മുടെ തീരുമാനമല്ല, നമ്മൾ അറിയിക്കുന്നുമില്ല, ഒന്നുമില്ല. സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, രക്തചംക്രമണം, ഇത് നമ്മളുടെ തീരുമാനമൊന്നുമല്ല. ദഹനം, ഇപ്പോൾ നമ്മൾ കോമാറ്റിക് സ്റ്റേജിൽ കിടന്നാലും ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ ആ വെള്ളം നേരെ ഇതിലേക്കൂടെ ഇറങ്ങി ദഹിച്ച് പുറത്തു പോകും. ഇതിന് നമ്മളുടെ ഒരു തീരുമാനമില്ല. ഇതൊരു സ്റ്റോർഡ് പ്രോഗ്രാമാണ്, ഒരു ഡിഫോൾട്ട് പ്രോഗ്രാമാണ്. ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ സമസ്ത ഭാഗങ്ങളുമായിട്ടും നമുക്കൊരു ബന്ധമുണ്ട്. അതാണ് ഒരു ഇൻറ്റേർണൽ കോൺഷ്യസ്നെസ്. ഇനി വേറൊന്നുണ്ട്, സെൽഫ് കോൺഷ്യസ്നെസ്. നമ്മളെ ഞാനെന്നുള്ളൊരു ബോധം. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെക്കുറിച്ചൊരു ബോധമുണ്ട്. ഇതിനാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ ഞാനെന്ന് പറയുന്നതും കോൺഷ്യസ്നെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സും രണ്ടാണ്. മൊത്തത്തിലുള്ള ബോധത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ സെൽഫ് കോൺഷ്യസ്നെസ്. സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാം, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ അൾസിമേഴ്സൊക്കെ വന്നിട്ടുള്ള രോഗികൾ മാസങ്ങളോളം വർഷങ്ങളോളം അവർക്കൊന്നും അറിയില്ല. അവർക്ക് ആളിനെ തിരിച്ചറിയാൻ പറ്റില്ല, ചലനങ്ങളറിയില്ല, വിവേചന ബുദ്ധിയിലോ ഒന്നുമില്ല. പക്ഷേ എന്നാലും അവർക്ക് ആഹാരം കൊടുക്കാൻ തന്നെ അവർ ഇറക്കും, കഴിക്കും, ശ്വസിച്ചുകൊണ്ടിരിക്കും. ദേ ഡോണ്ട് ഹാവ് സെൽഫ് കോൺഷ്യസ്നെസ് ബട്ട് ദേ ഹാവ് കോൺഷ്യസ്നെസ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടാണ്. സെൽഫ് കോൺഷ്യസ്നെസ് ഉദാഹരണമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾക്ക് അനസ്തേഷ്യ തന്നു കഴിഞ്ഞാൽ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ഫങ്ഷൻസ് എല്ലാം, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കും, ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കും, എല്ലാം നടന്നുകൊണ്ടിരിക്കും, ദഹനം നടന്നുകൊണ്ടിരിക്കും, ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ദഹനം നടന്നുകൊണ്ടിരിക്കും. സോ ആദ്യത്തെ പോയിന്റ് ഇതാണ്, സെൽഫ് കോൺഷ്യസ്നെസ്സും കോൺഷ്യസ്നെസ്സും രണ്ടാണ്. സെൽഫ് കോൺഷ്യസ്നെസ്സാണ് ഞങ്ങൾ ഞാൻ എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ഒരു ബോധമാണ് ഞാൻ എന്നുള്ളത്. ആ ബോധം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. അപ്പം ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളുടെ ബാലിശതയാണ് ഞാൻ പറഞ്ഞു വെച്ചത്. രണ്ടാമത്തത്, ഒരു കുട്ടി ജനിച്ചു വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആ കുട്ടി താനാണ് ആ കണ്ണാടിയിൽ കാണുന്നതെന്ന് ആ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതേസമയം ഒരു 18 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ്റെ മുഖത്തൊരു പൊട്ട് വെച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ അവൻ ആ കണ്ണാടി നോക്കിയിട്ട് ആ പൊട്ട് മാറ്റിയിട്ട് വെച്ചൊക്കെ കളിക്കും. കാര്യം താനാണെന്ന് തിരിച്ചറിയാണ്. അപ്പോൾ 18 മാസത്തോളം എടുക്കുന്നുണ്ട് തൻ്റെ പ്രതിബിംബം താനാണ് എന്ന് തിരിച്ചറിയാൻ. അതിലൊരു കൊച്ചുകുട്ടിയെ നിങ്ങളൊരു 2 ആഴ്ച പ്രായമുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നൊരു വിളിമ്പിൽ വെക്കുക, ഒരു മേശയുടെ, അത് ചുമ്മാതെ പഞ്ഞിക്കെട്ട് പോലെ മറിഞ്ഞങ്ങ് വീഴും. പക്ഷെ ഒരു 3-4 മാസം കഴിയുമ്പോൾ അവൻ്റെ ആ എഡ്ജിൽ വരുമ്പോൾ ഒരു ഗ്രിപ്പ്, ഒരു പിടുത്തമുണ്ട്. കാര്യം അവനറിയാം എഡ്ജാണ്, എൻ്റെ ശരീരം അങ്ങോട്ട് വീഴുന്നു, അങ്ങനൊരു ബോധം. അതായത് നമ്മളുടെ സ്വയംബോധം എന്ന് പറയുന്നത് മെല്ലെ ഇങ്ങനെ ഉദിച്ചുയരുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് വരുമ്പോഴും കാണും. നമ്മൾ ഉറക്കത്തിൽ നിന്ന് വരുമ്പോൾ പലപ്പോഴും എവിടെയാണെന്നറിയില്ല. ഞാനാണെങ്കിൽ 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് ഉറങ്ങുന്നത്. എനിക്ക് കൊട്ടാരക്കര ഒരു വീടുണ്ട്, ചങ്ങനാശ്ശേരി ഒരു വീടുണ്ട്, പിന്നെ മിക്കവാറും ഉറങ്ങുന്ന ട്രെയിനകത്താണ്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഉണരുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കും എവിടെയാണ് ഞാൻ. ബിക്കോസ് ഐ ടേക്ക് ടൈം. നമ്മളുടെ ബോധം ഇങ്ങനെ മെല്ലെ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എന്താ പറയുക, കുറച്ച് നേരം ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും. ബോധം ഇങ്ങനെ മെല്ലെ വരികയാണ്, അല്ല സ്വിച്ച് ഇട്ടോണം വരുന്ന ഒരു സാധനമല്ല. അത് നമ്മുടെ പ്രായം നോക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ പറയുന്ന സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ല, അത് മെല്ലെ വരികയാണ്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് പോകും. ഈവൻ ക്ലോറോഫോം ഒന്ന് മണത്ത് കഴിഞ്ഞാൽ പോകുന്ന സാധനമാണ് നിങ്ങളുടെ സ്വയംബോധം എന്ന് പറയുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഞാൻ ഡേറ്റാസ് തരികയാണ്, നിങ്ങൾ ചിന്തിക്കുക. ഏപ്പുകൾക്ക്, അതായത് ചിമ്പൻസി പോലെയുള്ള ഏപ്പുകൾക്ക് നമ്മളുടെ കണക്ക് ഇപ്പോൾ ഒരു പശുവിനെ കൊണ്ടുവന്ന് കണ്ണാടിയുടെ നിർത്തി കഴിഞ്ഞാൽ ആ പശു കണ്ണാടിയിൽ ഒരു പശുവിനെ കാണുന്നുണ്ട്, പക്ഷെ താനാണതെന്ന് ആ പശുവിനെ തിരിച്ചറിയാൻ പറ്റില്ല. വേറൊരു പശു ആയിരിക്കും എന്നായിരിക്കും അത് കരുതാം. അതേസമയം ഒരു ചിമ്പൻസി കൊണ്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചിമ്പൻസി വേണമെന്നുണ്ടെങ്കിൽ പല്ല് തേക്കുകയും ചൊറിയൊക്കെ നോക്കിയിട്ട് അതിനകത്ത് നോക്കിയിട്ട് അതിന് മനസ്സിലാവും. ഈവൻ അത് രാമചന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ഒരു ചിമ്പൻസിക്ക് അനസ്തേഷ്യ കൊടുത്തിട്ട് ഇവിടെ ഒരു റെഡ് ടേപ്പ് ചുറ്റിയിട്ട് അനസ്തേഷ്യ കൊടുത്തു. ഉണർന്നു കഴിഞ്ഞിട്ട് കണ്ണാടി നോക്കിയിട്ട് ഈ ടേപ്പ് ഇത് വലിച്ചൂരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്വയം ആത്മബോധത്തിൻ്റെ ചില അംശങ്ങൾ ചിമ്പൻസി കിട്ടിയിട്ടുണ്ട്. ചിമ്പൻസി പൂർണ്ണമായി നമ്മളിൽ എത്തിയിട്ടില്ല, നല്ല ദൂരമുണ്ട്. ചിമ്പൻസി നമ്മൾ ഒന്നാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ
നമ്മളിലുള്ള പല കാര്യങ്ങളും നമ്മളെ സമസ്ത ജീവജാലങ്ങളിലും കാണാൻ കഴിയും, ചെറിയ അളവിൽ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മസ്തിഷ്കം എന്ന് പറയുന്നത് 1.5 കിലോ ഭാരമുള്ള ജെല്ലി, നിങ്ങളുടെ കഴുത്തിന് മുകളിൽ തലയോട്ടിക്കുള്ളിൽ ഉള്ള 1.5 കിലോ ഭാരമുള്ള ജെല്ലി, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെന്ന് പറയുന്നത്. നമുക്ക് വേറെ ഒരു അവയവമേ ഇല്ല എന്നുള്ളതാണ്. വി ഹാവ് ഓൺലി വൺ ഓർഗൻ, ദാറ്റ് ഈസ് അവർ ബ്രെയിൻ. നിങ്ങളുടെ കൈ എന്ന് പറയുന്നത്, ഇപ്പോൾ വലത് കൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടത്ത് ഹെമിസ്ഫിയറിലെ അർദ്ധഗോളത്തിലെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. നമ്മളിപ്പോൾ ഒരു തോട്ട വെച്ച് ഒരു മാങ്ങ പറിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈ വലുതാവുകയാണ് ചെയ്യുന്നത്. കൈ വലുതാകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ഈ ഭാഗമാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഈ ഭാഗം പ്രവർത്തിച്ചില്ല, കൈ തളർന്ന് കിടക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് വലുതാവുകയാണ് ചെയ്യുന്നത്. കണ്ണുകൊണ്ടല്ല യഥാർത്ഥത്തിൽ കാണുന്നത് നമ്മൾ. അങ്ങനെയാണെങ്കിൽ കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. സ്വപ്നം കാണുന്നത് കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ടല്ല. ഇപ്പോൾ നമ്മൾ കണ്ണടച്ചുകൊണ്ട് അച്ഛൻ വന്നു. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ചിത്രം വരയ്ക്കുന്നവരുണ്ട്. ചിത്രം വരയ്ക്കുന്ന അങ്ങനെ ഒരു രൂപം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നു, അത് നമ്മുടെ കയ്യിലൂടെ സഞ്ചരിച്ചു ചിത്രമായി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അന്തർ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നത്? അന്തർ ചിത്രം വരയ്ക്കാറുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. അന്തർ വരയ്ക്കുന്ന ചിത്രം എന്ത് കണ്ടിട്ടാണ് എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, കണ്ണുകൊണ്ടല്ല കാണുന്നത്. കണ്ണ് കാഴ്ചയെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവം മാത്രമാണ്. അത് ഒരു വസ്തുവിൽ വീഴുന്ന പ്രകാശം, പ്രതിഫലന പ്രകാശം സ്വീകരിച്ച് റോഡ്സ് ആൻഡ് കോൺസ് വഴി കളറും കൊടുത്ത് ഷേപ്പും കൊടുത്ത് നമ്മൾ കാണുന്നത് ഓക്സിപിറ്റൽ ലോബ് സൈറ്റ് ഏരിയ, അത് പുറകിലാണ്, കണ്ണ് ഫ്രണ്ടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് നമ്മുടെ ഒരു പരിണാമത്തിൻ്റെ രസം. കാഴ്ച മേഖല എന്ന് പറയുന്നത് പുറകിലാണ്, ഇവിടെയാണ്, കണ്ണ് ഫ്രണ്ടിലാണ്. സ്വപ്നം കാണുന്നത് കണ്ണ് തുറന്ന് വെച്ചാണോ? അങ്ങനെ കാണാം, അത് വേറെ സ്വപ്നമാണ്. അപ്പം ഞാൻ പറയുന്നത്, യു ഹാവ് ഓൺലി വൺ ഓർഗൻ, ദാറ്റ് ഈസ് യുവർ ബ്രെയിൻ. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ സമസ്ത മേഖലകളെക്കുറിച്ചൊരു മാപ്പ്, അതായത് ഇന്ത്യയുടെ മാപ്പ് അവിടെ വരച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അത്ര ഉണ്ടാവില്ല, പക്ഷെ ഒരു മാപ്പ് ഉണ്ടാവും. അതിനകത്ത് കേരളം ഉണ്ടാവും, പാലക്കാട് ഉണ്ടാവും, ഈ പറയുന്ന ഹോളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മാപ്പ് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് വരയ്ക്കാൻ കഴിയും. അതേപോലെ നിങ്ങളുടെ ബോഡിയുടെ സമസ്ത ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മാപ്പ് ഈ ബ്രെയിനിലുണ്ട്, പ്രത്യേകിച്ച് കോർട്ടക്സിലുണ്ട്. അതിലൊരു ഭാഗത്ത് കൈ, ചുണ്ട്, മൂക്ക്, നാക്ക്, ഓരോ ഭാഗങ്ങളും അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമാകും. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ബോഡി ഈസ് റെക്കോർഡഡ് ഇൻ യുവർ ബ്രെയിൻ ഇൻ ദ ഫോം ഓഫ് എ മാപ്പ്. എന്നിട്ട് ബ്രെയിൻ പൊളിച്ച് നോക്കിയിട്ട് എവിടെ മാപ്പ് എന്നൊന്നും നോക്കില്ല. അങ്ങനെ മാപ്പൊന്നും ഇല്ല. പണ്ടില്ലേ ഭൂമിയുടെ അച്ചുതണ്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് എന്തോ ആളുകൾ വിചാരിച്ചത് ദണ്ടാണെന്ന് പറഞ്ഞ് ചവിട്ടി ഓടിക്കുന്ന അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. ഒരു മാപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡഡ് ആണ്, അല്ലാതെ അങ്ങനെ കാണാനൊന്നും ഇതില്ല. അതാണ് ഇവിടെ എഴുതി ആ പടത്തിനകത്ത് തന്നെ നോക്ക്. ഓരോ സെന്റ് ജെനിഷ്യൽസ്, ടോസ്, ഫുട്ട്, ലെഗ്, ഹിപ്പ്, ഇതെല്ലാം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ ബ്രെയിൻ, ഇതാണ് അതിന് വൺ ഓഫ് ദ പ്രിൻസിപ്പൽ പോയിന്റ്സ്. അതായത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഒരു ചെറിയ ശരീരമുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാമോ ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ മസ്തിഷ്കത്തിലും ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും കളഞ്ഞാൽ, മാപ്പിൽ നിന്ന് അത് പോയില്ലെങ്കിൽ പ്രശ്നമാവും. അതായത് ആൾ മരിച്ചുപോയി, പെൻഷൻ ഭാര്യ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരും. ആൾ മരിച്ചുപോയി, പക്ഷേ ഭാര്യ വന്ന് പെൻഷൻ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആൾ മരിച്ചുപോയി എന്നുള്ള കാര്യം അവിടെ റെക്കോർഡ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ പെൻഷൻ കട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഇനി അവിടെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നതാണ് സിനസ്തേഷ്യ എന്ന് പറയുന്ന സാധനം. സിനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ നമ്പർ ഏരിയ ഉണ്ട്. നമ്പർ ഏരിയ എന്ന് പറയുന്ന ഏരിയാസ് ഉണ്ട്. അതായത് ഗണനക്രിയയെ സഹായിക്കുന്ന ഏരിയാസ് ഉണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അതേസമയം ഒരു ഏകോപനം ഉണ്ട് താനും. അപ്പം ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്, അവിടെ ഫിനാൻസ് വകുപ്പുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ഏകോപനം അവിടെ ഉണ്ട്. അതേസമയം ഇവിടെ എന്ത് നടക്കുന്നു, ഇപ്പോൾ ഈ മീറ്റിംഗ് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവിടെ വലിയ പിടിപാടൊന്നുമില്ല. ഡീസെൻട്രലൈസ്ഡ് ആണ്, എന്നാൽ അതേ കണക്ക് സെൻട്രലൈസ്ഡുമാണ്. ചില ഭാഗങ്ങൾ ചില സാധനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്, ചില ഫാക്കൽറ്റീസ് ഒന്നിലധികം ഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലതിന് എല്ലാം കൂടെ ചേർന്നെങ്കിലും ഉണ്ടാവും. ഉദാഹരണമായിട്ട് സ്വയംബോധം, ഞാനെന്നുള്ള ബോധം, ശരീരത്തിന് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചേർന്നല്ല സ്വയംബോധം ഉണ്ടാക്കുന്നത്. ഉദാഹരണ ആംഗുലർ ജൈറസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മളുടെ പരേറ്റൽ ലോബിന് തൊട്ട് പുറകിലിരിക്കുന്ന സാധനം. ഈ ആംഗുലർ ജൈറസ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വയംബോധം തീർന്നു. എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ പോക്കാണ്. അതാണ് ഫ്യൂസിഫോം ജൈറസ്. ജൈറസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സൾക്കി ആൻഡ് ജൈറസ് എന്ന്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ജൈറസ് എന്ന് പറഞ്ഞാൽ കുന്നുപോലിരിക്കുന്ന ഭാഗം അല്ലേ, നമ്മുടെ കോട്ടക്സിലെ കുന്നുപോലിരിക്കുന്നത്.
അതിനാണ് ജൈറസ് എന്ന് പറയുന്നത്. സൾക്കി എന്ന് പറയുന്നത് അതിൻ്റെ ചാലുകളാണ്. ഇത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഫ്യൂസിഫോം ജൈറസ് എന്ന് പറയുന്ന ഭാഗം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളുകളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂസിഫോം ഫേസ് എളുപ്പമാണ്. അപ്പോൾ ഓരോ ഭാഗവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ചിലതിന് എല്ലാ ഭാഗങ്ങളും വേണ്ടി വരും. അപ്പോൾ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ്, ബട്ട് ഇറ്റ് ഈസ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് സെൻട്രലൈസ്ഡ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്പർ ഏരിയാസ് ഉണ്ട്. നമ്പേഴ്സ് ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഇടത് ഭാഗമാണ് നമ്പർ, ലാംഗ്വേജ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ടെമ്പറൽ ലോബിൻ്റെ ഭാഗമാണ്. അവിടെ നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ സംഖ്യ സംബന്ധിച്ച് ഒരു ലൈനുണ്ട്. നമ്മുടെ തലച്ചോറിൽ സംഖ്യയുള്ളൊരു ലൈനുണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഈ ലൈൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ വെച്ചാണ് നമ്മൾ 3 എന്ന് പറയുന്നത് 4നേക്കാൾ ചെറുതാണെന്ന് പെട്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ലൈൻ ഇല്ല. ആ ലൈൻ കറക്റ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ 10നെ 3 കൊണ്ട് ഗുണിക്കുന്നു. 10 3 എടുത്ത് നമുക്കൊരു ഒരു പടമുണ്ട്, ഒരു സംഖ്യയുള്ള ഇതിനെ നമ്പർ ലൈൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലരെ നമ്പർ ലൈൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞു കാണും. വളഞ്ഞു കാണുമ്പോൾ എന്ത് അറിയോ? ചിലപ്പോൾ 31 ആണോ 30 ആണോ വലുതെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. കാര്യം 30 ഫ്രണ്ടിലോട്ട് വരും ആ ലൈൻ വെച്ച്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നെപ്റ്റ്യൂൺ ആണോ പ്ലൂട്ടോ ആണോ ഏറ്റവും അകന്ന ഗ്രഹം എന്ന് പറയാൻ പറ്റാത്ത അവസരമുണ്ട്. ചില സമയങ്ങളിൽ പ്ലൂട്ടോ കുറച്ച് ഉള്ളിലേക്ക് വരികയും നെപ്റ്റ്യൂൺ അകന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് നിയതമായ ഒരു ഭ്രമണപഥം ഇല്ലാത്തതുകൊണ്ടാണ് പ്ലൂട്ടോയെ നമ്മൾ പുറത്താക്കിയത്. അതുപോലെ നമ്പർ ലൈൻ വളരെ വികൃതമാണെങ്കിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ നമ്പർ ലൈൻ വളരെ കൃത്യമാണ്. 1, 2, 3, 4, 5, 10, 11 ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് 60 ആണോ 30 ആണോ വലുതെന്ന് നമുക്ക് പെട്ടെന്ന് പറയാം. പക്ഷേ ആ ലൈൻ നേരെ അല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ തപ്പും. അവർ ചോദിക്കും 30 ആണോ 60 ആണോ കൂടുതൽ, അറിയില്ല. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു നമ്പർ ലൈൻ. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, കാഴ്ച സംബന്ധിച്ചുള്ള ഏരിയ ഉണ്ട്. അത് ഓക്സിപിറ്റൽ ഏരിയയിലാണ്. അതായത് 30ഓളം വരുന്ന വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് കാഴ്ചയ്ക്ക്. നമ്മൾ ഒരാളെ മൊത്തത്തിൽ അങ്ങ് കാണുകയല്ല ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. പക്ഷേ ഷെയ്പ്പ് കൈകാര്യം ചെയ്യുന്ന ഏരിയ ഉണ്ട്. ഷെയ്പ്പും സൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് ഗണപതിയുടെ ഒരു കൊച്ചു രൂപം, അതിൻ്റെ ഷെയ്പ്പ്, വലിയ രൂപം. ഷെയ്പ്പ് ഒന്നാണ്, സൈസ് വ്യത്യാസമാണ്. മനസ്സിലായില്ല? അതുപോലെ തന്നെ കളർ കൈകാര്യം ചെയ്യുന്ന ഏരിയ ഉണ്ട്. ചലനം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക ഏരിയയാണ്. അതായത് കാഴ്ച സംബന്ധിച്ചിട്ടുള്ള 30ഓളം വ്യത്യസ്ത ഭാഗങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചലനം കൈകാര്യം ചെയ്യുന്ന ഏരിയ മാത്രം ഒരു സ്ട്രോക്ക് വന്ന് പോയെന്നിരിക്കട്ടെ, ചലനം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വിളയന്നൂർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർ ഒരു ബസ്സിന് കൈ കാണിക്കാന്നിരിക്കട്ടെ, ബസ് വരുന്നവർക്ക് ഇങ്ങനെ കാണാൻ പറ്റും, എല്ലാം സ്റ്റിൽ പിക്ചറായിട്ടാണ് കാണുന്നത്. പക്ഷേ ചലനം അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവർ മിക്കവാറും ബസ്സിൻ്റെ അടിയിലായി പോകും. കാരണം ഈ ബസ് എത്ര സഞ്ചരിക്കുന്നു തൻ്റെ അടുത്ത് വരുന്നോ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ ഇപ്പോൾ ഒരു ചായ കുടിക്കുകയാണെന്നിരിക്കട്ടെ, ചായ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കാപ്പി കൊണ്ടുവന്ന് ചുണ്ടോടെ കൊണ്ടുവന്ന് ഈ ചലിക്കുന്ന അറിയാൻ പറ്റില്ല. കാപ്പിയൊക്കെ കാണുന്നുണ്ട്, ചലനം തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ടുവന്ന് ഇടിച്ചിട്ടായിരിക്കും പലപ്പോഴും അവർ ചായ കുടിക്കുന്നത്. ആ ഒറ്റ ആസ്പെക്ട്, അതായത് 30ൽ ഒരൊറ്റ ഏരിയ പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇയാൾക്ക് അറിയാം തനിക്ക് ചലനം തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് ഇയാൾക്ക് അറിയാം. പക്ഷേ ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനുണ്ട്, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഞാനുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ചെയ്തൂടെ? നടക്കില്ല. അപ്പോൾ സിനസ്തേഷ്യ എന്ന് പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകളുടെ നമ്പർ ഏരിയയും അതുപോലെ തന്നെ സൈറ്റ് ഏരിയയും കാഴ്ച മേഖലയും സംഖ്യാമേഖലയും തമ്മിൽ ചില ലീക്കേജസ് ഉണ്ടാവും. ലീക്കേജസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ന്യൂറൽ കണക്ഷൻസ്, 100 ബില്യൺ ന്യൂറോൺസ് ആണുള്ളത്. ഇപ്പോൾ നമ്മളുടെ അയൽപക്കത്തെ ഒരു വീട്ടിലൊരു ഡിഷ് ആൻറ്റിന ഉണ്ട്. നമ്മുടെ വീട്ടിൽ TV കിട്ടുന്നുണ്ട്. കാര്യം എങ്ങനെയാണ്? നമ്മളൊന്നും വെച്ചിട്ടില്ല ഡിഷ്, പക്ഷെ അവിടുന്ന് സിഗ്നൽസ് ചോർന്ന് വരികയാണ്. അതേ കണക്ക് ഈ 2 മേഖലകൾ തമ്മിൽ ചോർച്ചകളോ ക്രോസ് വയറിങ്ങോ, ലീക്കേജസ് ആൻഡ് ക്രോസ് വയറിങ്സ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ക്രോസ് വയറിങ്സ് ഉണ്ടാവും, ഒരു ലൈൻ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കിടക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കാഴ്ച മേഖലയും സംഖ്യാമേഖലയും തമ്മിലൊരു മിക്സപ്പ് വരും. ഈ മിക്സപ്പ് കാരണം നമുക്ക് ഒരു സംഖ്യ കാണുമ്പോൾ 6 കാണുമ്പോൾ പച്ചയായിരിക്കും, 7 കാണുമ്പോൾ ചുവപ്പ്, 8 കാണുമ്പോൾ മഞ്ഞ. ചില വസ്തുക്കൾ, ഈവൻ അത് വസ്തുക്കളുണ്ട്. ഉദാഹരണമായിട്ട് ഇരുമ്പ് കാണുമ്പോൾ നമുക്കൊരു തരിപ്പ് വരും, ഇങ്ങനെ തരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കാക്കയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. ചില വസ്തുക്കളോടുള്ള, അതായത് കാഴ്ച മേഖലകളും സംഖ്യാമേഖലയും തമ്മിലുള്ള ഒരു മിക്സപ്പ് കാരണമാണ് സിനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു ഉണ്ടാകും. ഈ വലിയ സാഹിത്യകാരന്മാരെല്ലാം സിനസ്തെറ്റിക് ആണെന്നാണ് പറയുന്നത്. അവരെ കാണുകയാണ്, അവർ ഓരോരുത്തരെയും അവരുടെ ഭാവന ഭയങ്കരമായി ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്. അതൊരു നല്ല റൊമാൻറ്റിക് രോഗമാണ്. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ ആരെങ്കിലും സിനസ്തെറ്റിക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സംഖ്യകൾ നിറങ്ങളിൽ കാണുന്ന ആരെങ്കിലും. നിങ്ങളുടെ ജീവിതം വളരെ വർണ്ണാഭമായിരിക്കും, പക്ഷേ എല്ലാ നിറങ്ങളും അതിൻ്റേതായ രീതി കാണുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത് അല്ലേ? അതൊരു രോഗം കൂടിയാണ്. എല്ലാ രോഗങ്ങളും റൊമാൻറ്റിക് ആണ് എന്നാണ് കീറ്റ്സ് പറയുന്നുണ്ട്. ഡിസീസ് എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് തിങ് ആണ്. ഇദ്ദേഹത്തിന് ഞാൻ നോവൽ സമ്മാനം കിട്ടുമെന്ന് പറയാനൊരു കാരണം,
ഇദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായിട്ടുള്ള മിറർ ബോക്സ് എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ് മിറർ ബോക്സ് എക്സ്പെരിമെൻറ്റ്? നിങ്ങൾക്കറിയാം, ഈ ഷുഗർ പേഷ്യൻസിൻ്റെയൊക്കെ കയ്യോ കാലോ ആംബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ കയ്യോ കാലോ പോയി കഴിഞ്ഞാൽ, ആളുകൾ പലപ്പോഴും സർജറിക്ക് ശേഷം ലിംബ് ആംബ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറയാറുണ്ട്, എൻ്റെ കൈ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. എനിക്ക് കൈ ഉണ്ട്, കൈ പോയിട്ടില്ല എന്ന് പറയാറുണ്ട്. ഇത് ഏതാണ്ട് 60% ആൾക്കാർ വരെ കുറഞ്ഞ തോതിൽ തൊട്ട് വലിയ അളവ് വരെ ഈ അവരുടെ ലിംസ് ഫീൽ ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫാൻഡം ലിംബ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് നോട്ട് ദെയർ ബട്ട് ദേ ഫീൽ ഇറ്റ്. മായിക കരം അല്ലെങ്കിൽ മായിക കൈകാലുകൾ എന്ന് പറയും. അപ്പോൾ എന്താണെന്നറിയോ, അവർ പലപ്പോഴും പല പറയും, എനിക്ക് എൻ്റെ കൈ അവിടെ ഉണ്ട്, ആ കയ്യിലൊക്കെ ആയിട്ട് ചൊറിയുന്നതൊക്കെ കാണാം അവർ. ആ കൈയില്ല, കൈ പോയി. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് നല്ല സെൻസേഷൻ അല്ല, അവർക്ക് ഭയങ്കര വേദന വരും. ഫാൻഡം ലിംബിൽ വേദന വരും. ഫാൻഡം ലിംബിൽ വേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു ഉള്ള കൈയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ എന്താ അനസ്തേഷ്യ കൊടുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കൊന്ന് മാറ്റാം. ഇല്ലാത്ത ഒരു കയ്യിൽ വേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോക്ടറേക്ക് എടുത്ത് പോകും. ഡോക്ടർമാർ കൈ മലത്തും. ഞങ്ങൾ എന്നാ ചെയ്യുക? അപ്പോൾ നിങ്ങളുടെ കൈ മുറിച്ച് മാറ്റി. അല്ല ഡോക്ടർ, എനിക്ക് കൈ ഉണ്ട്, എൻ്റെ ഇവിടെ കൈ ഉണ്ട്, എനിക്കത് അനക്കം വയ്യ, ഭയങ്കര വേദന. ചില ആൾക്കാർ ഈ വേദന സഹിക്കാൻ വയ്യാതെ വിഷം കഴിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്ത് ഒരുപാട് പേരുണ്ട്. ഫാൻഡം ലിംബ് പെയിൻ എന്ന് പറയും. ഇത് ആംബ്യൂട്ട് ചെയ്ത രോഗികളിലെല്ലാം ഒരു സാധാരണ കേസാണ്. ചിലർക്ക് വളരെ നോർമലായിരിക്കും. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു രോഗത്തിന് ഇദ്ദേഹം നിർദ്ദേശിച്ച ഒരു ചികിത്സയാണ് ദ മിറർ ബോക്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് $1000 ഉള്ളൂ. നമുക്കിവിടെ വേണമെങ്കിൽ 500 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമുണ്ട്. അത് അദ്ദേഹം ചെയ്തത് തലച്ചോറിനെ കളിപ്പിക്കലാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിറർ ഞാൻ കാണിച്ചുതരാം. ഇതാണ് അതിൻ്റെ എക്സ്പെരിമെൻറ്റ്. അതായത് ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് വെക്കുക. നമ്മൾ വോട്ടേഴ്സിന് കമ്പാർട്ട്മെൻറ്റ് വെക്കുമല്ലോ. ഈ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മിററാണ്. ഇല്ലാത്ത കൈ ഇവിടെ വെക്കണം, ഇല്ലാത്ത കൈ ഇവിടെ വെക്കുക, ഉള്ള കൈ ഇവിടെ വെക്കുക. അപ്പോൾ ഈ കൈയുടെ ഈ പടമായിരിക്കും ഈ മിററിൽ ഇവിടെ കാണുന്നത്. നമ്മളിങ്ങനെ നോക്കണം. നോക്കുമ്പോൾ ഈ കൈയുടെ പടമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ പറയണം, ഈ കൈ ചലിപ്പിക്കുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ മിററിൽ വരുന്ന ഇങ്ങനെയായിരിക്കും കൈ. അതായത് അവിടെ കാണുന്നത്. അപ്പം അയാൾ വിചാരിക്കും എൻ്റെ ഇല്ലാത്ത കൈ, മുറിച്ചു മാറ്റിയ കൈയാണ് ചലിക്കുന്നത്. ഇതിങ്ങനെ ആക്കാൻ പറയുമ്പോൾ ഇതിങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഇത് 2 കൈ നമുക്ക് ഒരുമിച്ച് ചലിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പം അയാളുടെ ബ്രെയിൻ വിശ്വസിച്ച് തുടങ്ങുന്നുണ്ട്, ആ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്താ ഈ അനങ്ങുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആലോചിക്കുക. നമ്മുടെ തലച്ചോറ് പലപ്പോഴും ഈ വേദന എന്ന് പറയുന്ന സാധനമുണ്ട്, ടോക്കൺ. അതൊരു ലാംഗ്വേജാണ്, ബ്രെയിൻ്റെ ഒരു ലാംഗ്വേജാണ് വേദന. വേദന ഇല്ലാത്തവർ ജീവിക്കത്തില്ല. വേദന ഇല്ലാതെ നമ്മുടെ പിൻഗാമികൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ തള്ളപ്പെടുമായിരുന്നു. കാരണം അവർ അപകടങ്ങളിൽ ചെന്ന് പെടും. അവർ വേണേൽ അവരെ കൈയും കാലും ഒക്കെ വെട്ടിയെറിഞ്ഞ് കളയും. അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവല്യൂഷനിൽ നമ്മളെ ഒരുപാട് തുണച്ചിട്ടുള്ള ഒരു ടോക്കണാണ്, ഒരു ഫാക്കൽറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം വേദനയുള്ളവരായിത്തീർന്നത്. അതായത് വേദനയുള്ളവർ മാത്രമേ അതിജീവിച്ചിട്ടുള്ളൂ. ഇന്നും വേദനയില്ലാത്ത വളരെ അപൂർവം ആൾക്കാരുണ്ട്. അവരൊരു കസേരയിലൊക്കെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ ഇരിക്കും. നോക്കുമ്പോൾ കാണാൻ ഇവിടെ എല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ടാവും. വേണമെങ്കിൽ അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അവർ അറിയത്തില്ല, അവർ കൈയൊന്നും നൂത്ത് വെക്കില്ല, അവരിങ്ങനെ തന്നെ ഇരിക്കും. ബിക്കോസ് ദേ ആർ നോട്ട് സെൻസിറ്റീവ് ടു പെയിൻ. അപ്പോൾ വേദന ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്ന അവിടെയാണ്. അപ്പം തലച്ചോറ് ഉദാഹരണമായിട്ട് നമ്മൾ കുറേ നേരം ഒരിടത്ത് ഇങ്ങനെ ഇടിക്കുകയാണ്. കുറേ നേരം ആകുമ്പോൾ നമുക്ക് വേദന എടുക്കും. അപ്പോൾ തലച്ചോറ് പറയുന്നത് അതങ്ങ് നിർത്തുക, സ്റ്റോപ്പ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. ഈ ഒരു സന്ദേശമാണ് ഈ വേദന എന്ന് പറയുന്നത്. കയ്യിലിങ്ങനെ കുത്തുകയാണ്. കുറേ നേരം പറയുമ്പോൾ നിർത്തുക എന്ന് തലച്ചോറ് പറയുകയാണ്. അതാണ് ഇറ്റ്സ് എ ലാംഗ്വേജ്, ഇറ്റ്സ് എ സെറിബ്രൽ ലാംഗ്വേജ്. മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഷയാണ് വേദന എന്ന് പറയുന്നത്. അല്ല, വേദന എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, അറിയിക്കുകയാണ്. അത് മതി. ഇപ്പോൾ നിങ്ങൾ കൈ ഒടിഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് വെച്ച് അനക്കാതെ ഇങ്ങനെ കൊണ്ടുപോകണം. അനക്കുമ്പോൾ വേദന എന്ന് വെച്ചാൽ അനക്കരുത്, അനക്കാതെ ആ കൈ റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ അത് അനക്കരുത് എന്നാണ് ആ വേദന നൽകിക്കൊണ്ട് പറയുന്നത്. മനസ്സിലായില്ല? അപ്പം ഈ കൈ മുറിച്ചു മാറ്റിയാൽ എന്ത് സംഭവിക്കും? കൈ മുറിച്ചു മാറ്റുന്നവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലച്ചോറിൽ ഈ കൈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത്, തലച്ചോറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈ പോവുകയും ചെയ്തു. അപ്പോൾ തലച്ചോറിൻ്റെ ആ ഭാഗം വളരെ ആക്റ്റീവാണ്. അവരെ സംബന്ധിച്ച് കൈയുണ്ട്, ലിസ്റ്റിൽ കൈയുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചു വിട്ടു, പക്ഷേ സെക്രട്ടറിയേറ്റ് എൻ്റെ ഫയലും കാര്യങ്ങളും അണ്ടർ സെക്രട്ടറി ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവർ ലെറ്റർ അയക്കും, ഇവിടെ പ്രവർത്തനം നടക്കുന്നില്ല, വാരാഘോഷമൊന്നും നടത്തുന്നില്ല, എന്താ കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. പക്ഷേ അവർക്കങ്ങനെ അവർ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. അവർ പോലീസിനെ വിടും, അല്ലേ? ഈ പോലീസിനെ വിടലാണ് പെയിൻ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പം ഈ കൈ അങ്ങ് പോയി, തലച്ചോറ് കയ്യിലേക്ക് സിഗ്നൽ കൊടുക്കുക. ഈ സിഗ്നലിനൊന്നും മറുപടിയില്ല. മറുപടി ഇല്ലാതെ വരുമ്പോൾ തലച്ചോറ് ഒരു തീരുമാനത്തിലെത്തും. എന്താണ്? അത് മരവിച്ചിരിക്കുകയാണ് എന്നൊരു തീരുമാനം. അപ്പോൾ എന്ത് ചെയ്യും? മരവിച്ച് അനക്കാൻ പറയും, അനക്കത്തില്ല. അനക്കാൻ പറഞ്ഞാലും അനക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പെയിൻ കൊടുക്കും. പെയിൻ കൊടുക്കുമ്പോൾ ഏതായാലും അനക്കുമല്ലോ.
അങ്ങനെ ആ കൈയിലേക്ക് ഇങ്ങനെ പെയിൻ കൊടുത്തോണ്ടേയിരിക്കുക. യഥാർത്ഥത്തിൽ കൈയില്ല. അപ്പോൾ പെയിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എവിടെ ഫീൽ ചെയ്യുന്നത്? കയ്യിലൊന്നുമല്ല, ഇവിടെയാണ്. നിങ്ങൾ വിചാരിക്കും ഒരു എവിടെയെങ്കിലും മുറിക്കുമ്പോൾ അവിടെ അങ്ങാണ്ടാ വേദന. അവിടെ ഒന്നും ഒരു വേദനയൊന്നുമില്ല. വേദന എന്ന് പറയുന്ന സാധനവും കാഴ്ച എന്ന് പറയുന്ന സാധനവും കേൾവി എന്ന് പറയുന്ന എല്ലാ സംഗതികളും ഈ 1.5 കിലോ ജെല്ലിയിലാണ്. അതല്ലാതെ ഒരു അനുഭവവും നിങ്ങൾക്കില്ല. സ്വപ്നങ്ങളായാലും ഭയമായാലും വിശപ്പായാലും, തലച്ചോറിൻ്റെ വിശപ്പ് അറിയിക്കുന്ന ശേഷി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് ഒരു പ്രശ്നമേ അല്ല. വിശപ്പൊക്കെ ഒരു ടൂളാണ് അതിജീവനത്തിൻ്റെ. നമ്മളുടെ ഊർജ്ജം വീണ്ടും വീണ്ടും കിട്ടാനായിട്ടുള്ള നമ്മളെ വിശപ്പ് അറിയിക്കുന്ന ഒരു ടൂളാണത്. ആ ടൂളൊക്കെ പോയി കഴിഞ്ഞാൽ, വേദന പോയി കഴിഞ്ഞാൽ, ഭയം പോയി കഴിഞ്ഞാൽ നമ്മൾ പോക്കാം. ഭയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവല്യൂഷണറി ടൂൾസാണ്. ഇതൊക്കെ അല്ല ഭയം, എനിക്ക് ഭയമാണ്, മോശമല്ല. ഭയമുള്ളവർ മാത്രമേ അതിജീവിച്ചിട്ടുള്ളൂ. മനസ്സിലായി? പിന്നെ ഒരുപാട് ഒരുപാടായാലെല്ലാം കുഴപ്പമാണ്. നമ്മളുടെ മുൻഗാമികൾ ഭയമുള്ളവർ മാത്രമേ റീപ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വല്ല ചെന്നായുടെയോ പിന്നെ സിംഹത്തിൻ്റെയൊക്കെ വായി ചെന്ന് കയറിയിട്ടുണ്ടാവും. ഭയമില്ല. അപ്പം നമ്മളുടെ ജീനുകളിൽ ഈ പ്രധാനമായിട്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൽ 2 ബ്രെയിൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, സ്റ്റെം പോലൊരു സാധനമുണ്ട്. അതാണ് പ്രാഥമിക ബ്രെയിൻ. ഇത് നമുക്ക് ശരിക്കും ഉരകങ്ങളിൽ നിന്ന് കിട്ടിയ സാധനമാണ്. ഇതിനകത്താണ് നമ്മളുടെ ഡയാലിസിസും റെസ്പിറേഷനും ബ്ലഡ് സർക്കുലേഷനും ഡൈജഷനും ഒക്കെ എല്ലാ സാധനവും ഈ ബ്രെയിൻ സ്റ്റെമ്മിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ബോധം മുഴുവൻ പോയി കഴിഞ്ഞാലും, സ്വയം ബോധം പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ഡൈജഷനും സർക്കുലേഷനും പാൽപിറ്റേഷനും എല്ലാം നടക്കുന്നതിൻ്റെ കാര്യം ഇതെല്ലാം ബ്രെയിൻ സ്റ്റെമ്മിലാണ്. കണ്ടിട്ടുണ്ടോ? ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ ഞാൻ അനാട്ടോമി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കോട്ടക്സ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനം. കോട്ടക്സ് നമ്മളുടെ ഏറ്റവും വലിയ തലച്ചോറാണ് നമുക്കുള്ളത്. നമ്മുടെ ശരീരാനുപാതവും തലച്ചോറിൻ്റെ വലുപ്പവും വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യനെ വെല്ലാൻ ആരുമില്ല. ആനയ്ക്കൊക്കെ 8 കിലോ 9 കിലോ ഒക്കെ ഭാരമുള്ള തലച്ചോറുണ്ട്. പക്ഷേ അതിൻ്റെ ഭാരമായിട്ട് നോക്കുമ്പോൾ അത് വലിയ തലച്ചോറല്ല. അപ്പം തലച്ചോറ് ഇതിന് പെയിൻ കൊടുക്കുകയാണ്. പെയിൻ കൊടുക്കുമ്പോൾ അനക്കാൻ പറയുകയാണ്. ഇത് അനക്കാനായിട്ട് കൈയില്ല. അപ്പോൾ ഇതെങ്ങനെയും അനക്കി കഴിഞ്ഞാൽ ഈ പെയിൻ നിൽക്കും. അതാണ് ഈ മിറർ ബോക്സിൽ ചെയ്യുന്നത്. ഇങ്ങനെ ആക്കുമ്പോൾ ഈ കൈ അനങ്ങുന്നതായിട്ട് തോന്നും. അനങ്ങുന്ന അനുസരിച്ച് പെയിൻ റിലീവ് ചെയ്ത് വരും. ഇത് ചില 80% വരെ രോഗികളിൽ ഇത് വളരെ ഫലപ്രദമായിട്ടുണ്ട്. ചില വളരെ കുറഞ്ഞിട്ടുള്ള പെയിൻ, ചില പൂർണ്ണമായിട്ടും പെയിൻ പോയി. ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ വിവിധ സംഘങ്ങൾ, രാമചന്ദ്രനും കൂട്ടരുമാണ് ഇത് ആദ്യം മുന്നോട്ട് വെച്ചത്. വിവിധ സംഘങ്ങൾ ഈ മിറർ ബോക്സ് വെച്ചുകൊണ്ട് ഫാൻറ്റം പെയിൻ ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇത് ഒരു തെറാപ്യൂട്ടിക് വാല്യൂ ഉള്ള ഒരു തിരിച്ചറിയലാണ്. രാമചന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വളരെ സങ്കീർണമായിട്ടുള്ള ഒബ്ജക്റ്റുകളും ഇക്വിപ്മെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാൻ വലിയ താല്പര്യമുള്ള ആളല്ല. പുള്ളി പറയുന്നത് തനിക്കൊരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളാണ്. എല്ലാ അനുമാനങ്ങൾ, ഊഹങ്ങൾ, യുക്തിസഹമായ നിരീക്ഷണങ്ങൾ ഇതുവഴിയാണ്. ഈ ടെസ്റ്റിൻ്റെ തന്നെ അടിസ്ഥാനം നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ കളിപ്പിക്കുകയാണ്. യു ക്യാൻ ഫൂൾ യുവർ ബ്രെയിൻ. ആക്ച്വലി നമ്മളുടെ ബ്രെയിനെ നമ്മൾ കളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല പല വിശ്വാസങ്ങളും പല പല ധാരണകളും എന്തെല്ലാം ധാരണകളുമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ആക്ച്വലി വി ആർ ഗെറ്റിംഗ് ഫൂൾഡ് ബൈ അവർ സെൽസ്. നമ്മുടെ ബ്രെയിനെ ഫൂൾ ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഈ പരീക്ഷണം, ദ ഫാൻറ്റം ലിംബ്. ഇനി ചില ആൾക്കാർ ഒരു പൊതുവിലെ ബ്രെയിനെ കുറിച്ച് പറയാറുണ്ട്. നിങ്ങളുടെ ബ്രെയിനിൻ്റെ 5% മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. വെറുതെ സിനിമ കണ്ട് കിടക്കാണ്, മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് വെറുതെ സമയം കളയാണ്, ഗെയിം കളിച്ച് കളയാണ്. നിങ്ങൾ 5% നിങ്ങൾ മൊത്തം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരായിരുന്നു? ഐൻസ്റ്റീൻ പോലും 5% ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ പലരും വന്ന് മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ വെച്ച് കാച്ചുന്ന കേൾക്കാം. ഇത് തെറ്റാണ് കേട്ടോ. അങ്ങനെ 5% ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഫോർ എക്സാമ്പിൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. യു തിങ്ക് അബൌട്ട് എ ഫുട്ബോൾ മാച്ച്. 22 കളിക്കാരുണ്ടാവും കോർട്ടിൽ. ഗോളി ഉണ്ടാവും. ഗോളി ചിലപ്പോൾ വെറുതെ നിൽക്കായിരിക്കും. അപ്പുറത്തെ കോർട്ടിലാക്കി ഇപ്പോൾ ഇന്ത്യയും ബ്രസീലുമായിട്ട് കളി നടക്കുകയാണെങ്കിൽ ബ്രസീലിൻ്റെ ഗോളിക്ക് വെറുതെ അവിടെ ഇരുന്ന് വേണമെങ്കിൽ സിനിമ കാണാം, അല്ലേ? ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ചാണ് കളിയെങ്കിൽ. പക്ഷേ ഹീസ് ഓൾസോ എ പ്ലെയർ. ഈസ് ദെയർ ആൻഡ് ഈസ് പ്ലേയിങ് ബട്ട് ഈസ് ഇനാക്റ്റീവ്. ഇപ്പോൾ 22 പേരും കളിക്കളത്തിലുണ്ടാവും. നമ്മുടെ എൻ്റയർ ബ്രെയിനും എപ്പോഴും സജ്ജമാണ്, സക്രിയമാണ്. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യാൻ ചില ഭാഗങ്ങൾ അവിടെ മാത്രമേ ചാർജ് ക്ലിങ് അടിക്കത്തുള്ളൂ. പക്ഷേ 5% ബ്രെയിൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പല കാര്യങ്ങളും, ഈവൻ മൈനറായിട്ടുള്ള ഒരു കാര്യത്തിന് ചിലപ്പം ഏതാണ്ട് 70% ബ്രെയിനിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. സോ ഇറ്റ്സ് എ ഗെയിം, ഒരു ഗ്രൂപ്പ് ഗെയിമാണ്. ഇതല്ലാതെ 5% ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് അതൊക്കെ തെറ്റായ ധാരണകളാണ്. അത് നിങ്ങൾ നേരെ അധ്വാനിക്കുന്നില്ല എന്നൊക്കെ പറയാനായിട്ട് ആളുകൾ പറഞ്ഞു വെക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇനി നമ്മൾ മനുഷ്യനാക്കുന്നതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് കലാരൂപങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും രക്തബന്ധങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ ഉന്നതമാണ് എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ട് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേ കണക്ക് മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ ലാംഗ്വേജ് തന്നെ വ്യത്യസ്തമാണ്. നീ നാളെ വരികയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നിന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ അവൾ അവിടെ ഉണ്ടെങ്കിൽ അത് സാധിക്കില്ല എന്ന് പറയാൻ ഒരു ചിമ്പാൻസിക്ക് പറ്റില്ല. എന്തുമാത്രം റിക്കേഴ്സീവായിട്ടുള്ള ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ്, അതുപോലെ തന്നെ യൂസ് ഓഫ് മെറ്റഫോഴ്സ്, അതുപോലെ തന്നെ കല, നമ്മൾ നോവൽ എഴുതാറുണ്ട്, നമ്മൾ മ്യൂസിക് ചെയ്യാറുണ്ട്. ഇതൊന്നും മറ്റ് ജീവികൾക്ക് സാധിക്കുന്നില്ല. ദേ ഓൾസോ ഹാവ് എ ബ്രെയിൻ. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുറഞ്ഞ ഭിന്നമായ അനുപാതങ്ങളിലും നിരക്കുകളിലും ഈ ചുറ്റുമുള്ള എല്ലാ ജീവികളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അല്ലെ അവരുടെ ബ്രെയിൻ, ഉദാഹരണമായിട്ട് ഈ നികുഞ്ച പക്ഷി എന്ന് പറയുന്നത് ബാവോ ബേർഡ്, ഈ പക്ഷി ശരിക്കും ഒരു തീപ്പെട്ടിയുടെ അത്രയും പോലും ഇല്ല അതിൻ്റെ ബ്രെയിൻ. തീപ്പെട്ടിയേക്കാൾ ചെറിയൊരു ബ്രെയിനാണ്. ആ ബ്രെയിൻ വെച്ചുകൊണ്ടാണ് അതുണ്ടാക്കിയ വീടുകൾ നോക്കുക. അതിനകത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ, ചെറിപ്പഴങ്ങൾ, തോടുകൾ, പുല്ല് ഇതൊക്കെ കൊണ്ടുവന്ന് അലങ്കരിച്ച് അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ആ പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു കാക്കയുടെ അത്രയുള്ള പക്ഷിയാണ്. അതിൻ്റെ ആ സൗന്ദര്യബോധം, അതിനകത്ത് ഏതെങ്കിലും ഒരു കോൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കും. ഒരു പഴം കറുത്തുപോയി, അപ്പോൾ മുന്നിലിരിക്കുന്ന ആ പഴങ്ങളിൽ 2-3 പഴങ്ങൾ ജീർണിച്ച് കറുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയത് കൊണ്ടുപോകും. ഇതെല്ലാം തൻ്റെ ഇണയെ ആകർഷിക്കാനായിട്ട് ആ പക്ഷി ചെയ്യുന്ന കാര്യമാണ്. ആ പക്ഷി ഒന്നുമല്ല നിങ്ങളുടെ മുന്നിൽ. പക്ഷേ ഈ കൂടുകൾ നിങ്ങളൊരു അന്താരാഷ്ട്ര പ്രദർശനത്തിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ആർട്ട് ഫോം, അതിൻ്റെ അടിയിൽ നിങ്ങളുടെ പേരോ അല്ല വാൻഗോഗിൻ്റെ പേരോ ഒക്കെ വെച്ചിട്ട് ഇത് വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പറയുകയാണ് ഇത് വെറും ഒരു പക്ഷി ചെയ്താണെന്ന് പറഞ്ഞാൽ അവർ കളഞ്ഞിട്ട് പോകും. പക്ഷി ചെയ്താണ്. ബട്ട് ദിസ് ഈസ് ബ്യൂട്ടി ആക്ച്വലി. നമ്മൾ മാത്രമല്ല ആർട്ടിസ്റ്റുകളായിട്ടുള്ളത്. നമ്മളെ കാഴ്ചയെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മുടെ കണ്ണുകൾ ഭയങ്കര സവിശേഷമാണെന്നൊക്കെ പറയാറുണ്ട്. 2 കിലോമീറ്റർ പൊക്കത്തിൽ നിന്നൊക്കെയാണ് പരുന്ത് ഒരു കിളിയെയും ഒരു കോഴിക്കുഞ്ഞിനെയും കോഴിക്കുഞ്ഞിൻ്റെ തള്ളയെയും ഒക്കെ തിരിച്ചറിയുന്നത്. ഈ 2 കിലോമീറ്റർ മുകളിൽ നിന്നുകൊണ്ട് ആകാശ കാഴ്ചയിലൂടെ ഭൂമിയെ വീക്ഷിക്കാനായിട്ടുള്ള ഒരു ബ്രെയിനാണ് യഥാർത്ഥത്തിൽ ഈ ഹോക്കുകൾക്കും ഈഗിളിനും ഒക്കെ കിട്ടിയിട്ടുള്ളത്. എന്നെങ്കിലും അവർക്ക് അതിജീവിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു കാഴ്ചയുടെ ആവശ്യമില്ല. നമ്മളിങ്ങനെ നേരെ അടുത്ത് നിന്നാണ് നോക്കുന്നത്. നമ്മൾ കാട് കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ കാട് കാണുന്നത് വൃക്ഷത്തിൻ്റെ കാണ്ഡങ്ങളാണ് കാണുന്നത്. നമ്മൾ ഒരിക്കലും അതിൻ്റെ മേൽക്കൂര കാണാറില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കാണുന്നത്. അതേസമയം പരുന്തെപ്പോഴും കാണുന്നത് കുടകളിങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു വനമായിരിക്കും കാണുന്നത്. ഓരോ ജീവിക്കും അതിൻ്റെ നീച്ച് അനുസരിച്ചായിട്ടുള്ള ശേഷികളാണ് വികസിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാവൽ അത് എക്കോ ലൊക്കേഷൻ വഴിയാണ് സ്ഥലം അറിയുന്നത്, ഒബ്ജക്റ്റുകൾ അറിയുന്നത്. ഭയങ്കര സ്പീഡിലാണ് അത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അൾട്രാസോണിക്സ് ആ സൗണ്ട് വേവ്സ് ഇങ്ങനെ വെച്ചിട്ട് അത് ചെന്ന് ഇടിച്ച് തിരിച്ചു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിന് എന്തുമാത്രം ദൂരെയാണ്, എന്തുമാത്രം കട്ടിയുണ്ട്, ഈവൻ അതിൻ്റെ നിറം പോലും തിരിച്ചറിയാൻ പറ്റും. അതിനകത്ത് തിരിച്ചു വരുന്ന സൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി ആണല്ലോ കളേഴ്സ് മാറ്റിയെടുക്കുന്നത്, കളേഴ്സ് വ്യതിരിക്തമാക്കുന്നത്. അപ്പം ആ ഭിത്തിയിൽ തട്ടിയിട്ട് വരുമ്പോൾ ആ ഭിത്തിക്ക് ഏത് നിറമാണെന്ന് പോലും ഒരു വാവലിന് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ നിറം കാണുന്നത് നമ്മൾ കണ്ണുവെച്ചാണ്. അപ്പോൾ നമ്മൾ കണ്ണുവെച്ച് കാണുന്നതാണ് വാവൽ ചെവി വെച്ച് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ ജീവിക്കും അതിൻ്റെ നീച്ച് ആവാസ വ്യവസ്ഥ അനുസരിച്ചുള്ള ശേഷികളാണ് വികസിതമാകുന്നത്. നമുക്ക് എന്തെങ്കിലും യുണീക്കായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്പീഷീസ് റിക്വയർമെൻ്റ് ആണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ടൂൾസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? എമേഴ്സൺ പറയുന്നുണ്ട്, നിങ്ങൾ വാച്ച് കണ്ടുപിടിച്ചതോടുകൂടി ആകാശം നോക്കി സമയം പറയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. നിഴലുകൾ നോക്കി സമയം പറയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. നമ്മൾ വണ്ടികൾ കണ്ടുപിടിച്ചതോടുകൂടി നമ്മൾക്ക് വേട്ടയാടാൻ, നമുക്ക് ഒരിക്കലും ഇന്നൊരു ഒരു കോഴിയെ പോലും ഓടിച്ചിട്ട് പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമ്മുടെ പൂർവികന്മാർ ഒരു വനം മുഴുവനുള്ള മൃഗങ്ങളെ, വലിയ വലിയ പന്നികളെയൊക്കെ കിലോമീറ്ററുകൾ താണ്ടി ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. അവർക്കതൊന്നുമല്ലായിരുന്നു. നമ്മളൊന്ന് ഓടിയിട്ട് അണച്ചിട്ട് ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്യണം, ഉടനെ ഈ ചെക്കപ്പ് ECG എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം, സംതിങ് ലൈക്ക് ദാറ്റ്. ഇനി നിങ്ങളുടെ ബ്രെയിൻ്റെ ഒരു 2 ഖണ്ഡങ്ങളാണ് അല്ലെങ്കിൽ 2 അർത്ഥഗോളങ്ങളാണ് ബ്രെയിൻ എന്നറിയാൻ കഴിയും. അതിൻ്റെ നടുക്കുള്ള ചില ഫൈബേഴ്സാണ് നമ്മൾ കോർപ്പസ് കലോസം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഫൈബേഴ്സാണ് ഈ ഇടതേ അർത്ഥഗോളവും വലതേ അർത്ഥഗോളവും തമ്മിൽ ചേർക്കുന്നത്. ഇടതേ അർത്ഥഗോളവും വലതേ അർത്ഥഗോളവും തമ്മിൽ ഫങ്ഷണലായിട്ടുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഇടത് ഭാഗമാണ് ഭാഷയുടെയും യുക്തിചിന്തയുടെയും അതുപോലെ തന്നെ സംഖ്യ, കാൽക്കുലേഷൻ, ഇതിൻ്റെയൊക്കെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഇവിടെയാണ്. വലതാണെങ്കിൽ അന്തർജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ, കല, ഇതൊക്കെ വലതേ അർത്ഥഗോളമാണെന്ന് പറഞ്ഞു. ഇത് രണ്ടായിരുന്നു ആദ്യമെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു തിയറിയുണ്ട്. ഇത് രണ്ടും എന്തായാലും ഇപ്പോൾ ചേർന്നിട്ടുണ്ട്, ഒട്ടിച്ചേർന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കര തലവേദന അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ അവസാനം അവരെ ഈ കോർപ്പസ് കലോസമാണ് പ്രശ്നമെന്ന് വരുമ്പോൾ അതിനകത്ത് ഒരു ഫിഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഷനോ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ അവിടെ നിന്ന് മുറിച്ച് മാറ്റുകയോ ഒക്കെ ചെയ്യാറുണ്ട്.
ഇങ്ങനെയുള്ളവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അർത്ഥഗോളങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വളരെ ദുർബലമാവുകയോ ഇല്ലാതാവുകയോ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ എന്താ അറിയുക, അവർ രണ്ട് വ്യക്തികളായിട്ടായിരിക്കും ജീവിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. കോർപ്പസ് കലോസത്തിൽ ഒരു സർജറി കഴിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ 2 പേരാണ് ഒരു തലയിൽ തന്നെ ഉള്ളത്. എന്താ വ്യത്യാസം എന്നറിയോ? ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ 2 തീരുമാനം വരും. ആകാവുന്നതും അല്ലെന്നും വരും. ഇപ്പോൾ ഈ 2 തലയായിട്ട് ജീവിക്കുന്ന ലാദൻ സിസ്റ്റേഴ്സിൻ്റെ ഒരു കഥയുണ്ട്. ഞാൻ പകിട 13 അത് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് കമ്പ്യൂട്ടർ ഗെയിമാണ് താല്പര്യം, വേറെ ആൾക്ക് വായനയാണ് താല്പര്യം. 2 പേരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരാൾക്ക് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ മറ്റേയാൾക്ക് കളിക്കണം. എന്തു ചെയ്യും? ഇതേ കണക്ക് 2 ബ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. ഈ കോർപ്പസ് കലോസ്റ്റമി എന്നാണ് പറയുന്നത്. ഈ ദുർഗാഷ്ടമി എന്നൊക്കെ പറയുന്നു. നമ്മളെ എല്ലാം അറിയാമല്ലോ, എല്ലാം ഈ മുറിക്കൽ അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ചില ആൾക്കാർക്ക് എന്താ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇടത് അർത്ഥഗോളം കണക്കും വലിപ്പം സംഖ്യ ഏതാ വലുത് ചെറുത്, അത് ഇടത് അർത്ഥഗോളത്തിനറിയാം. വലതിനറിയില്ല. വലത് കലാകാരനാണ്, അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രമാണ്, സീറ്റാണ് വലത്, കലയുടെ സീറ്റാണ് വലത്. അപ്പോൾ അയാൾ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നിങ്ങളുടെയൊക്കെ പറയുന്നുണ്ട് ഒരു കാറ്, വലതേ അർത്ഥഗോളം പറയും, വാങ്ങടാ ഒന്നാന്തരം കാറ്, എന്നാ ടയർ, വാങ്ങിക്കോ എന്ന് പറയും. അപ്പോൾ ഇടതേ അർത്ഥഗോളത്തിൻ്റെ ഈ സംഖ്യ, അതിൻ്റെ വില കേൾക്കുന്നുണ്ട് 2 കോടി രൂപ. അവൻ പറയും, നീ വേറെ പണി നോക്കടാ, നിൻ്റെ 10 തലമുറ എഴുതി കൊടുത്താലും ഇതറിയില്ല. പക്ഷേ ഇവർ തമ്മിൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ്, യവൻ പോയി ഒപ്പിട്ട് കൊടുക്കും, കാറിന് ഒപ്പിട്ടൊക്കെ കൊടുക്കും, ഇവനുമായിട്ടുള്ള ബന്ധമില്ല. ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് പോകുന്നതുകൊണ്ടാണ് ആ കാറ് കൊള്ളാം, പക്ഷേ പിന്നൊരിക്കലാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ കാര്യം. ഇതാണ് ഈ കലോസ്റ്റമി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആരായി? നമ്മൾ പറയില്ല ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നൊക്കെയല്ലേ എല്ലാവരും പറയുന്നത്. എന്ത് ഞാൻ? ഇനി അതുപോലെ തന്നെ ചിരിയെക്കുറിച്ച് രാമചന്ദ്രൻ ഇതിനകത്ത് പറയുന്ന ഒരു സാധനം, എങ്ങനെയാണ് നമ്മൾ ചിരിക്കാൻ തുടങ്ങിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചിരിക്കുന്നത് കഴുതപ്പുലി ചിരിക്കാറുണ്ട്, പക്ഷേ അതൊരു ചിരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ പൂച്ചയൊക്കെ ചിരിക്കുന്നതായിട്ട് അത് ചിരിക്കുന്നതല്ല, നമ്മൾ ചിരിയാന്ന് പറയുന്നു എന്നല്ലോ. മനുഷ്യൻ്റെ ചിരിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു സാധനം, അദ്ദേഹത്തിൻ്റെ ഒരു ഊഹമാണ്. അതിന് കുറേ പരിണാമപരമായിട്ട് നമ്മൾ ശരിക്കും നമുക്ക് 4 കോമ്പല്ലുകളുണ്ട്, നമുക്ക് 8 ഉളിപ്പല്ലുണ്ട്. ഈ കോമ്പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിക്കൻ കൊണ്ടുപോയിട്ട് എവിടെയിട്ടാണ് കടിക്കുന്നത്? ഇവിടെ ഇട്ടാണ് കടിക്കുന്നത്. അല്ല, ഇങ്ങനെ കൊണ്ടായാലും ചിക്കൻ കടിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 2 പല്ല് എന്ന് പറയുന്നത് ശരിക്കും ഇരയുടെ കഴുത്തിൽ താഴ്ത്തി അതിനെ കൊല്ലാനായിട്ടുള്ള പല്ലുകളാണ്. നമ്മളത് ഒരുപാട് ചെറുതായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കോമ്പല്ലുണ്ട്. പശുവിന് കോമ്പല്ലുണ്ടോ? ഇല്ല. നമ്മൾ സസ്യാഹാരം മാത്രം കഴിച്ച് വലിയ വിശുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ സ്വന്തം ചരിത്രം പോലും നേരെ പഠിക്കാത്തവരാണ്. മനസ്സിലായില്ലേ? നമുക്ക് പച്ചയിറച്ചി തിന്നാൻ പറ്റില്ല. നമുക്ക് പാചകം എന്ന് പറയുന്ന സാധനമാണ് നമ്മളാക്കിയത്. പാചകം, അതിനെക്കുറിച്ച് എനിക്കൊരു പ്രത്യേക ക്ലാസ് എടുക്കണമെന്നുണ്ട്, പക്ഷേ സമയമില്ല. പക്ഷേ എന്നാലും മനസ്സിലാക്കുക, കുക്കിംഗ് ആണ് നമ്മുടെ നാഗരികതയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ആക്ടിവിറ്റി. നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് നമ്മുടെ ബ്രെയിൻ ഇത്രയധികം വികാസം ഉണ്ടായതും. കുക്ക് ചെയ്യലുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാം? ഒരു ആഹാരം കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അതിനെ എന്തു സാധനമായാലും നിങ്ങളുടെ ഉള്ളിൽ ചെന്നാൽ വിഘടിച്ച് അതിൻ്റെ മോളിക്കുലർ ലെവലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. എത്ര വലിയ സാധനം, അത് ഇറച്ചിയായാലും കൊള്ളാം, പേസ്റ്റ് ആയാലും കൊള്ളാം, ചിക്കൻ ആയാലും കൊള്ളാം, അതിൻ്റെ മോളിക്കുലർ ലെവലിലാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹം അതിനെ ഡീൽ ചെയ്യുന്നത്. അല്ലാതെ നമ്മളവിടെ ചില പറയും അമേരിക്കയിൽ എന്ന് കഴിഞ്ഞാൽ $1 കൊടുത്തെങ്കിൽ അവർ എടുക്കത്തുള്ളൂ, അല്ല സ്വർണ്ണമൊന്നും കൊണ്ട് കൊടുത്താൽ അവർ എടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് സാധനം വന്നാലും പൾപ്പായിട്ട് തന്മാത്രകളായിട്ട് അയണീകരിക്കപ്പെട്ട അവസ്ഥയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സാധനം കുക്ക് ചെയ്യുമ്പോൾ ഈ സാധനം വിഘടിപ്പിക്കാനായിട്ട് വേണ്ടി വരുന്ന ഊർജ്ജത്തിൽ വലിയ കുറവ് വരുന്നുണ്ട്. അത്രയും വേണ്ട. ഇപ്പം നിങ്ങൾ പച്ചയ്ക്ക് കഴിക്കുന്ന പല ക്യാരറ്റൊക്കെ ചുമ്മാ അടിച്ചു കുടിക്കുന്നുണ്ട്, വെറുതെയാണ്. നമുക്കതൊന്നും ദഹിപ്പിക്കാനുള്ള കഴിവേ ഇല്ല. പല പച്ചിലകൾ പച്ചയായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രമേഹത്തിന് ഓരോരുത്തർ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്, പാവയ്ക്കായ ജ്യൂസൊക്കെ വെറുതെ ചെയ്യുന്നു, സമാധാനത്തിനായിട്ട് ചെയ്യുന്നു എന്നല്ലാതെ ഇതൊന്നും പ്രത്യേകിച്ച് സെല്ലുലോസ് ദഹിപ്പിക്കാനായിട്ടുള്ള ഒരു വ്യവസ്ഥ നമുക്കില്ല. ഇതറിയാത്തവരെയാണ് പലരെയും ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കലക്കി കുടിച്ച് അവർ തന്നെ നിർത്തും. കുറേ പേര് പാവയ്ക്ക കുടിച്ചിട്ട് തന്നെ അങ്ങ് നിർത്തിക്കൊള്ളൂ. അതിനകത്ത് പാവയ്ക്ക തന്നെ പറയും വേണ്ടേ എന്നുള്ള ഒരു അവസ്ഥയാണ്. അതേസമയം നമുക്ക് പച്ച മാംസം കഴിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് വേവിച്ച മാംസം കഴിക്കാൻ പറ്റും. നമ്മൾ മാംസബുക്ക് ആയിരുന്നില്ല എങ്കിൽ, മിശ്രബുക്ക് ആയിരുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് വേവിച്ച മാംസം കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു വേവിച്ച മാംസം എടുത്ത് പശുവിന് കൊടുത്തു നോക്കെ, വലിയ ബുദ്ധിമുട്ടാണ്. 99% പശുക്കളും കഴിക്കില്ല. മാംസം കൊടുത്ത് വളർന്ന പശുക്കളൊക്കെ ഉണ്ട് അമേരിക്കയിൽ കേട്ടോ. അത് വേറൊരു രീതിയിൽ പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ഈ പല്ലുകൾ നമ്മൾ പലപ്പോഴും എതിരാളിയെ നമുക്ക് എതിരെ ഒരു മൃഗം വരികയാണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയാം? നമ്മൾ ആ മൃഗത്തെ നമ്മളുടെ ശത്രുവായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിഫോൾട്ട് സെറ്റിംഗ്. മനസ്സിലായല്ലേ? ശത്രുവായിട്ട് പരിഹരിച്ചിട്ട് അവൻ നമ്മളെ കയറി പണിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അവനെ ഭയപ്പെടുത്തുക.
നമ്മൾ അതല്ലേ 2 പട്ടികളെടുത്ത് വരുമ്പോൾ ഓ എന്ന് കാണിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ അക്രമസജ്ജനാണ്, നിൻ്റെ കളി എൻ്റെ നടക്കില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളും അങ്ങനെ ചെയ്തിരുന്നു. നമ്മളെങ്ങനെ ചെയ്തിരുന്നു? നമ്മുടെ ആയുധങ്ങൾ എടുത്ത് മുന്നിൽ വെക്കും. എന്താണ് നമ്മുടെ ആയുധങ്ങൾ? നമ്മുടെ ആയുധം വെച്ചാൽ പല്ലും നഖവുമാണ്. ഇതാണ് ഇളിച്ചു കാണിക്കുന്നത്. എൻ്റെ ഇത്രയും സാധനമുണ്ട്, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ സ്വയം സംരക്ഷിക്കുന്ന ബ്രെയിൻ്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. അങ്ങനെയാണ് നമ്മുടെ പിൻഗാമികൾ നമ്മളെ സംരക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ഇളിച്ചു കാണിക്കുമ്പോൾ ഈ കോമ്പല് കാണും എതിരാളി, ആ ശരി, ഓക്കെ, റൈറ്റ് എന്നാണ്. പക്ഷേ നമ്മുടെ സിവിലൈസേഷൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡായി വന്നപ്പോൾ നമ്മളുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളെ കാണുമ്പോഴും നമ്മളിങ്ങനെ പല്ലിളിച്ച് കാണിക്കാൻ തുടങ്ങി. പല്ലിളിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി നമ്മുടെ ബ്രെയിൻ പറയുന്നത്, ഇടയിൽ ഫ്രണ്ടൽ കോർട്ടെക്സ് പറയും, ആളിനെ തിരിച്ചറിയും, ഫ്യൂസിഫോൺ ജാരസൊക്കെ വെച്ച് ഇത് ശത്രുവല്ല, ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, അതുകൊണ്ട് നീ അത്ര കണ്ട് ഇളിക്കണ്ട എന്ന് പറയും. അപ്പോൾ ആ ഇങ്ങനെ വന്ന് നിൽക്കും. അതാണ് പുഞ്ചിരിയായി മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ പുസ്തകം വായിക്കുക, കൂടുതൽ കാര്യം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഇനി നിങ്ങൾ ഒരു വീഡിയോ കാണുക, അതിനുശേഷം തിരിച്ചു വരിക. ഈ വീഡിയോയിലൂടെ ഒരു 5 മിനിറ്റ് വീഡിയോ ആണ്, ടെഡിൻ്റെ ഒരു വീഡിയോ ആണ്. എന്താണ് നമ്മളെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അതിനുശേഷം നമുക്ക് ഓട്ടിസത്തിലേക്ക് പോവാം. നിങ്ങളിവിടെ കണ്ട ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മളുടെ കൈ വേറൊരാളുടെ മസ്തിഷ്കം വെച്ച് ചലിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിനെതിരായിട്ട് വിചാരിച്ചാൽ പോലും, അതായത് ഇറ്റ്സ് ഫുൾ ഓഫ് ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ്, ചേഞ്ച്. ഇതെല്ലാം കെമിസ്ട്രിയാണ് ബേസിക്കലി. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ചാർജ്, ഇലക്ട്രോ ഡൈനാമിക്സ്, കെമിസ്ട്രി, ഈ സാധനം മാത്രമാണിത്. അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വപ്നം ഞാൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നല്ല. ഈ കെമിക്കൽ ആയിട്ടുള്ള ന്യൂറോ കെമിക്കൽ റിയാക്ഷനിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ ഭാഗം പോവുകയാണ്. നമ്മളെപ്പോലും വേറൊരാൾ നിയന്ത്രിക്കണം. നമ്മൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. കാര്യം കണക്ട് ചെയ്തിരിക്കുന്നത് അതുമായിട്ടാണ്. ആ പെൺകുട്ടി കൈ പൊക്കുമ്പോൾ നമ്മളും കൈ പൊക്കും. അതേസമയം അയാൾ തന്നെ പിടിച്ച് പൊക്കുമ്പോൾ കുഴപ്പമില്ല, അത് വേറൊരാളാണ് ചെയ്യുന്നത്. കാര്യം ഇവിടെ നിന്നല്ല വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു നമ്മളുടേതെന്ന് നമ്മൾ പറയുന്ന സാധനങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട സമയമായി. ആക്ച്വലി നമുക്കങ്ങനെ ഒരു ധാരണയുണ്ട്, ഞാൻ എന്നൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ചെയിൻ ഓഫ് ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ടാമ്പേർഡ് വിത്ത്, ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ്, ഇറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ്. ഇനി നമ്മൾ ഒരു സവിശേഷ തരം ന്യൂറോണുകളെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. അതിനാണ് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. എന്താണ് മിറർ ന്യൂറോൺസ്? നമ്മളൊരു വോളിബോൾ കോർട്ടിൽ പോകുമ്പോൾ നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒരാളെ എണ്ണിച്ച് സ്മാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കൈയും അറിയാതെ പൊങ്ങുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഒരാളെ കൊല്ലാനായിട്ട് പിടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വെട്ടാൻ നേരം നമ്മളും കയറി ഇങ്ങനെ പെട്ടെന്ന് കയറി, നമ്മളെ വെട്ടുന്നല്ല, പക്ഷെ വേറൊരാളെയാണ് വെട്ടുന്നത്. നമ്മുടെ ഒരാളുടെ കയ്യിലൊരു ചുറ്റിക വെച്ച് അടിക്കുകയാണെന്നിരിക്കട്ടെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, നമ്മുടെ കൈ നമ്മൾ പിടിച്ച്, നമ്മുടെ കയ്യിലല്ല. ഇപ്പോൾ നമുക്ക് മറ്റുള്ളവർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മളുടേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള റിയാക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനെ സഹായിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരുപിടി ന്യൂറോൺസിനെയാണ് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ദർപ്പണ നാഡീകോശങ്ങൾ. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ആംഗുലോ ജൈറസിലുള്ള ചില ആംഗുലോ ജൈറസിലുള്ള ചില ഭാഗങ്ങളിൽ ആക്ടിവിറ്റി പരിശോധിച്ചപ്പോൾ ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആംഗുലോ ജൈറസിലുള്ള ന്യൂറോൺസ് ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത അതേ കാര്യം വേറൊരാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതേ കണക്ക് ലൈറ്റപ്പ് ചെയ്യാണ്, ആസ് ഇഫ് നമ്മളുടെ തന്നെയാണ് എന്ന് തോന്നിക്കുന്ന രീതി. അതിനെയാണ് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ന്യൂറോൺസ് ഉണ്ട്. അത് നമ്മുടെ ഫ്രണ്ടൽ കോർട്ടക്സിലും ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ മൊത്തം ഭാഗങ്ങളിലും അങ്ങനെ കുറേ ന്യൂറോൺസ് ഉണ്ട്. അതൊരു തിയറിയാണ്, ഇപ്പോഴും തിയറി ലെവലിലാണ്. പക്ഷേ ഏതാണ്ട് 90% ആളുകളും അംഗീകരിക്കുന്ന ഒരു സാധനമാണ് ദർപ്പണ നാഡീകോശങ്ങൾ. ഈ ദർപ്പണ നാഡീകോശങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് ഒരാൾ പട്ടിണിയായിട്ട് വരുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അയാളുടെ വേദന നമ്മൾ മനസ്സിലാക്കി. വി റീഡ് ദം ആസ് വി റീഡ് അസ്. നമ്മൾക്ക് എങ്ങനെയാണ് വിശപ്പ് വരുന്നത് അതിനെക്കുറിച്ചൊരു ഡേറ്റ നമുക്കുണ്ട്. ആ ഡേറ്റ അയാളിൽ ആരോപിച്ചുകൊണ്ടാണ് അയാളുടെ ദൈന്യത മനസ്സിലാക്കി നമ്മളയാൾക്ക് പൈസ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ജിഷയുടെ പ്രശ്നം, നമുക്കെല്ലാം ദേഷ്യം വരാൻ എന്തുകൊണ്ടാണ് കാര്യം? ഇതെല്ലാം നമ്മുടെ മിറർ ന്യൂറോൺസിൻ്റെ സമൃദ്ധമായ സാന്നിധ്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഫീൽ ചെയ്യുക, തന്മയീ ഭാവത്തോടു കൂടി ഫീൽ ചെയ്യുക. മനുഷ്യരാശിയെന്ന് മാത്രമല്ല, ഈവൻ നിങ്ങൾക്കറിയാം ഏപ്പുകളുടെ ഇടയിൽ തന്നെ ഒരു ഏപ്പിനെ നിങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏപ്പുകൾ വന്ന് നിങ്ങളെ പിടിക്കും. അത് കണ്ടുകൊണ്ട് നിൽക്കില്ല. ആൾക്കുരങ്ങളുടെ ഇടയിലൊക്കെ ചിമ്പൻസിക്കൊക്കെ ഭയങ്കരമാണ്. ചിമ്പൻസി ഏകപത്നി വ്രതക്കാരനാണ്. മനുഷ്യൻ അങ്ങനെ അല്ല കേട്ടോ. മനുഷ്യൻ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ മനുഷ്യൻ ഒരു കാലത്തും ഒരു ഇണയിൽ പരിമിതപ്പെടുന്ന ആളല്ല. അങ്ങനെയല്ല നമ്മുടെ ബ്രെയിൻ ഉണ്ടായിട്ടുള്ളത്. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അതാണല്ലോ നമ്മളുടെ ഒരു നേച്ചർ. അല്ലാതെ ഒരു മനുഷ്യനും ഭൂമിയിൽ ഇന്നേ വരെ പറഞ്ഞ ഒരു മനുഷ്യനും
ഒരു ഇണയിൽ തൃപ്തി നേടുന്ന ആളല്ല. പക്ഷേ ചിമ്പൻസി നേരെ തിരിച്ചാണ്. ചിമ്പൻസി നമ്മളെക്കാൾ ഡീസൻ്റാണ് കാര്യത്തിൽ. ചിമ്പൻസി ഒരൊറ്റ ഇണ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിമ്പൻസി അത് ശരിക്കും ഒറ്റ ഇണയുള്ള ജീവികളൊന്നും അതിജീവിക്കില്ല എന്നുള്ളതാണ് പരിണാമം പറയുന്നത്. കാരണം ഒരു ഇണയിലേക്ക് നിങ്ങളുടെ അതിജീവന സാധ്യതകൾ നിങ്ങൾ പരിമിതപ്പെടുത്തുമ്പോൾ കൂടുതൽ കോപ്പികൾ എടുക്കാനുള്ള സാധ്യതകൾ കുറയുകയും നിങ്ങൾ ആസ് എ സ്പീഷീസ് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ജീവികൾ ഇല്ലാതായിപ്പോയ പല ജീവികളുടെയും പിറകിൽ ഒറ്റ ഇണയിലേക്ക് പരിമിതപ്പെടുത്തലായിരുന്നോ കാരണം എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. നമുക്ക് പ്രശ്നമില്ല, നമ്മൾ സിവിലൈസേഷൻ ഉള്ളത് നമുക്ക് ദത്തെടുക്കാൻ പറ്റും, നമുക്ക് പല പല ഏർപ്പാടുകളൊക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ പോപ്പുലേഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അതേസമയം ചില ജീവികൾക്ക് ഒരു വലിയ ബാധ്യതയാണ് ഒറ്റ ഇണ സിദ്ധാന്തം. നമ്മളങ്ങനെ അല്ല കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, നമ്മളിങ്ങനെ ആക്ട് ചെയ്തുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ മിറർ ന്യൂറോൺസിനെ കുറിച്ച് പറഞ്ഞു. ഈ മിറർ ന്യൂറോൺസ് എടുത്തു വെക്കാം ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഫീലിംഗ് നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സിനിമ കാണുന്നു, ശോഭന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ പുതിയ നടിയാരെ എനിക്ക് ഓർമ്മ, മഞ്ജു വാര്യർ അല്ലേ, പഴയ നടിയാണ്. മഞ്ജു വാര്യർ ഒരു സിനിമയിലിരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു മഞ്ജു, നമ്മൾ ഒരു സ്റ്റാഫ് നേഴ്സ് മഞ്ജു ആയിക്കോട്ടെ, മഞ്ജു ഇത് കണ്ടിട്ട് മഞ്ജു ആണ് പൊട്ടിക്കരയുന്നു, ഭയങ്കരമായിട്ട് കരയുന്നു. മറ്റേ മഞ്ജു വാര്യർ ചെറുതായിട്ട് കരയുന്ന, കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മഞ്ജു പൊട്ടിക്കരയാണ്. അതിനാണ് എമ്പതി എന്ന് പറയുന്നത്. ഓവർ റിയാക്ഷനാണ്. അതേ കണക്ക് തന്മയി ഭാവത്തോടെ എടുക്കുകയാണ്. പക്ഷേ തന്മയി ഭാവത്തോടെ എടുക്കുമ്പോൾ ആ ദുഃഖം മഞ്ജു വാര്യർ അത്രയും കൊണ്ട് ഒതുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒതുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പൊട്ടിക്കരയുന്നത്. അതിനാണ് എമ്പതി എന്ന് പറഞ്ഞത്, എമ്പതറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ കരയുന്നു, അപ്പോൾ നമ്മുടെ സ്റ്റാഫ് നഴ്സ് മഞ്ജു അവർക്കൊരു വല്ലാത്ത വിഷാദം, ഒരു സിമ്പതി. കരയുന്നൊന്നുമില്ല, പക്ഷെ അത്രത്തോളം ഇല്ല. അതിനാണ് നമ്മൾ സിമ്പതി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് മഞ്ജു വാര്യർ കരയുന്നു, അപ്പോൾ നമ്മുടെ സ്റ്റാഫ് നഴ്സ് മഞ്ജു മൈൻഡ് ചെയ്യുന്നില്ല, അത് മൊബൈലിൽ അടിച്ചു നോക്കുകയാണ്, അടുത്ത ചാറ്റിങ്ങിൽ അടിച്ചു കൊടുക്കുക, അത് മൈൻഡ് ചെയ്യുന്നില്ല, എന്തോ ഇവിടെ ഒരു വിഷയമില്ല, ആപതി, ഒരു വികാരമില്ല. ഇനി മഞ്ജു വാര്യർ കരയുന്നു, നമ്മുടെ സ്റ്റാഫ് നഴ്സ് മഞ്ജു പറയുന്നു, ആഹാ നിനക്ക് ഇത് തന്നെ വരണം, എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതിനാണ് ആൻറ്റിപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ എമ്പതിയായി, സിമ്പതിയായി, ആപതിയായി, ആൻറ്റിപ്പതിയായി, ഇനി അലോപ്പതിയോ തിരുപ്പതിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കാക്കാം. പക്ഷേ ഈ പെയ്തോസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്നർത്ഥം. ഇതിൽ ആദ്യത്തെ എമ്പതി എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഈ ഫണ്ട് റൈസിങ്ങിൻ്റെയും കാരുണ്യ പ്രവാഹങ്ങളുടെയും. ഈ എമ്പതി ഒരുപാടുള്ളതുകൊണ്ടാണ് ഒരു അമ്മ ഒരു കുട്ടിയെ, ലോകത്ത് ഒരു കാര്യത്തിലും ഒരാളോടും ഈ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആൾക്കാർ പോലും അമ്മയായി കഴിഞ്ഞാൽ ആ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹത്തിന് അതിരില്ല അല്ലേ. അപ്പോൾ നമ്മൾ മാതൃസ്നേഹം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഗുണമൊന്നുമല്ല. നമുക്കറിയാം നമ്മളെ ഒരു ജീൻ പൂളിലുള്ള ഒരു അതിജീവന ടാക്ടിക്സാണ് ഈ മാതൃസ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ കുട്ടിയെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാരും നല്ലവരായിരുന്നു എങ്കിൽ, മഹത് വ്യക്തികളായിരുന്നുവെങ്കിൽ ഈ ലോകം എത്ര നന്നായതിന്. അവർക്ക് അവരെ കുട്ടിയോടുകൂടിയാണ് അവർ വിചാരിച്ചാൽ പോലും അവരെ കുട്ടിയെ സ്നേഹിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. ആ കുട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് മിക്കവാറും ഇപ്പോൾ ഒരു നായ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒരു കുട്ടിയെ ചെന്നെടുത്ത് നോക്കും, ആ കടിച്ചു കീറും. ഈ നായയ്ക്ക് എവിടെ നിന്ന് കിട്ടും? അത് മാതൃസ്നേഹം നമ്മൾ പറയത്തില്ല. പട്ടി എന്തോന്ന് മാതൃസ്നേഹം, നമ്മൾ വനിതയിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കും. പട്ടിയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കില്ല, പക്ഷെ പട്ടിയിലുള്ള അതേ സാധനം തന്നെയാണ് നമ്മളിലുള്ളത്. അതായത് അടുത്ത തലമുറയെ രക്ഷപ്പെടുത്തി നമ്മുടെ കൂടുതൽ കോപ്പീസിനെ അതിജീവിക്കുക എന്നുള്ള ജീൻ പൂൾ നിർദ്ദേശം നടപ്പിലാക്കുകയാണ് എല്ലാ അമ്മമാരും ചെയ്യുന്നത്. ഈവൻ പാമ്പ് മുട്ടയിടുന്നിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ ഓടിച്ച് ഞങ്ങളെ കടിക്കുമെന്നൊക്കെ പറയുന്നത്. എല്ലാ ജീവികളും അത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതല്ല. അപ്പോൾ കാക്കയെ ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ കാക്കകളും നമ്മുടെ പുറകെ വരുന്നില്ലേ? നമുക്കിവിടെ വേണമെങ്കിൽ വിളിച്ചു കൂട്ടണം, നിങ്ങളെല്ലാം ഉടനെ വരേണ്ടതാണ്, പള്ളിമണിയൊക്കെ അടിക്കണം. കാക്കയ്ക്ക് അതിൻ്റെ പോലും ആവശ്യമില്ല. ആ ക്യാമറാഡറി, സംഘബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം അതിനകത്തുണ്ട്. അപ്പോൾ ഈ മിറർ ന്യൂറോൺസിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ആദ്യമായി ലോകത്തോട് പറഞ്ഞത് റിസലാറ്റി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ന്യൂറോളജിസ്റ്റാണ്. റിസലാറ്റിയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് രാമചന്ദ്രനും കൂട്ടരും മിറർ ന്യൂറോൺസ് സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ പറയുന്ന മിക്കവാറുമുള്ള എല്ലാ ന്യൂറൽ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് മിറർ ന്യൂറോൺസ് ആണ് വെച്ചാണ് ഇദ്ദേഹം എല്ലാം എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മിറർ ന്യൂറോൺസ് അവിടെ കുറവായിരുന്നു, ഇവിടെ കുറവായിരുന്നു, കൂടിപ്പോയി, ഇതാണ് എല്ലാം മിറർ ന്യൂറോൺസ് വെച്ച്. നമ്മൾ ഈ ചക്ക വെച്ച് കറി ഉണ്ടാക്കുമല്ലോ, ചക്ക വെച്ച് എന്താ പറയുക തോരനുണ്ടാക്കാം, ചക്ക വെച്ച് അവിയലുണ്ടാക്കാം, ചക്ക വെച്ച് പല സാധനങ്ങളുണ്ടാക്കാം അല്ലേ. അതേ കണക്ക് ഇദ്ദേഹത്തിനൊരു ഒബ്സഷനുണ്ട് രാമചന്ദ്രന്. അദ്ദേഹം മിക്കവാറും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മിറർ ന്യൂറോൺസിൻ്റെ ലാംഗ്വേജിലാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഓട്ടിസം. മനസ്സിലായില്ലേ? ഇപ്പോൾ റൊസലോറ്റിയുടെ കാര്യം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ഒരു ബേസിക്കായിട്ടൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഈ മറ്റുള്ളവരുടെ ഒരു വികാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ രണ്ട് രീതിയിൽ പറയാം. അസ്പെർജേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, ഓട്ടിസം എന്ന് പറയുന്ന വേറൊരു അസുഖമുണ്ട്. ഈ
ഈ അസ്പെർജറും ഈ ഓട്ടിസം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു അസുഖമല്ല ഓട്ടിസം, മറിച്ച് അതൊരു സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ആണ്. ഒരു പിടി രോഗലക്ഷണങ്ങളുടെ സമുച്ചയമാണ് ഓട്ടിസം. ഓട്ടിസം എന്ന് പറയുന്ന ഒരു രോഗം ഇല്ല യഥാർത്ഥത്തിൽ. അതായത് ഇപ്പോൾ കഴിഞ്ഞ അമേരിക്കയിൽ, ഞാൻ ഈ മിറർ ന്യൂറോൺസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മിറർ ന്യൂറോൺസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നത് നമ്മൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. മറ്റൊരാൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. ഉദാഹരണമായിട്ട് നാളെ രാവിലെ രമണി ഓഫീസിൽ വന്നിട്ട് രാവിലെ എന്നെ കാണുമ്പോൾ എന്തായിരിക്കും അവളുടെ മുഖഭാവം എന്ന് എനിക്കറിയാം എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ അവളെ റീഡ് ചെയ്യുകയാണ്. മറ്റുള്ളവരെ റീഡ് ചെയ്യാനായിട്ടുള്ള അസാമാന്യമായ കഴിവ് നമുക്കുണ്ട്. നമുക്ക് പ്രവചിക്കാൻ കഴിയും. നമ്മൾ ആളുകളൊക്കെ പറയും, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞാണ്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ സ്വയം റീഡ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ ഇൻറ്റേർണലി റീഡ് ചെയ്യുന്നത്, അതേ മെക്കാനിസം വെച്ചാണ് നമ്മൾ ഔട്ട്വേർഡ്ലി റീഡ് ചെയ്യുന്നത്. അല്ല, മറ്റുള്ളവരെ റീഡ് ചെയ്യാൻ വേറൊരു മെക്കാനിസം ഒന്നുമില്ല. നമ്മൾ സ്വയം റീഡ് ചെയ്യാം. ഇപ്പോൾ വിശപ്പ് വരുന്നു, 12:30 ആകുമ്പോൾ നമ്മൾ വിശപ്പ് വരും, നമ്മൾ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12:30 ആകുമ്പോൾ വിശക്കും, ആഹാരം കഴിച്ചില്ല. നമ്മുടെ വീട്ടിലൊരു അതിഥി വരുന്നു, 12:30 ആകുമ്പോൾ നമ്മൾ ചോദിക്കും കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. യു ജസ്റ്റ് റീഡിങ് ദം. ഈ റീഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സാധനങ്ങളാണ് മിറർ ന്യൂറോൺസ്. മിറർ ന്യൂറോൺസിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ്റെ സോഷ്യലൈസേഷൻ കപ്പാസിറ്റികൾ ഇല്ലാതാവും. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റികൾ ഇല്ലാതാവും. മറ്റുള്ളവരെ തിരിച്ചറിയാനും അവരുടെ വികാരങ്ങളോടുകൂടി താതാമ്യം പ്രാപിക്കാനുള്ള ശേഷി ഇല്ലാതാവും. അപ്പോൾ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിലുണ്ട്. ഏപ്പുകളുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു 95% പക്കയാണ്. അത് പല പല ഏരിയസിലാണ്. ആംഗുലർ ജൈറസിലുണ്ട്, ഫ്രണ്ടൽ കോർട്ടെക്സിലുണ്ട്, തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലും ഈ മിറർ ന്യൂറോൺസ് ഉണ്ട്. മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ന്യൂറോൺസ് ഒന്നും അല്ല, ഇതേ കണക്ക് റീഡ് ചെയ്യാനായിട്ടുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി റീഡ് ചെയ്യും. ഉദാഹരണമായിട്ട് മിറർ ന്യൂറോൺസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പോൺ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, നിങ്ങൾ ഈ അശ്ലീല ചിത്രം എന്നൊക്കെ പറയുന്നത്, അത് മൊത്തം പൂട്ടിപ്പോകും. കാര്യം വല്ലവരും ചെയ്യുന്നു, നമ്മൾ ഫീൽ ചെയ്യുന്നു. ബിക്കോസ് ഓഫ് മിറർ ന്യൂറോൺസ്. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡിന് മുന്നിൽ ഇതൊന്നും കാണിച്ചാൽ പ്രയോജനപ്പെടുത്തില്ല. കാര്യം അവനൊന്നും ഇതാവില്ല. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന ന്യൂറോൺസ്, അത് നമ്മുടെ മൊത്തം ന്യൂറോൺസിൻ്റെ സവിശേഷമായ ധർമ്മം നിർവഹിക്കുന്ന ന്യൂറോൺസ്, അതാണ് മിറർ ന്യൂറോൺസ്. ഇപ്പം തന്നെ പോൾ ആഡംസ് ബൗൾ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ബൗൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ബാറ്റ്സ്മാൻ എപ്പോഴും ആൻറ്റിസിപ്പേഷൻ ഉണ്ട്, എങ്ങനെ ബോൾ വരും, എത്ര പൊക്കത്തിൽ നിന്ന് വരും, എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നറിയാം. പോൾ ആഡംസ് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ എറിയുന്നു. അതുകൊണ്ട് ഈ ആക്ഷൻ വളരെ ഓക്വേർഡ് ആയതുകൊണ്ട് തലയ്ക്ക് കീഴ, നിങ്ങളൊരു പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ബൗളറായിരുന്നു, ഇപ്പം ആക്റ്റീവ് അല്ല. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ വളരെ ഓക്വേർഡാണ്, ഇങ്ങനെ എറിയുന്നത്. അപ്പോൾ ബാറ്റ്സ്മാൻ എപ്പോഴും റീഡ് ചെയ്യാൻ പറ്റത്തില്ല. എവിടുന്നാണ് പന്ത് വരുന്നത്, പെട്ടെന്ന് ആ സമയം മതി, ചിലപ്പോൾ LBW ആവുകയോ കുറ്റിയിടുകയോ. അപ്പോൾ ആളുകൾ എപ്പോഴും ഒരേ രീതിയിൽ വരികയാണെങ്കിൽ അയാളുടെ വസ്ത്രധാരണ രീതി നമുക്ക് ആളുകളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. അതിന് യൂണിഫോമൊക്കെ നഴ്സുമാരൊക്കെ എല്ലാ സ്കൂളിലൊക്കെ യൂണിഫോം എന്ന് പറയുന്നത് നമ്മൾ ഒരു സമൂഹത്തെ, യൂണിഫോമായിട്ടുള്ള ഒരു സമൂഹത്തെ പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? പലരും പല ഡ്രസ്സ് വരികയാണെങ്കിൽ ആരുടെയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരുപാട് സോഷ്യലൈസേഷൻ ഇമ്പാക്റ്റ് ഉള്ള സാധനമാണ്. ഇനി നിങ്ങളുടെ തലച്ചോറ് പല തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊരു രക്ഷ കേട്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ട് 5 തരംഗങ്ങൾ നിങ്ങളെ ഇതെടുക്കാമെന്നുണ്ടെങ്കിൽ, തലച്ചോറിലെ തരംഗങ്ങളുടെ റേറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ബീറ്റ തരംഗങ്ങളായിരിക്കും. അതൊരു 13 ഹെർട്സ് മുതൽ 30-40 ഹെർട്സ് വരെയാണ് ബീറ്റ. അത് കഴിഞ്ഞ് വരുമ്പോൾ ആൽഫ ആയിരിക്കും. ആൽഫ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ആൽഫ തരംഗങ്ങളായിരിക്കും തലച്ചോറ്. ഇലക്ട്രോഡുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൽഫ അതെന്ന് പറയുമ്പോൾ ഒരു 8 മുതൽ 13 ഹെർട്സ് വരെയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഉറക്കത്തിലേക്ക് പോവുക, സ്വപ്നമൊക്കെ പോകുമ്പോൾ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്ന മറ്റൊരു തരം തരംഗങ്ങളാണ്. അതെന്ന് പറയുന്നത് ഒരു 4.5 മുതൽ 7.5 വരെയുള്ള ആവൃത്തിക്കിടയിലായിരിക്കും. ഇനി 0.05 to 4 ആ ഹെഡ്സിനിടയിലുള്ള തരംഗങ്ങളാണ് നമ്മൾ പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത്. അത് ഡീപ്പ് സ്ലീപ്പിൽ വരുന്ന സാധനമാണ്. നമ്മളൊന്നും അറിയാതെ കിടക്കുന്ന അവസരത്തിലാണ് നമ്മുടെ തലച്ചോറ് വേറൊരു തരംഗങ്ങളായിരിക്കും. അതെല്ലാം നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ തലച്ചോറിൻ്റെ ഉണർച്ചയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മെഷീൻ വെച്ച് അറിയാൻ പറ്റും. ഇനി ഗാമ എന്ന് പറയുന്ന 5ാമതൊരെണ്ണം നമ്മളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അത് ഭയങ്കര ആക്ടിവിറ്റി നടക്കുമ്പോഴാണ് ഗാമ. അതായത് എബോവ് 40 ഹെർട്സ് to 100 ഹെർട്സ് വരെ ഉള്ള തരംഗങ്ങളായിരിക്കും തലച്ചോറ് പുറപ്പെടുവിക്കുക. നമ്മുടെ തലച്ചോറ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഗ്രാഫിക്കലായിട്ട് റെക്കോർഡ് ചെയ്ത് തരംഗങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഇത് സൂക്ഷ്മ തരംഗങ്ങളാണ്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തരംഗമാണ് മ്യൂ തരംഗം എന്ന് പറയുന്ന തരംഗമുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു ടെക്നിക്കാലിറ്റിയാണ്. മ്യൂ തരംഗം യഥാർത്ഥത്തിൽ ആൽഫ ബീറ്റ അതിൻ്റെ ആവൃത്തിക്കിടയിൽ നിൽക്കുന്നതാണ് മ്യൂ തരംഗം. പക്ഷേ മ്യൂ തരംഗം ശരിക്കും ആ ഗ്രാഫ് പേപ്പറിൽ ഒരു വല്ലാത്ത ക്ലസ്റ്റർ പോലെയുള്ള ഒരു റെക്കോർഡായിരിക്കും ഉണ്ടാവുക. അതൊരു സവിശേഷ തരംഗമാണ് മ്യൂ തരംഗം. ഈ മ്യൂ തരംഗം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ഘട്ടത്തിൽ മ്യൂ തരംഗം ഇല്ലാതാവും. എന്താണെന്നറിയോ? നിങ്ങൾ എന്തെങ്കിലും വൊളിഷണലായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാം, സ്വന്തം ഇച്ഛയോടുകൂടി എന്തെങ്കിലും കാര്യം ചെയ്യാം,
അന്നേരം മ്യൂ തരംഗം ഉടനെ ആ ഗ്രാഫിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതായത് വൊളിഷൻ ഉണ്ടല്ലോ, നമ്മൾ സ്വയം ചെയ്യുന്നത് മറ്റുള്ളവർ പറഞ്ഞ് ചെയ്യിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ സ്വയം എന്തെങ്കിലും ചെയ്യുകയാണെന്നിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോഴേ ഈ മ്യൂ തരംഗങ്ങൾ സപ്രസ്ഡ് ആയി പോകും ഗ്രാഫിൽ. ഇത് നമ്മളിലെല്ലാം സംഭവിക്കുന്നൊരു കാര്യം, മനസ്സിലായോ? നമ്മൾ സ്വയം ചെയ്യുന്നത് മാത്രമല്ല, വേറൊരാൾ സ്വയം എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിന്നാലും ഈ മ്യൂ തരംഗങ്ങൾ സപ്രസ്ഡ് ആവും. ഇതാണ് രാമചന്ദ്രൻ ഇതിനകത്തൊരു ടെക്നിക്കലായിട്ട് പറയുന്ന ഒരു സാധനം. ഈ മ്യൂ തരംഗങ്ങൾ നമ്മളെന്തെങ്കിലും വൊളിഷണൽ ആക്ട് ചെയ്യുമ്പോഴും സപ്രസ്ഡ് ആവും, വേറെ ആരെങ്കിലും വൊളിഷണലായിട്ട് ആക്ട് ചെയ്യുമ്പോഴും മ്യൂ തരംഗങ്ങൾ സപ്രസ്ഡ് ആവും. ഇവിടെ നിന്നാണ് അദ്ദേഹം ഓട്ടിസത്തിലേക്ക് വരുന്നത്. ലാംഗ്വേജ് ഞാൻ വിടുകയാണ്, ലാംഗ്വേജ് ഞാൻ വേറൊരു ക്ലാസ്സിൽ അവതരിപ്പിക്കാം. എന്തായാലും ലാംഗ്വേജിൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ ലാംഗ്വേജ് നമ്മൾ പലപ്പോഴും നമ്മൾ കരുതുന്നുണ്ട് ലാംഗ്വേജ് നമ്മൾ മൊത്തത്തിൽ ഇറക്കി തന്നതാണ്, അവിടെ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊന്നും അല്ല ലാംഗ്വേജ് വന്നിട്ടുള്ളത്. ലാംഗ്വേജ് നമ്മൾ യഥാർത്ഥത്തിൽ പണ്ട് വളരെ കുറച്ച് ഭാഷകളും കുറച്ച് വാക്കുകളേ ഉണ്ടായിരുന്നുള്ളൂ. ആ വാക്കുകളും ഭാഷകളും ഇങ്ങനെ ഭിന്ന ഭിന്നമായിട്ട് പോവുകയാണ്. പെട്ടെന്നൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന ഒന്നാണ്, ഇന്നത്തെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഏതാണ്ട് 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വാക്കുകളുണ്ട്. 1755 ഡോക്ടർ സാമുവൽ ജോൺസന്റെ ഡിക്ഷണറിയിൽ 40,000 വാക്കുകളേ ഉള്ളൂ. അന്ന് അദ്ദേഹം നല്ല ലിറ്ററേച്ചർ എഴുതുന്ന സമയമാണ്. ഷേക്സ്പിയറിൻ്റെ സമയത്തേക്ക് പോകുന്നത് 27,000 വാക്കുകളാണ്. ചോസറുടെ സമയത്തേക്ക് വരുമ്പോൾ 23,000-നും 22,000-നും ഇടയ്ക്കുള്ള വാക്കുകളേ ഉള്ളൂ. പിന്നെയും പുറകോട്ട് 1066 11-ാം നൂറ്റാണ്ടിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ തന്നെ ഇല്ല എന്ന് പറയാം. അന്ന് ഏതാനും 10,000-10,000 വാക്കുകളേ ഉള്ളൂ. പിന്നെ കുറേ കൂടെ പുറകോട്ട് പോകുമ്പോൾ ആംഗ്ലോ സാക്സൺ പീരീഡ് വരുമ്പോൾ ഇംഗ്ലീഷ് ഇല്ല. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഒരു മാതൃഭാഷ എന്ന് പറയാവുന്ന പല ഭാഷകളുണ്ട്. പക്ഷേ ആ വാക്കുകളുടെ എണ്ണം പിന്നെയും കുറയാണ്. AD 1-ാം നൂറ്റാണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 ലാംഗ്വേജ് ഉണ്ടാവും. ആ ഓരോ ലാംഗ്വേജിലും ഏതാനും 1000 വാക്കുകൾ. ഒരു BC 500-ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ലാംഗ്വേജ്, ഓരോ ലാംഗ്വേജിലും 1000 വാക്കുകൾ. ഒരു BC 1000-ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 ലാംഗ്വേജ്, ഓരോ ലാംഗ്വേജിലും ഒരു 500 വാക്കുകൾ. ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഒരു BC 3000-ലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെ 4000-ലേക്കൊക്കെ പോകുമ്പോൾ മൊത്തം 3-4 ഭാഷ, ഓരോ ഭാഷയിലും 100-150 വാക്കുകൾ. പിന്നെയും പുറകോട്ട് പോകുമ്പോൾ 2 ഭാഷ 50 വാക്കുകൾ. പിന്നെയും പുറകെ പോകുമ്പോൾ ഒരു ഭാഷ 25 വാക്കുകൾ. പിന്നെയും പുറകോട്ട് പോകുമ്പോൾ ഒരു ഭാഷ 5 വാക്കുകൾ, ഒരു ഭാഷ 2 വാക്കുകൾ, ഒരു ഭാഷ വാക്കില്ല, ഭാഷയില്ല. ഒന്നും ഇല്ലാതെയാണോ ഇതെല്ലാം ഉണ്ടായെന്ന് ചോദിക്കുന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായി? നമ്മൾ ഗ്രണ്ടിങ്ങും മോർണിങ്ങും അലറലും ഒക്കെ ആയിരുന്നു ആദ്യത്തെ മനുഷ്യനുണ്ടായിരുന്നത്. അതൊന്നും ഭാഷയല്ല. ഭാഷയെന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസം. ഞാൻ ഭാഷയെക്കുറിച്ച് തിരുവനന്തപുരത്തൊരു ക്ലാസ് ഞാൻ ഏറ്റിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഭാഷയുടെ ഓരോരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് തലച്ചോറിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. നിങ്ങൾ അർത്ഥം അറിയാനായിട്ടൊരു മേഖലയുണ്ടെന്നും സ്ട്രക്ചർ അറിയാനായിട്ട് വേറൊരു മേഖലയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. കാര്യം വേർണിക്കസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇടതേ ടെമ്പറൽ ലോബിലെ വെർണിക്കസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹമാണ് വേർണിക്കസ് ഏരിയ. ഇവിടെ എന്തെങ്കിലും ഹെമറേജോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോക്ക് വന്നിട്ട് ഈ ഭാഗം പോകുന്നവർക്ക് അർത്ഥം അറിയാൻ പറ്റുന്നില്ല. അവർ ബാക്കിയെല്ലാം പറ്റും, സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവർ ചവറ് പോലെ സംസാരിക്കുകയാണ്. ഞാൻ ഇന്നലെ പോയി ഡാമിനകത്ത് വെള്ളം പോയി 25 വിക്കറ്റ് എടുത്ത് 44 എടുത്ത്, എന്നിട്ട് കൃഷ്ണദാസ് പോയി ഉമ്മൻചാണ്ടി ഇരുമ്പ് ഉരുക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഇരുമ്പ് ഉരുക്കിൽ പോയി എന്ന് പറയും. ഇരുമ്പ് ഉരുക്കിൽ പോയി ഗ്രാമാറ്റിക്കലി ശരിയാണ്, പക്ഷേ ഇരുമ്പ് ഉരുക്ക് ബിക്കോസ് ദേ ഡോണ്ട് നോ ലാംഗ്വേജ്. സെമാൻറ്റിക്കലായിട്ടുള്ള സാധനം പോയി നോക്കുമ്പോൾ എന്താണ്, വെർണിക്കസ് ഏരിയ പോയി. ഇനി വേറൊരു ഏരിയ ഉണ്ട്, നമ്മളെ ഫ്രണ്ടൽ ലോബിന് അടുത്ത് വരുന്ന ബ്രൊക്കാസ് ഏരിയ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ബ്രൊക്കാസ് ഏരിയ പോൾ ബ്രൊക്ക എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റാണ്. ആ ഏരിയയാണ് ശരിക്കും സിൻഡാക്സ് കൈകാര്യം ചെയ്യുന്നത്. എന്താണ് സിൻഡാക്സ്? പദങ്ങളുടെ അടുക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ എടുക്കുക, രാമ കിൽഡ് രാവണ, അതിൻ്റെ ഒരു എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അർത്ഥം പോയി. രാവണ കിൽഡ് രാമ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്, കിൽഡ് രാമ രാവണ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. മലയാളത്തിലെ കുഴപ്പമില്ല, രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പോൾ രാവണനെ കൊന്നു, രാമൻ കൊന്നു, രാമൻ രാവണനെ. കാര്യം അത് ഒരു സിന്തറ്റിക് ലാംഗ്വേജ് ആണ്, വിഭക്തികൾ വെച്ചായതുകൊണ്ട് അത് എങ്ങനെ ഇട്ടാലും അത് കണക്ക് വരും. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല. അപ്പോൾ സിൻഡാക്സ് വളരെ പ്രധാനമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ സിൻഡാക്സ് മാത്രം ആണ് ഈ ബ്രൊക്കാസ് ഏരിയ കൈകാര്യം ചെയ്യുന്നത്. ബ്രൊക്കാസ് ഏരിയയിൽ ഹെമറേജ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സിൻഡാക്സ് എല്ലാം പോകും, അർത്ഥമൊക്കെ ഉണ്ടാവും. അപ്പോൾ രാമചന്ദ്രൻ ഒരു രോഗിയെക്കുറിച്ച് വേർണിക്കസ് ഏരിയക്ക് ഡാമേജ് വന്ന് സ്ട്രോക്ക് വന്ന ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു രോഗിയിൽ രാമചന്ദ്രൻ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായി. അയാൾക്ക് ഒരു റൂം കൊടുത്തിട്ട് അതിനകത്തൊരു ക്ലോസ് സർക്യൂട്ട് ടെലിവിഷൻ വെച്ച് അയാൾ വായിക്കുകയാണ്, പുസ്തകങ്ങൾ വായിക്കുകയാണ്. അയാൾക്ക് അർത്ഥം ഒരു പ്രശ്നമല്ല, അതേസമയം അയാൾക്ക് സിൻഡാക്സ് ഓക്കെയാണ്, ബ്രൊക്കാസ് ഏരിയ ഓക്കെയാണ്, വെർണിക്കസ് ഏരിയ പോയി. അപ്പോൾ ഇയാൾ പുസ്തകം എടുത്ത് ഇങ്ങനെ വായിക്കുകയാണ്. അപ്പം ടെലിവിഷനിനകത്തൂടെ അയാളുടെ പടം ഇങ്ങനെ കാണുന്നുണ്ട്. രാമചന്ദ്രൻ ഡോക്ടർമാരും പുറത്ത് നിൽക്കുകയാണ്, ഇങ്ങനെ അറിയുന്നില്ല, ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പുസ്തകം എടുത്ത് വായിച്ചിട്ട് അതിനകത്ത് പേനയൊക്കെ എടുത്ത് വെച്ച് അടയാളപ്പെടുത്തി പടമൊക്കെ വരച്ച് വെച്ച് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുസ്തകത്തിൻ്റെ മേളിൽ തന്നെ ഇരുന്ന് ഉറങ്ങി.
തിരിച്ച് രാമേന്ദ്രനും കൂട്ടരും വന്ന് നോക്കി ബന്ധു ഇയാൾ പുസ്തകം എല്ലാം വായിച്ച് അതിനകത്ത് അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. തമിഴ് പുസ്തകമാണ്. അമേരിക്കക്കാരനാണ്, അയാൾക്ക് തമിഴൊന്നും അറിയത്തില്ല. അയാൾക്ക് അർത്ഥം ഒരു പ്രശ്നമല്ല. അതിന് അയാൾ വെർണിക്കസ് ഏരിയ അടിച്ചു പോയിരിക്കുന്നു. ബ്രൊക്കാസ് ഏരിയ അയാൾ ആകെ നോക്കുന്ന സിൻടാക്സ് മാത്രമാണ്. സിൻടാക്സ് വെച്ചാൽ എന്തോ അർത്ഥം എന്തായാലും പ്രശ്നമല്ലെന്നേ. എന്നാലോചിച്ച് ഭാഷയുടെ ഓരോരോ ഘടകങ്ങൾ പോലും ഓരോരോ ഭാഗങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തലച്ചോറിന് ഏകത ഞാൻ എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് നിങ്ങളെ വീണ്ടും വീണ്ടും ഞാൻ ഡേറ്റ തരികയാണ്. നിങ്ങളോട് ഒന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ബ്രൊക്കാസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് പോൾ ബ്രൊക്ക. ആംഗുലർ ജൈറസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആ താഴെ കാണുന്ന ആ പീച്ച് കളറിൽ കാണുന്നതാണ് ആംഗുലർ ജൈറസ്. അതുപോലെ തന്നെ സുപ്രാ മാർജിനൽ ജൈറസ്. സുപ്രാ മാർജിനൽ എന്ന് വെച്ചാൽ സുപ്ര എന്ന് പറഞ്ഞാൽ മേളിലോ, മാർജിനൽ എന്നൊക്കെ അറിയാമല്ലേ. എല്ലാം ടെക്നിക്കൽ ടേംസ്, വളരെ സിമ്പിളാണ്. ഇതിനകത്ത് പദങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഒരു 10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളും എളുപ്പമാണ്. അപ്പോൾ ലോബ്, ഇപ്പോൾ ഒരു സുപ്പീരിയർ ലോബ് എന്ന് പറയുമ്പോൾ മേളിലത്തെ അറ്റത്ത് വരുന്ന, താഴെ എന്ന് പറയുന്നത് ഇൻഫീരിയർ, മറ്റേത് മീഡിയൽ. എല്ലാം സിമ്പിളാണ്. കുറേ 4 ലോബുകൾ, ഓക്സിപെറ്റൽ, ടെമ്പറൽ, പരേറ്റൽ, ഫ്രണ്ടൽ. സോ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ 5 സാധനങ്ങളാണ് ശരിക്കും ഈ പറയുന്ന 5 സാധനങ്ങളാണ് ഭാഷയുടെ നിർമ്മിതി കേന്ദ്രം. വെർണിക്കസ്, ആംഗുലർ ജൈറസ്, സുപ്രാ മാർജിനൽ ജൈറസ്, ഓഡിറ്ററി കോർട്ടെക്സ് ആൻഡ് ബ്രൊക്കാസ് ഏരിയ. ഇത്രയും സാധനങ്ങൾ വെച്ചാണ്, ആ കാണിക്കുന്ന സാധനങ്ങൾ വെച്ചാണ് ഭാഷയുടെ മുഴുത്ത ഭാഷ, പൂർണ്ണമായ ഭാഷ കിട്ടുന്നത്. ചിലപ്പോൾ ഭാഷ ഉണ്ടാവും, ഓഡിറ്ററി കോർട്ടെക്സ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഭാഷയെന്ന് പറഞ്ഞാൽ വെറും ഒരു ഭാഷയല്ല, അതിന് പല പല കാഴ്ചയ്ക്ക് ഈ 30 ഘടകങ്ങളുള്ളതുപോലെ ഭാഷയ്ക്കും ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊരു ഭാഗം സ്ട്രോക്ക് വന്ന് പോയി കഴിഞ്ഞാൽ പോയി. സ്ട്രോക്ക് വന്ന് പോയി കഴിഞ്ഞാൽ പോയി എന്ന് പറയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവരെ ചികിത്സിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നിങ്ങൾ ചോദിക്കാറുണ്ട്. ചില ആൾക്കാർ 2 മാസം കഴിഞ്ഞൊക്കെ കുറേശ്ശെ സംസാരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ കണക്കാക്കേണ്ട 2 കാര്യമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും ന്യൂറോ ജെനിസിസ്. 2 ടൈം ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. ന്യൂറോ ജെനിസിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന രീതിയാണ്. മനസ്സിലായില്ലേ? ആംഗുലർ ജൈറസിലൊക്കെ ശരിക്കും പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഹൈപ്പോതലാമസിലാണ് ഏറ്റവും കൂടുതൽ കോശങ്ങൾ. 700 കോശങ്ങൾ ന്യൂറോൺസ് ഒരു ദിവസം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അതൊന്നുമല്ല യഥാർത്ഥത്തിൽ. 100 ബില്യൺ കോശങ്ങളുടെ ഇടയിൽ 700 കോശങ്ങൾ ഒരു ദിവസം ഉണ്ടായാലും ഒന്നുമല്ല. പക്ഷേ തലച്ചോറിൽ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇപ്പം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ പറയുന്ന തലച്ചോറിൻ്റെ കോശങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നില്ല എന്നാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം തലച്ചോറിലെ കോശങ്ങൾ. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരുപാട് കോശങ്ങൾ പുതുതായിട്ടുണ്ട്. ന്യൂറോ ജെനിസിസ് ആണ്. ഈവൻ ദോ ദേ ആർ നോട്ട് മൾട്ടിപ്ലൈയിങ് ബട്ട് ന്യൂ സെൽസ് ആർ ജനറേറ്റഡ്. സ്റ്റെം സെൽസ് വെച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു വാദത്തിലാണ് ഇപ്പോൾ ന്യൂറോ സയൻസ് വന്നിരിക്കുന്നത്. മറ്റൊന്നുള്ളതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിമണ്ണ് അല്ലെ ബബിൾ ഗം എടുത്ത് പല രൂപത്തിലാക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കാണ്. പശിമ എന്ന് പറയും, പല ഫോമിലേക്ക്. അപ്പോൾ നിങ്ങളുടെ താടിയെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം ഉണ്ടെന്നിരിക്കുന്നത് തലച്ചോറ്. താടിയെല്ലാം പോയി, അതിൻ്റെ തൊട്ടടുത്തൊരു ഭാഗം താടിയുടെ ഇത് ഏറ്റെടുക്കാം. സംസാരത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം ഓഡിയോ കോർട്ടെക്സിൻ്റെ ഒരു ഭാഗം ഉണ്ടെന്നിരിക്കട്ടെ, അതങ്ങ് അടിച്ചുപോയി. തൊട്ടടുത്തിരിക്കുന്ന ഒരു ഭാഗം വേണമെങ്കിൽ ആ ധർമ്മം ഏറ്റെടുക്കാം. മനസ്സിലായില്ലേ? അയാൾ കയറി തോള് കൊടുക്കാം. ഇതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റിക്ക് നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പല ആൾക്കാരും തലച്ചോറ് സ്വയം റിപ്പയർ ചെയ്യും. അങ്ങനെയാണ് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ചില നഷ്ടപ്പെട്ട ശേഷികൾ ഭാഗികമായെങ്കിലും തിരിച്ചു വരുന്നത് ഈ പ്ലാസ്റ്റിസിറ്റി ഓഫ് ദ ബ്രെയിൻ എന്നുള്ള ടേമാണ്. അപ്പോൾ ന്യൂറോജെനിസിസ് ആൻഡ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ഇനി ഞാൻ മെറ്റഫോറിനെ കുറിച്ച് പറഞ്ഞാണ്. യു മോക്ക് മൈ ബ്ലൈൻഡ്നെസ് ഡു യു, ഐ സേ ദാറ്റ് യു വിത്ത് ബോത്ത് യുവർ ഐസ് ആർ ബ്ലൈൻഡ്. ഇത് ഇഡിപ്പസ് പറയുന്നതാണ്. ഇഡിപ്പസിൻ്റെ കഥ നിങ്ങൾക്കറിയാം. ഇഡിപ്പസ് ഒരു രാജകുമാരനായിരുന്നു. പുള്ളി ഹി കിസ്ഡ് ഹിസ് മദർ ആൻഡ് കിൽഡ് ഹിസ് ഫാദർ. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം നശിപ്പിക്കും, രാജകൊട്ടാരം നശിപ്പിക്കും, രാജാവിനെ കൊല്ലുമെന്നുള്ള ഒരു അശരീരം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തെ കാട്ടിൽ കൊണ്ടുപോയി കളയുകയും ചെയ്യുന്നുണ്ട് ഇഡിപ്പസിന്. പക്ഷേ കാട്ടിൽ കൊണ്ട് കളയുമ്പോൾ കൊണ്ട് കളയാനൊരു സേനാനായകനാണ് കൊണ്ട് കളയുന്നത്. അയാൾക്ക് ഈ കുട്ടിയെ കൊല്ലാനായിട്ട് മനസ്സ് വരുന്നില്ല. അപ്പോൾ അയാൾ ആ കുട്ടിയുടെ കൈയുടെ ഒരു വിരൽ അറുത്തിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കും. വർഷങ്ങൾ കഴിയും. ഈ കുട്ടിയെ അവിടുത്തെ ഉള്ള ഒരു ഗോത്രത്തലവനെടുത്ത് വളർത്തും. രാജാവ് വർഷങ്ങൾക്ക് ശേഷം അവിടെ വേട്ടയാടാൻ ചെല്ലുമ്പോൾ ഈ പയ്യൻ വളർന്ന് വലിയ ചെറുപ്പക്കാരനായി അയാളുമായിട്ട് ചലഞ്ചിലാവും, യുദ്ധം ചെയ്യും. യുദ്ധത്തിൽ രാജാവിനെ ഈ മകൻ കൊല്ലും. മകനാണെന്ന് മകനും അറിയില്ല, രാജാവിനും അറിയില്ല. അപ്പോൾ രാജാവിൻ്റെ ശിങ്കിടിമാരെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഞങ്ങളുടെ രാജാവിനെ കൊന്നിരിക്കുന്നു, ഞങ്ങൾ അനാഥരായിരിക്കുന്നു, അങ്ങ് വന്ന് ഞങ്ങളുടെ നാട് ഭരിക്കണം എന്ന് പറയും. അങ്ങനെ ഇയാളെയും പൊക്കിയെടുത്തുകൊണ്ട് ഈ നായാട്ട് സംഘം തിരിച്ച് രാജധാനി വരും. അപ്പോൾ അവിടെ വരുമ്പോൾ അയാളെ രാജാവായിട്ട് അവരോധിക്കും. അപ്പോൾ രാജാവായിട്ട് അവരോധിക്കുമ്പോൾ അമ്മയാണ് രാജ്ഞി. അപ്പം രാജാവിനെ കൊന്നു കഴിഞ്ഞാൽ രാജ്ഞിയെ വിവാഹം കഴിക്കണമെന്നാണ്. അയാൾ അമ്മയെ വിവാഹം കഴിക്കും. 3 കുട്ടികൾ അമ്മയിലുണ്ടാകും.
അതാണ് ഇഡിപ്പസ് എന്ന് പറയുന്ന ദുരന്ത കഥാപാത്രം, ഗ്രീക്ക് കഥാപാത്രം. എന്നിട്ട് അയാൾ ഇത് അറിയുന്നുണ്ട്. ഒരു പ്രവാചകൻ വരുമ്പോൾ ഇവിടെ മുഴുവൻ ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെ രാജ്യത്ത് ഇങ്ങനെ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രവാചകൻ വന്ന് പറയുന്നു, ഈ വളരെ ഹീനസായിട്ടുള്ള വളരെ ഹീനമായ ഒരു കൃത്യം ചെയ്ത ഒരാൾ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, അയാൾ കാരണമാണ് ഈ രാജ്യത്തിന് ഇത്രയും ദുരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇഡിപ്പസ് പറയുന്നുണ്ട്, ആരാണ് അയാൾ, പറയൂ, അവൻ്റെ തല ഞാനിപ്പോൾ ചോദിക്കുക. അപ്പോഴാണ് ഇഡിപ്പസിനോട് പറയുന്നത്, ആ മനുഷ്യൻ നീ തന്നെ. ഇതൊക്കെ ബൈബിളിലൊക്കെ അതേ കണക്ക് വരുന്നുണ്ട്. ഇതൊക്കെ പഴയ സാഹിത്യത്തിൻ്റെ ഭാഗമാണ്. ഇതാണ്, നീയാണ് ആ മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. അയാളെ തിരിച്ചറിയുന്നു. ഹി ബ്ലൈൻഡ്സ് ഹിംസെൽഫ്. അയാൾ സ്വയം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചുകൊണ്ട് മൂത്ത മകളോടുകൂടി പലായനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇഡിപ്പസിൻ്റെ ഒരു വാചകമാണ്, യു മോക്ക് മൈ ബ്ലൈൻഡ്നെസ് ബട്ട് ഡു യു ആൻഡ് ബട്ട് ഐ സേ ദാറ്റ് യു വിത്ത് ബോത്ത് യുവർ ഐസ് ആർ ബ്ലൈൻഡ്. നിങ്ങൾ രണ്ട് കണ്ണുകളുമുള്ള നിങ്ങൾ അന്ധരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാര്യം എന്താണ്? രൂപകമാണത്, അതൊരു മെറ്റഫോറാണ്. ഈ മെറ്റഫോർ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ജീവികൾ നമ്മൾ മാത്രമാണ്. മനസ്സിലായില്ലേ? ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് ഞാൻ പറഞ്ഞതുപോലെ രൂപങ്ങൾ, ആംഗുലർ ജൈറസ് എന്ന് പറയുന്ന ഭാഗമാണ് ശരിക്കും രൂപകാലങ്കാരങ്ങളുടെ നിർണ്ണയത്തെ സഹായിക്കുന്നത്. ആംഗുലർ ജൈറസിന് ക്ഷതമേറ്റ പലരും മെറ്റഫോർ ബ്ലൈൻഡ് ആയിരിക്കും. അവർക്ക് ചിന്തിക്കുക, ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല, എന്താ അർത്ഥം എന്ന് ചോദിക്കുക. മെറ്റഫോർ ബ്ലൈൻഡ് ആണ് അയാൾ, കുഴപ്പമൊന്നുമില്ല. അയാൾ ചിലപ്പം ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കും, ഒരു പ്രശ്നവുമില്ല, അടിപൊളി. പക്ഷേ മെറ്റഫോർ ബ്ലൈൻഡ് ആണ്. അപ്പോൾ അയാൾ മിന്നുന്നതെല്ലാം പൊന്ന, എന്താ അർത്ഥം? മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പറഞ്ഞാൽ ഈ മിന്നുന്ന എല്ലാ വസ്തുക്കളും സ്വർണ്ണമല്ല എന്ന് വെച്ചാൽ, അല്ല, ഈ സ്വർണം മിന്നുമല്ലോ, അപ്പോൾ എല്ലാ വസ്തുക്കളും അത് കണക്ക് മിന്നില്ല എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം ശരിക്കും അയാൾക്ക് പറയാൻ പറ്റത്തില്ല. അയാൾ അതിൻ്റെ ലിറ്ററൽ മീനിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കളക്ടറായിരിക്കും. അതാണ് മെറ്റഫോർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ചില വിചാരിക്കും അത് പോട്ടെ. ഈ നിങ്ങൾ രണ്ട് സൈറ്റുകൾ കണ്ടു ഭാഷയുടെ. ഇതിൽ ഒരെണ്ണത്തിൻ്റെ പേര് ബൂബ എന്നാണ്, ഒരെണ്ണത്തിൻ്റെ പേര് കിക്കി എന്ന് പറയുന്നത്. ഇതിൽ ഏതാ കിക്കി? ആദ്യത്തോ രണ്ടാമത്തെയോ? രണ്ടാമത്തെ ഒരു ബൂബ, ഒന്നാമത്തത് കിക്കി. ഇതിൽ ഏതാണ് കിക്കി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആദ്യത്തേതാണ് കിക്കി എന്ന് പറയുന്നത്. കൈവൊക്കെ 3 പേരേ ഉള്ളൂ. ആദ്യത്തേതാണ് ബൂബ എന്ന് പറയുന്നത്. കൈവൊക്കെ ഒന്നുകൂടെ ഐ ഗിവ് യു വൺ മോർ ചാൻസ്. ഈ 2 രൂപങ്ങളിൽ ആദ്യത്താണ് കിക്കി. നിങ്ങൾക്ക് അറിയത്തില്ല, കിക്കിയാണ് ആദ്യത്തെ എന്ന് പറയുന്നത്. കൈവൊക്കെ മോർ തോന്നില്ല. എന്നാലും നിങ്ങൾ ആദ്യപ്പെട്ടെ, നിങ്ങൾ ഇൻഹിബിറ്റീവ് ആണെന്ന് കുഴപ്പമില്ല. മനസ്സിലാക്കുക, ലോകമെമ്പാടും ഇത് കാണിച്ചാൽ ഗോത്രവർഗ്ഗങ്ങൾ തൊട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്, ഈ പടം കാണിച്ചിട്ടുണ്ട്. അതിൽ 98% ആൾക്കാർ ഒരൊറ്റ ഉത്തരമാണ് പറഞ്ഞത്. ആദ്യം കാണുന്നത് കിക്കി, രണ്ടാമത്തെ ബൂബ. അത് ഏത് മെക്സിക്കോയിൽ കാണിച്ചപ്പോഴും ഇന്ത്യയിൽ കാണിച്ചപ്പോഴും കൊച്ചു പിള്ളേരോട് കാണിച്ചപ്പോഴും സ്ത്രീകളോട് കാണിച്ചപ്പോഴും എന്ന് വെച്ചാൽ കിക്കിയുടെ ആ കിക്കി എന്നുള്ള സൗണ്ടും അതിൻ്റെ ആ ഷേപ്പും തമ്മിലൊരു ബന്ധമുണ്ട്. അത് ലാംഗ്വേജിലാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഇനി നമ്മൾ ഓട്ടിസത്തിലേക്ക് വരികയാണ്. ഓട്ടിസത്തിൽ ഇതിനെ നമ്മൾ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് 1943 അമേരിക്കക്കാരനായിട്ടുള്ള ലിയോ കാനർ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ഓസ്ട്രിയക്കാരനായിട്ടുള്ള ഹാൻസ് അസ്പെർജറുമാണ് ഒരേ സമയം കണ്ടെത്തുകയും അവർ ഒരേ സമയം ഇതിന് ആ പേര് കൊടുക്കുകയും ചെയ്തു. ഒന്നാലോചിക്കുക, അസ്പെർജറും കാനറും ഇതിന് കൊടുത്ത പേര് ഓട്ടിസം എന്നാണ്. ഒരാൾ ഓസ്ട്രിയക്കാരനും ഒരാൾ അമേരിക്കക്കാരനാണ്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നർത്ഥം. ഓട്ടോഫോബിയ, സ്വയം പേടി. ഓട്ടോമാനിയ, ഒറ്റയ്ക്ക് പോയിരിക്കാനുള്ള മേനിയ അല്ലേ. ഓട്ടോമൊബൈൽ, സ്വയം സഞ്ചരിക്കുന്ന. ഓട്ടോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഓട്ടോറിക്ഷ, സ്വയം ചലിക്കുന്ന കുതിരവണ്ടി അല്ലാത്ത. അപ്പോൾ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ്, സ്വയം ഒതുങ്ങിക്കൂടുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് എൻ്റെ അർത്ഥം. ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം വേറെ ആരും ഈ ലോകത്തില്ല എന്നുള്ളതാണ് കാര്യം. സമൂഹമായിട്ട് ഇടപഴകാനും മിങ്കിൾ ചെയ്യാനുമായിട്ടുള്ള അവരുടെ ശേഷി എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ പരിമിതമായിരിക്കും. ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡർ ഒരു സ്പെക്ട്രമാണ്. ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇത്രയും വരും, മൊത്തമുണ്ട്. അതിൽ മൈൽഡ് ഓട്ടിസം ഉള്ളവരുണ്ട്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. മൈൽഡ് ഓട്ടിസം വലിയ കുഴപ്പമൊന്നുമില്ല. സിവിയർ ഓട്ടിസം ഉള്ളവരുണ്ട്. സിവിയർ ഓട്ടിസം ഉള്ള ഒരാളെ കാണിച്ചുകൊണ്ട് ഞാനിത് തുടങ്ങി. ഇത്ര കഷ്ടമാണ് ഓരോ കാര്യങ്ങൾ. അതായത് ഓട്ടിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റുള്ള ഒരാൾ, ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി, മൈൽഡ് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. മൈൽഡ് ഓട്ടിസം ബാധിച്ച കുട്ടികളെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഞാൻ പറയാം. ഉദാഹരണമായിട്ട് ഞാൻ കുറച്ച് ഫങ്ഷൻസ് പറയാം. ഇന്ന് അമേരിക്കയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 80% 80-ൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് പറയുന്നത്.
80 100 വേറൊരു സ്റ്റഡി ഉണ്ട്. നമ്മളുടെ ഇടയിൽ എത്ര പേര് ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും ധാരണയില്ല. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളും ഡയഗ്നോസിസും ഒക്കെ വളരെ ഇപ്പോഴും അത്ര അപ് ടു ദ വെസ്റ്റേൺ മാർക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെ എൻ്റെ കാരണം. പക്ഷേ ഓട്ടിസം അമേരിക്കൻ പ്രതിഭാസമോ യൂറോപ്യൻ പ്രതിഭാസമോ ഒന്നും അല്ല. ഇതൊരു ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. ഒരു കുട്ടിയുടെ എംബ്രിയോ വളർന്നിട്ട് അതിൻ്റെ ന്യൂറൽ ട്യൂബ്സ് വഴി ബ്രെയിൻ ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3-4 വർഷങ്ങളിലാണ് ശരിക്കും ഡെവലപ്മെൻറ്റിൻ്റെ നല്ല ഭാഗം നടക്കേണ്ടത്. ഇതിൻ്റെ താളവും രൂപവും ഒക്കെ മാറിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള അനോമലീസ് ഉണ്ടാവും. ഓട്ടിസം പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് 2-ാം വയസ്സിലോ 1.5, 2, 2.5, 3 വയസ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ അമ്മമാരൊക്കെ പലപ്പോഴും ഭയങ്കരമായിട്ട് പറയും, ഓഹ് എൻ്റെ പൊന്നോമന ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ടൊരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, മുഖത്ത് നേരെ നോക്കില്ല, നമ്മുടെ കണ്ണുകളിൽ നോക്കില്ല. നമുക്കറിയാം നമ്മുടെ മുഖം എന്ന് പറയുന്നൊരു മോണിറ്ററാണ്. ശരിക്കും ദർ ആർ മെനി ഐക്കൺസ് ഇൻ അവർ ഫേസ്. ആ ഐക്കൺസ് ടച്ച് ചെയ്തോ നോക്കിയാണ് ആളുകൾ നമ്മളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ തിരിച്ചറിയുന്നത്. പുച്ഛമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ സഹായ മനസ്ഥിതിയാണോ എന്നൊക്കെ അറിയുന്നത് നമ്മുടെ മുഖം എന്ന് പറയുന്ന സാധനം ഫ്യൂസിഫോൺ ജൈറസിൽ വെച്ച് സ്കാൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ഒരു വലിയൊരു ഡേറ്റ ഫയൽ ഉണ്ടാക്കും. അതിൽ പലതും പൊരുത്തപ്പെടാത്തതാണെന്ന് പിന്നെയാണ് അറിയുന്നത്. അങ്ങനെയാണ് പലരും പ്രണയത്തിലൊക്കെ വീഴുന്നവർ പലപ്പോഴും ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നില്ലേ, അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ അയാളുടെ മുഴുവൻ ജീനുകളൊക്കെ പരിശോധിച്ച് അയാളുടെ വെയറബൌട്ട്സൊക്കെ അറിഞ്ഞിട്ടൊന്നും ലവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും പ്രൈമറി ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു ജീവി തന്നെയാണ് മനുഷ്യൻ. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വെറുതെ അല്ല. യു വിൽ നെവർ ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് ടു മേക്ക് എ ഫസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയാണ് ഈ കാണുന്ന ആൾക്കാരെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് അയാളുമായിട്ട് ഇടപെടുന്നത് ആദ്യമൊക്കെ ഒന്ന് കാണുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ വിനയം അഭിനയിക്കുന്നത്. കാര്യം വിനയം നന്നായിട്ട് വിറ്റുപോകുന്ന ഒരു സാധനമാണ്. നമുക്ക് ആർക്കും വിനയം ഉള്ളവരല്ല. വിനയം എന്ന് പറയുന്ന സാധനമേ നമ്മളിലില്ല. നമ്മൾ വിനയം ആദ്യ നാളെ തൊട്ടേ അഭിനയിക്കുന്നത്, അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി എടുക്കുന്നത്, അത് റിവാർഡിംഗ് ആണ്. റിവാർഡിംഗ് ആയിട്ടുള്ള സാധനം. വിനയം കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് സാധ്യതകളുണ്ട്, ഉയർച്ചയുണ്ട്, നേട്ടമുണ്ട്. നല്ലത് പറയും. നല്ലത് പറയുമ്പോൾ നമ്മുടെ അതിജീവനം പുഷ്ടിപ്പെടും. ഇതൊക്കെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ മുഖം ഒരു മോണിറ്റർ ആണെങ്കിൽ ഓട്ടിസ്റ്റിക് ചൈൽഡ് ഏറ്റവും അധികം ചെയ്യുന്നൊരു കാര്യം, അവൻ ഒരിക്കലും മുഖത്ത് നോക്കില്ല, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കില്ല. ബിക്കോസ് അവനെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തിയേ ഇല്ല. നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി ഇല്ല എന്ന് മാത്രമല്ല, അവനെന്ന് പറയുന്നൊരു വ്യക്തിയും പലപ്പോഴും ഇല്ല. അവൻ്റെ വസ്ത്രം മാറിക്കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു ഓട്ടിസം വളരെ മൈൽഡ് തൊട്ട് ഞാൻ സിവിയർ ഒരെണ്ണമാണ് കാണിച്ചത്. സിവിയർ എന്താ കാണിച്ചിരിക്കുന്നത്? അവൻ തലയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ സ്വിങ്ങിങ് ആയിരിക്കും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓൺനെസ് ആണ്, എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ ഈ പയ്യനെ എടുത്ത് ഞാൻ പറയാം. ഇവൻ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണ്. ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉള്ള കുട്ടികളൊക്കെ സാവൻസ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. ഭയങ്കര മഹാപ്രതിഭകളായിരിക്കും എന്ന് പറയുന്നത്. ചിലപ്പോൾ 3, 4, 5 അക്കമുള്ള 4 സംഖ്യകൾ കൊടുക്കാന്നുണ്ടെങ്കിൽ മണിമണി പോലെ പറയുന്ന കുട്ടികളുണ്ട്. ഭയങ്കര ഓട്ടിസ്റ്റിക് ആണ്, ഹൈ ഫങ്ഷനിങ് ഓട്ടിസമാണ്. അവരൊരിക്കലും തളരത്തില്ല. അവിടെ ഓടുകയൊക്കെ ആണെങ്കിൽ ചുമ്മാ കിലോമീറ്ററോളം ഓടി നിന്നിരിക്കും. പിന്നെ ഒരു സിനിമയൊക്കെ വേണമെങ്കിൽ പല ആൾക്കാരുണ്ട്, ഈ ചില സിനിമകളൊക്കെ ഒന്നിലധികം പേര് കാണുന്നവരൊക്കെ ശ്രദ്ധിക്കണം, അതൊരു ഓട്ടിസ്റ്റിക് ടെൻഡൻസിയാണ്. മനസ്സിലായോ? കാരണം ടു മച്ച് ഓൺനെസ്റ്റ് ടു ഇറ്റ്. ദാൻ ഈവൻ ജെയ്സൺ മക്ലെയിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, ഇവൻ ഒരു അമേരിക്കൻ സ്കൂളിലായിരുന്നു. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ബാസ്കറ്റ് ബോളിൽ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ അവനൊരു എബോവ് ആവറേജ് ഒന്നും ആയിരുന്നില്ല, എന്നാലും നന്നായിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ അവനെ ടീമിൻ്റെ മാനേജറാക്കി. ഒരു ദിവസം ഒരു സെമി ഫൈനൽ, ഒരു സ്കൂൾ കോമ്പറ്റീഷൻ സെമി ഫൈനൽ വന്നപ്പോൾ 2006 അവസാനം അവൻ്റെ സ്കൂള് വലിയ തോതിൽ പുറകിൽ നിൽക്കുമ്പോൾ ഇവൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞ് അവനെ ഇറക്കണം. ഇവൻ്റെ പടമൊക്കെ ആയിട്ട് അവർ വന്നിരുന്നു, മുഖം വെച്ചുള്ള ഈ ഫ്ലെക്സ് ബോർഡൊക്കെ ആയിട്ട്. അപ്പോൾ അവൻ വലിയ ഹീറോ ആണ്, ഓട്ടിസം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇതുണ്ട്. ഇവൻ അവസാനത്തെ 4 മിനിറ്റിൽ ഇറങ്ങിയിട്ട് 20 പോയിന്റ് സ്കോർ ചെയ്തു. ജസ്റ്റ് ആ ടീം അവൻ്റെ സ്കൂൾ ജയിക്കുകയും ചെയ്തു. ഈ 20 പോയിന്റിൽ 3 പോയിന്റ് ഉണ്ട്. 3 പോയിന്റ് സ്കോർ ചെയ്യുക വെച്ചാൽ ഒരുപാട് ദൂരെ നിന്ന് വലയിൽ എറിഞ്ഞിട്ട്, അതാണ് 3 പോയിന്റ് കിട്ടും. ഇവൻ അങ്ങനെ 3 എണ്ണം ചെയ്തു അവസാനത്തെ 4 മിനിറ്റിൽ. മെഷീൻ കണക്കാണ്, ദൂരെ കൊണ്ടുവന്ന് ഒറ്റ ഇടുക, കറക്റ്റായിട്ട് വീഴുക. ഇതെന്താണെന്നറിയോ? യവൻ പിള്ളേരെല്ലാം പോയി കഴിഞ്ഞാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിട്ട് അടിച്ച് സ്കോർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അവനൊരു മടുപ്പില്ല. അവൻ അങ്ങനെ സ്കോർ ചെയ്ത് അവനൊരു മെഷീനായി മാറി. അതാണ് അവസാനത്തെ 4 മിനിറ്റ് പ്രയോജനപ്പെട്ടത്. പക്ഷേ അവൻ്റെ മറ്റ് സ്കില്ലുകളൊന്നും അത്രയ്ക്ക് അങ്ങ് എബോവ് അല്ലാത്തതുകൊണ്ട് അവന് സൂപ്പർ സ്റ്റാർ ഒന്നും ആയില്ല. പക്ഷേ അവൻ പ്രൊഫഷണലായിട്ട് മാറിയിട്ടുണ്ട്. ഇവനെ ഹൈ ഫങ്ഷനിങ് ഓട്ടിസത്തിലെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 10 പേരിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മാത്തമാറ്റിക്സ് ജീനിയസുകളുണ്ട്, ഡോക്ടറേറ്റ് എടുത്ത 2-3 പേരുണ്ട്, പബ്ലിക് സ്പീക്കേഴ്സ് വരെ ഉണ്ട് ഓട്ടിസത്തിൽ. പക്ഷേ അവർ നിൽക്കുന്നത് ഈ എൻഡിലാണ്. മനസ്സിലായില്ല? ഈ എൻഡിലാണ്, അതായത് ഹൈ ഫങ്ഷനിങ് ആണ്. പക്ഷേ നമ്മൾ ഇങ്ങോട്ടുള്ള എൻഡ് സഞ്ചരിക്കുമ്പോഴാണ് അവസാനം ഈ തലയിടിക്കുന്ന ആളെ കണ്ടത്. അവൻ എന്താ ചെയ്യുന്നത്? അവൻ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് അവർ ഹെൽമെറ്റ് വെച്ച് കൊടുത്തത്. ഹെൽമെറ്റ് വെക്കുമ്പോൾ അവർ 2 കാര്യങ്ങൾ നോക്കണം. ഈ ഹെൽമെറ്റിൽ ഇടിക്കുമ്പോൾ
അവൻ്റെ കൈക്കും പരിക്ക് വെക്കാൻ പാടില്ല, അവൻ്റെ തലയ്ക്കും പരിക്ക് പറ്റാൻ പാടില്ല. അപ്പോൾ അതേ കണക്കുള്ള ഒരു ഫൈബർ പ്ലസ് കുഷ്യൻ ആ ഒരു സാധനമാണ് അവർ ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടിക്കാതിരിക്കാം. കൈ പിടിച്ച് മാറ്റി കഴിഞ്ഞാൽ അവൻ ഇടിക്കത്തില്ല, കൈ വിട്ട് കഴിഞ്ഞാൽ അവൻ വീണ്ടും ഇടിച്ചുകൊണ്ടിരിക്കും. അത് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നവരെ ഇടിച്ചുകൊണ്ടിരിക്കും. ടു മച്ച് ഓൺനെസ് ടു ദാറ്റ്. അവർക്ക് ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും സാധനം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ എന്താ ചെയ്യുന്നത്, അവർ ആ സാധനം വെച്ച് ഇങ്ങ് കളിച്ചുകൊണ്ടിരിക്കും. ആഹാരം കഴിക്കാനൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുത്ത് നമ്മൾ മാറ്റുകയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് അവർ ഈർഷ്യ കാണിച്ച് ദേഷ്യമൊക്കെ കാണിക്കും. അവരത് മാറ്റാൻ ക്യൂബ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നതാണെങ്കിലും എന്തു ചെയ്യുന്നു അത് തന്നെ ചെയ്യാം. ടു മച്ച് യൂണി ഡയമെൻഷനിലായിരിക്കും. ഓട്ടിസത്തെക്കുറിച്ച് പറയാൻ മറ്റൊരു കാര്യം, ഇതൊരു ആൺകുട്ടി രോഗം എന്നാണ് അറിയപ്പെടുന്നത്. ബോയ്സ് ഡിസീസാണ്. കാര്യം 4 ആൺകുട്ടികൾക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടിക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് കാണപ്പെടുന്നത്. പക്ഷെ ആൺകുട്ടിയുടെ രോഗം എന്ന രീതിയിൽ മാത്രം ഇതിനെ ട്രീറ്റ് ചെയ്താലേ ശരിയാവില്ല. കാര്യം അങ്ങനെ ഒരു ജെൻഡർ ബയസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ സംബന്ധിച്ച് ഗവേഷണങ്ങളൊന്നും ശരിയായി വരില്ല. പെൺകുട്ടികൾക്കും വരാറുണ്ട്, പക്ഷെ കൂടുതലും ആൺകുട്ടികൾക്കാണ് വരുന്നത് എന്നുള്ളതാണ് സത്യം. ഇനി അതുപോലെ തന്നെ ഇറ്റ്സ് എ ലൈഫ് ലോങ് കണ്ടീഷൻ. പലപ്പോഴും ചിലർക്കൊക്കെ മാർജിനലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ബേസിക്കലി ആ ജീവിതാവസാനം വരെ ഓട്ടിസ്റ്റിക് ആയിരിക്കാനാണ് സാധ്യത. ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ അവർക്ക് പ്രശ്നമില്ല, പക്ഷേ പ്രശ്നമെല്ലാം ചുറ്റുമുള്ളവർക്കാണ്. ഇതിന് വേണ്ടുന്ന കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവസാനത്തെ ജീവിതത്തിന് 1-2 വർഷമായിരിക്കും. ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. രാത്രിയിൽ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി മുലപ്പാൽ കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ കിടന്ന കരയും, അതിന് മുലപ്പാൽ കൊടുത്തപ്പോൾ കുറക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും പാല് കൊടുക്കാൻ പറ്റും. ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ മേളിൽ ലാഡർ കയറി മേളിൽ പോവും, അവിടെ നിന്ന് ഓടി നടക്കും, വീട് മുഴുവൻ ഓടി നടക്കും. രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും. അവനെ പിടിച്ചൊതുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അനുഭവിക്കുന്ന ആ വേദന അല്ലെങ്കിൽ ആ ദുഃഖം എന്ന് പറഞ്ഞാൽ അവർ പലരും ശാപമാണ്, ദൈവകോപമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് 1-2 ദിവസം അങ്ങനെ പറയാം, 3-ാം ദിവസം ചെയ്യും. ഇതൊന്നും ഉത്തരങ്ങളല്ല. അപ്പോൾ ഇതൊരു വലിയൊരു വിഷയമായിട്ട് വരികയാണ്. അത് ഒരു ഡെവലപ്മെൻ്റൽ ഡിസീസാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പല ബോഡി മൂവ്മെൻറ്റ് ചിലപ്പോൾ ഞാൻ പറയാം അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ധാരണയില്ല. ഇപ്പോൾ ഒരു തുണിയില്ലാതെ ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് കിടക്കുകയാണ്, അവന് തുണിയില്ലാതെ കിടക്കുന്നത് കാരണം അവനെ സംബന്ധിച്ചില്ല, നമുക്കാണ് പ്രശ്നം. എക്സസീവ് ഡ്രൂളിങ്, ഒലിപ്പിക്കുക, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവൻ ഹി ഡസൻ കെയർ. പിന്നെ അതുപോലെ തന്നെ കൈ ഇങ്ങനെ കുട്ടി ഇങ്ങനെ അടിച്ചു, എന്തെങ്കിലും ഇങ്ങനെ അടിച്ചുണ്ട്. പിന്നെ നിസ്സാരമായ കാര്യങ്ങളിൽ അഗാധമായ സന്തോഷം. അതാണ് നമ്മൾ വളരെ നിസ്സാരമെന്ന് കാണുന്ന കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ നമ്മൾ വളരെ ഗൗരവം എന്ന് കരുതുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു സ്വന്തം അമ്മ മുന്നിൽ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്താൽ പോലും ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് ശ്രദ്ധിക്കുക പോലുമില്ല. നമുക്ക് പെയിനൊക്കെ ആയിട്ട് നമ്മൾ മുന്നിൽ കിടന്ന് പടഞ്ഞാലും അവനെ സംബന്ധിച്ച് ആദർ എന്ന് പറയുന്ന ആളില്ല. അപ്പം രാമചന്ദ്രൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ന്യൂറോൺസിൻ്റെ ശക്തമായ അഭാവം ഇവരിലുണ്ട് എന്നുള്ളതാണ്. മിറർ ന്യൂറോൺസ് മസ്തിഷ്കത്തിൽ എവിടെയൊക്കെ നല്ല രീതിയിൽ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ടോ അവിടെയെല്ലാം വലിയ തോതിൽ കുറവുള്ളത് കൊണ്ടാണ് ഈ സോഷ്യലൈസേഷൻ ആസ്പെക്ട്സ് നഷ്ടപ്പെടുന്നത്. 2 രീതിയിൽ, ഒന്ന് സോഷ്യലൈസേഷൻ, മറ്റത് മോട്ടോർ ചലനപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പെർസെപ്ഷണലായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സോഷ്യലൈസേഷൻ്റെ കാര്യത്തിലാണ്. ചില ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അവരെന്നാണ് അസ്പെർജേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്ന പ്രത്യേക പേര്. അവർ മൈൽഡ് ഓട്ടിസമാണ്. അവർ ഭയങ്കര റെക്ലൂസ് ആയിരിക്കും, അധികം സംസാരിക്കില്ല, ആളുകളായിട്ട് ഇടപെടില്ല, മുറി അടച്ചിരിക്കും, പക്ഷെ പഠിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഡോക്ടറേറ്റൊക്കെ എടുത്തെന്നിരിക്കും, ചിലപ്പോൾ ജോലി കിട്ടിയെന്നിരിക്കും, പക്ഷേ സോഷ്യലൈസേഷൻ വളരെ മോശമാണ്. അവരെയാണ് അസ്പെർജേഴ്സ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത് ഈ സ്പെക്ട്രം ഓഫ് ഡിസീസിലെ ഒരു വേർഷനായിട്ടാണ്. ഈ കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, സാമൂഹ്യപരമായിട്ടുള്ള, അതുപോലെ തന്നെ ഒബ്സസീവ് ഇൻസിസ്റ്റൻസ് ഓൺ ദ സെയിംനെസ്, ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി തിയറി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മുടെ തലച്ചോറിനെല്ലാം ഉണ്ട്. അതായത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് വരുമെന്ന്. അത് മറ്റുള്ളവരെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. മിക്കവാറും നമ്മളെക്കുറിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭ്രാന്ത് പിടിക്കാതെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് നമ്മളെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് പ്രഡിക്ഷൻസ് ഉണ്ട്, നമ്മൾ തന്നെ നടത്തുന്നുണ്ട്. മിക്കവാറും എല്ലാം ശരിയാണ്. ഒരു ജ്യോതിഷി നടത്തുന്നതിൻ്റെ 10 ഇരട്ടി ശരികളാണ് നമ്മളെക്കുറിച്ചും ചുറ്റുമുള്ളവരെക്കുറിച്ചും. അവൾ മിക്കവാറും സഹായിക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വി റീഡ് അതേഴ്സ് ആൻഡ് വി റീഡ് അവർ സെൽസ്. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സാങ്കേതികതയാണ് തിയറി ഓഫ് മൈൻഡ്. തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമല്ല, നമ്മുടെ തലച്ചോറിൻ്റെ ഒരു നിലപാടാണ്. ഈ തിയറി ഓഫ് മൈൻഡ് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി ബ്രോക്കൺ മിറേഴ്സ്, ഉടഞ്ഞ കണ്ണാടി എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ്റെ മിറർ ന്യൂറോൺസ് സ്ട്രക്ചർ വളരെ വീക്കാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികളെ നിരവധി മസ്തിഷ്ക ഇമേജ് ഇതെങ്ങനെ കണ്ടുപിടിച്ചു, ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കും. ഒരുപാട് ഇമേജിങ് നടത്തിയിട്ടുണ്ട്. എറിക് ക്രുഷൻസ് എന്ന് പറയുന്ന ഒരു ന്യൂറോളജിസ്റ്റാണ് ഇത് തുടങ്ങി വെച്ചത്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മസ്തിഷ്കം താരതമ്യേന വലുതും വെൻട്രിക്കിളുകൾ അല്ലെങ്കിൽ അറകൾ വീർത്തതുമാണ് എന്നുള്ളതാണ്. അവരുടെ മസ്തിഷ്ക അറകൾ വീർത്തിരിക്കുന്നതും തലച്ചോറിന് പൊതുവിലുള്ളതിനേക്കാൾ അല്പം കൂടി വലുപ്പമുണ്ട് എന്നുള്ളത് ലോകമെമ്പാടും സ്ഥിരീകരിക്കപ്പെട്ടുള്ള കാര്യം. ഒരു വലിയ തലയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ സെറിബെല്ലത്തിൻ്റെ കാര്യത്തിലും ചില വ്യതിയാനങ്ങളുണ്ട്. സെറിബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. സെറിബെല്ലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട്, ഈ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ്റെ വാക്കിംഗ് ഒക്കെ പലപ്പോഴും കാണാം. അവരിങ്ങനെ സൈഡ് ചെരിഞ്ഞോ അല്ലെങ്കിൽ തേമ്പിയോ മോഹൻലാൽ മോഡലിലൊക്കെ ആയിരിക്കും പലപ്പോഴും പോകുന്നത്. അപ്പം കോർഡിനേഷൻ ഇല്ല പലപ്പോഴും. അപ്പോൾ അവർക്കൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഇങ്ങനെ കൈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ആ പഞ്ചായത്തിൽ എല്ലാം ആയെന്ന് വരും. അപ്പോൾ ഇത് പേശീപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ചലനങ്ങളിലെല്ലാം പ്രശ്നം സെറിബെല്ലത്തിൻ്റെ പ്രശ്നം. നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. കുടിച്ചിട്ട് വരുന്നവർക്ക് നാക്ക് കുഴയുന്നതും അവർക്ക് സെറിബെല്ലമാണ് പ്രശ്നം. അപ്പോൾ സെറിബെല്ലത്തിൻ്റെ പ്രശ്നങ്ങളാണോ ഓട്ടിസത്തിൻ്റെ എന്നുള്ളതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഓട്ടിസത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെറിബെല്ലം എടുത്തു വെച്ച് പഠിച്ചു നോക്കിയപ്പോൾ സെറിബെല്ലം ഇല്ലാതെ ജീവിച്ച ആൾക്കാരുണ്ട്. സെറിബെല്ലം ഇല്ലാതെ ജീവിച്ച ഏതാണ്ട് 9ഓളം ആൾക്കാരുണ്ട്. അതിൽ ഈ അടുത്തിടെ 2014 ഒരു കേസ്, 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചൈനയിൽ കണ്ടെത്തി. അവൾക്ക് ഇമേജിങ് എടുത്ത് നോക്കിയപ്പോൾ സെറിബെല്ലം ഇല്ല. സെറിബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മസ്തിഷ്കത്തിലുള്ള മൊത്തം ന്യൂറോൺസിൻ്റെ പകുതിയും സെറിബെല്ലത്തിലാണ്. സെറിബെല്ലം ഇല്ലാതെ ഈ കുട്ടി ജീവിച്ച് അവൾക്ക് ചാടാൻ പ്രയാസമാണ്. പിന്നെ അതുപോലെ തന്നെ വൊമിറ്റിങ് വരും. അതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ, തലവേദന, വലിയ പെട്ടെന്നുള്ള ആക്ഷൻസ് ഒന്നും പറ്റുന്നില്ല. പക്ഷേ അവൾ 24 വയസ്സ് വരെ ജീവിച്ചൊരു കുഴപ്പമില്ല. ആളുകളെ തിരിച്ചറിയാം. സാമൂഹ്യപരമായ ഒരു പ്രശ്നമില്ല. അപ്പോൾ സെറിബെല്ലം ഇല്ലാത്ത ആൾക്ക് പോലും അങ്ങനെ ജീവിക്കാൻ പറ്റുമ്പോൾ സെറിബെല്ലത്തിലെ പ്രശ്നമല്ല ഓട്ടിസം എന്ന് വരികയാണ്. അതാണ് ഞാൻ. ഇനി ഡിസ്ഫങ്ഷണൽ മിറർ ന്യൂറോൺ സിസ്റ്റം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഇദ്ദേഹം കണ്ടെത്തിയ ഞാൻ മുമ്പ് മ്യൂ വേവ്സിനെ കുറിച്ച് പറഞ്ഞു. അതായത് നമ്മൾ എന്തെങ്കിലും വൊളിഷണലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മ്യൂ വേവ്സ് സപ്രസ്ഡ് ആവും. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഒരു വൊളിഷണലായിട്ട് ചെയ്യുമ്പോഴും മ്യൂ വേവ്സ് സപ്രസ് ആവും. ഓട്ടിസം കുട്ടികളിൽ അവരെന്തെങ്കിലും സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ മ്യൂ വേവ്സ് സപ്രസ്ഡ് ആവും. പക്ഷേ വേറെ ആരെങ്കിലും അതേ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മ്യൂ വേവ്സ് സപ്രസ്ഡ് ആവത്തില്ല. ഇതാണ് ഏറ്റവും വലിയ മിറർ ന്യൂറോണുമായിട്ട് ഇത് ഘടിപ്പിക്കേണ്ട കാര്യം. അതായത് ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാവരും സ്വന്തമായ ഇച്ഛപ്രകാരം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മ്യൂ വേവ്സ് സപ്രസ്ഡ് ആകും. വേറെ ആരെങ്കിലും സ്വന്തം ഇച്ഛപ്രകാരം എന്തെങ്കിലും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നാലും മ്യൂ വേവ്സ് സപ്രസ്ഡ് ആവും. നമ്മൾ ഇലക്ട്രോഡ്സ് വെച്ച് കൊടുത്താൽ മതി, അറിയാൻ പറ്റും മ്യൂ വേവ്സ് അവിടെ ഉണ്ടാവില്ല, സപ്രസ്ഡ് ആവും. അതേസമയം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചിൽഡ്രൻ പരീക്ഷിച്ചപ്പം മനസ്സിലായത് അവർ സ്വന്തം ഇച്ഛപ്രകാരം എന്തെങ്കിലും ചെയ്താൽ മ്യൂ വേവ്സ് സപ്രസ്ഡ് ആവും. പക്ഷേ വേറെ ആരെങ്കിലും സ്വന്തം ഇച്ഛപ്രകാരം എന്തെങ്കിലും ചെയ്യുന്നത് അവർ കണ്ടുകൊണ്ടിരുന്നാൽ അവരിൽ മ്യൂ വേവ്സ് സപ്രസ് ആവത്തില്ല. കാര്യം മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് രാമചന്ദ്രൻ്റെ തിയറി. ഇതൊരു ഫുൾ പ്രൂഫ് തിയറി ഒന്നുമല്ല, തർക്കം നടക്കുന്ന തിയറിയാണ്. ചില അമ്മമാരൊന്നും ഇതിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്, ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇനി EEG പരീക്ഷണം നടത്തി ഇദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ്. EEG പരീക്ഷണത്തിൻ്റെ ഒരു ഗുണമുണ്ട്. എൻസെഫലോഗ്രാഫ് ആകുമ്പോൾ ഈ തലച്ചോറ് തുറന്ന് അതിനകത്തേക്ക് ഇലക്ട്രോഡ്സ് ഒന്നും കടത്തണ്ട, പുറത്ത് തന്നെ വെച്ച് നമുക്ക് ഈ വേവ്സ് വെച്ചുകൊണ്ട് തന്നെ ഇമേജിങ് നടത്താൻ പറ്റും. വേവ്സ് എന്താണ് ചെയ്യുന്നത്. രാമചന്ദ്രൻ ഈ സങ്കീർണമായിട്ടുള്ള ഒരു ടെസ്റ്റിലും താല്പര്യമില്ല. പുള്ളി ഒരു പഴഞ്ചനാണ് അക്കാര്യത്തിൽ. പുള്ളി വളരെ ലളിതമായിട്ടുള്ള ടെസ്റ്റുകൾ വെച്ച് നമുക്കൊരു എന്താ പറയുക, ഒരു ക്ലിനിക്കൽ ലെവലിൽ ചെയ്യാവുന്ന ടെസ്റ്റുകൾ വെച്ചാണ് പുള്ളി പലപ്പോഴും. ഇവർ രണ്ടുപേരുമാണ് ഓട്ടിസം ആൻഡ് വീക്ക് ന്യൂറോൺ സിസ്റ്റം. മ്യൂ തരംഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ്റെ വേറൊരു പ്രത്യേകത, അവർക്ക് പഴഞ്ചൊല്ലുകളും രൂപങ്ങളും വ്യാഖ്യാനിക്കാൻ പ്രയാസം ഉണ്ടാകും. അപ്പോൾ അവർ ആംഗുലർ ജൈറസിന് പ്രശ്നമാണ്. ആംഗുലർ ജൈറസ് ആണ് ശരിക്കും നമ്മളുടെ മെറ്റഫോറിക്കൽ അവയർനെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ ആംഗുലർ ജൈറസിന് സ്വാഭാവികമായിട്ട് പ്രശ്നമാണ്. ആംഗുലർ ജൈറസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ ഏറ്റവും കൂടുതൽ മിറർ ന്യൂറോൺസ് ഉള്ള ഒരു ഏരിയയാണ്. എവിടെയൊക്കെയാണോ മിറർ ന്യൂറോൺസ് കൂടുതലായിട്ടുള്ളത് അവിടെ എല്ലാം കുറവുണ്ടാകുമ്പോഴേ ഒരു സമുച്ചയമായിട്ടാണ് ഓട്ടിസം വരുന്നതെന്നാണ് രാമചന്ദ്രൻ പറയുന്നത്. പിന്നെ അവർക്ക് സെൽഫ് റെപ്രസെൻറ്റേഷൻ സെൻസ് ഇല്ല, സ്വയം താനാണ് എന്നുള്ള ഒരു ബോധമില്ല എന്ന് ഞാൻ പറയും. അതേ കണക്ക് തന്നെ മറ്റുള്ളവരുടെ വേദന അവർക്കൊരു പ്രശ്നമല്ല, മറ്റുള്ളവരില്ല അവരെ സംബന്ധിച്ച്. ഇപ്പം നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുണ്ടാവും.
മറ്റുള്ളവരെ കുറിച്ച് അപരബോധം ഉണ്ടാവും. ഇവർ പലപ്പോഴും കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നതിൽ അവർ ഹരം കണ്ടെത്തും. അവർക്ക് ഒരു പ്രശ്നമില്ല. ഒരു എന്തെങ്കിലും ചുറ്റിയൊക്കെ എടുത്ത് മണ്ടൊക്കെ അടിച്ചിട്ട് അവരിങ്ങനെ ഇരിക്കും. ഇങ്ങനെ വലിയ ഭീകരമായ അവസ്ഥയുണ്ട്. ഞാനിവിടെ ഇത്രയും പറഞ്ഞത് ആ പ്രശ്നത്തിൻ്റെ ആകുന്ന മഞ്ഞുമലയുടെ ഒരു മുനമ്പ് മാത്രമേ ഞാൻ സ്പർശിച്ചിട്ടുള്ളൂ യഥാർത്ഥത്തിൽ. ഇത് കൂടുതൽ ഈ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. എന്നാലും ഇനി അദ്ദേഹം കുറേ ഇത് ചെയ്യുന്നുണ്ട്. ബയോ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയാവുന്നില്ല. ബയോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെഷീനിലേക്ക് ഒരു ഓഡിയോ വിഷ്വൽ ഡിസ്പ്ലേയിലേക്ക്, ഉദാഹരണമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കണക്ഷൻ കൊടുത്തിട്ട് അതിങ്ങനെ മിടിക്കുന്നതായിട്ട് ഒരു മോണിറ്ററിൽ വരിക. എന്നിട്ട് ഹൃദയം പെട്ടെന്ന് മിടിക്കുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ആക്കുക. നമ്മൾ മെല്ലെ ആക്കുമ്പോൾ അത് മെല്ലെ ആകുക. അപ്പോൾ നമുക്ക് ആ ബയോ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഓരോരോ അവയവങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ ഈ ബയോ ഫീഡ്ബാക്ക് വെച്ച് ചെയ്യാൻ പറ്റും. ഇതേ കണക്ക് ഓട്ടിസം ചിൽഡ്രനും ബയോ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് അവരുടെ ഈ പറഞ്ഞ, അതായത് ഈ സ്വന്തം ഇച്ഛപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് മ്യൂവേഴ്സ് നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. MDMA പാർട്ടി ഡ്രഗ്സ് എന്ന് പറയുന്ന ഔഷധം വൈകാരികമായ തന്മയീഭാവം വർദ്ധിപ്പിക്കും. പതോജനുകൾ എന്ന് വിളിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റുകളുടെ ധാരാളിത്തം വർദ്ധിപ്പിച്ചാണ് ഇത് നേടിയെടുക്കുന്നത്. പ്രൈമേറ്റുകളിലൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഇത്തരം പതോജനുകൾ. ഇവയുടെ കുറവ് ഓട്ടിസത്തിന് കാരണമാകുന്നുണ്ടോ? MDMAയുടെ തന്മാത്രാ തലത്തിൽ പരിഷ്കരിച്ച ഉപയോഗത്തിലൂടെ ഈ രോഗത്തിന് ഏറ്റവും അസഹനീയമായ ചില ലക്ഷണങ്ങൾ ലഘൂകരിക്കാനാവില്ലേ എന്ന് രാമചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അഫിലിയേഷൻ ഹോർമോൺസ് എന്നറിയപ്പെടുന്ന പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ എന്നീ ഔഷധങ്ങളുടെ ഉപയോഗം സാമൂഹ്യ ബന്ധങ്ങൾ നമ്മൾ ഈ പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും ഒക്കെ പലപ്പോഴും ഈ പാർട്ടി കൂടുതൽ നമ്മൾ സാമൂഹ്യ ബോധമുണ്ട്, ആ ചിരിയൊക്കെ ഉണ്ടാകാനായിട്ട് പലരും അടിച്ച് കഴിക്കാറുണ്ട് ആ ഡള്ളായിരിക്കുമ്പോഴൊക്കെ. പക്ഷെ ഇതൊക്കെ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻസിന് കൊടുക്കാവുന്നതാണ്. രാമചന്ദ്രൻ വളരെ റെഗുലേറ്റിംഗ് ആയിട്ട് കൊടുക്കുക. അവർക്ക് സാമൂഹ്യ ബോധം മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറേ എംപതജനുകൾ അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഡാൻസിങ്, പലപ്പോഴും ഈ മിററുള്ള ഹാളിൽ വെച്ചുകൊണ്ട് ഈ ഓട്ടിസ്റ്റിക് ചിൽഡ്രനെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യാന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഡാൻസ് ചെയ്യുന്ന നമ്മളെ നോക്കി വേറെ ഡാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? തന്മയി ഭാവം. മിറർ ന്യൂറോൺസാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഡാൻസ് ചെയ്യുന്ന അയാൾ ഡാൻസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മളത് നോക്കി പഠിക്കുകയാണ്. ഇത് ഗ്ലാസ്സുള്ള മുറികളിൽ ഓട്ടിസ്റ്റിക് ചിൽഡ്രനെ കൊണ്ടുവന്നിട്ട് ഇത്തരം ഡാൻസിങ് ടെക്നിക്ക് വഴി അവരുടെ ഡിഫക്റ്റ് ആയിട്ടുള്ള മിറർ ന്യൂറോൺ വ്യവസ്ഥ ഉണർത്താൻ കഴിയുമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം വെക്കുന്നുണ്ട്. ഇനി അദ്ദേഹം വെക്കുന്ന ഒരു സാധനമാണ് പനി. സെയിലിൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന തിയറി ഉണ്ട്. ഞാനത് ഈ ഒരു ഘട്ടത്തിൽ അത് വിശദീകരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. സെയിലിയൻ ലാൻഡ്സ്കേപ്പിൽ അദ്ദേഹം പറയുന്ന ഒരു സാധനമുണ്ട്, ഇമോഷണൽ ഷീസേഴ്സ് പറയുന്നതിൽ ഓട്ടിസം ആൻഡ് ഫീവർ. പല അമ്മമാരും പറയാറുണ്ട് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് കടുത്ത പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് വളരെ ബാലൻസ്ഡ് ആയിരിക്കും അവരെന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. കാര്യം പനി എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസിൽ ശരിക്കും അതിൻ്റെ തെർമോസ്റ്റാറ്റാണ്, ചൂട് നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അവിടെയാണ് ഈ പനി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ ന്യൂറോ കെമിക്കൽ കമ്പോണൻസ് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ അതിന് ഒരു സ്പിൽ ഓവർ എഫക്റ്റ് ഉണ്ടെന്ന് പറയാം. എല്ലാ പനിക്കും നമ്മുടെ തലച്ചോറിൽ മൊത്തത്തിൽ ഒരു സ്പിൽ ഓവർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂവി പോവുക, ചാർജുകളുടെ ചൊരിച്ചിൽ എന്ന് പറയാം. ആ ചൊരിച്ചിൽ വരുമ്പോൾ എന്താ അറിയും, ഈ ഓട്ടിസം ചിൽഡ്രൻ്റെ ഏറ്റവും വലിയ പ്രധാനം പറഞ്ഞാൽ അവർക്ക് സീഷ്യസ് ഉണ്ടാവും, ചുഴലി എന്ന് പറയും. അവർ വീണ് ചുഴലി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ചില കുട്ടികൾക്ക് ചെറിയ ചുഴലികളായിരിക്കും, ചില കുട്ടികൾക്ക് ചുഴലി വന്നു കഴിഞ്ഞാൽ അപ്പം 2 ദിവസം എഴുന്നേൽക്കുകയില്ല, സീഷ്യസ് എന്ന് പറയും. അപ്പോൾ ഈ സീഷ്യസ് വരുന്നതെന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ കൊടുങ്കാറ്റുകളാണ്, ന്യൂറോ കെമിക്കൽ കൊടുങ്കാറ്റുകളാണ് ഈ ചുഴലി എന്ന് പറയുന്നത്. ചില ആൾക്കാർ ചുഴലി വരുമ്പോൾ ഇരുമ്പൊക്കെ എടുത്ത് പിടിക്കുന്നതാണ്. അല്ലേ, ഞങ്ങളുടെ നാട്ടിലെ ഈ കത്തിക്ക്, കൊല്ലം സൈഡിലൊക്കെ കത്തിക്ക് ഇരുമ്പെന്നാണ് പറയുന്നത്, ഇരുമ്പ് എടുക്കാന്ന് പറയുന്നത്. ഇരുമ്പെന്നാണ് ആ കത്തിക്ക്, ഈ വാക്കത്തി എന്താ പറയുക നിങ്ങൾ, പിച്ചാത്തി, അതിന് ഇരുമ്പെന്ന് തന്നെ പറയും. അപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. ഞാൻ എൻ്റെ വൈഫിൻ്റെ നാട്ടിൽ ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ ഈ ജോലിക്കാരി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പഴുത്ത മാങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ കഴിക്കണമെങ്കിൽ നമുക്ക് ഞങ്ങളുടെ ഭാഷ പറഞ്ഞ ഒരു ഇരുമ്പ് വേണമല്ലോ, ഒരു പിച്ചാത്തി വേണമല്ലോ. അപ്പോൾ ഞാൻ അവർക്ക് ചോദിച്ചു, ഒരു ഇരുമ്പ് കിട്ടുമോ എന്ന് ചോദിച്ചു. ഇവർ എന്ന് എൻ്റെ വൈഫിൻ്റെ ഇരിക്കുകയും അമ്മായിമ്മയുടെ ഇരിക്കുകയും പറയുന്നത്, സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഇരുമ്പൊക്കെ ചോദിക്കുന്നത്, ജന്നി വരുമോ? അല്ല, ഞാൻ പറയാം ഭാഷാഭേദത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതേ കണക്ക് ജന്നി വരിക എന്ന് പറയുന്ന സാധനം ഒരു വലിയ പ്രശ്നമാണ്. ഈ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവരുടെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ന്യൂറോ കെമിക്കൽ കൊടുങ്കാറ്റുകൾ, ഈ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ അവർക്ക് പിടിവിട്ട് പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് അവർ ഈ ആക്ഷൻ കാണിക്കുന്നതെന്ന് പറയുന്നത്. സിംഗിങ് മൂവ്മെൻറ്റ്സ്,
ഒരു തലയിലൊക്കെ ഇട്ട് അടിക്കുന്നത് ആത്മബോധം ഉണ്ടാകാനാണെന്നാണ് പറയുന്നത്. ഈ ഇതില്ലേ, അതായത് അവരിൽ നിന്ന് തെറിച്ചു പോവുകയാണ്. അത്രമാത്രം വലിയ വേലിയേറ്റങ്ങൾ, ന്യൂറോ കെമിക്കൽ വേലിയേറ്റങ്ങൾ അവളുടെ തലച്ചോറിൽ ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനായിട്ടാണ് നമ്മൾ തന്നെ കണ്ടില്ലേ, ഇങ്ങനെ അടിച്ചടിച്ചൊരു കുട്ടിയെ ഒതുക്കാൻ ശ്രമിക്കും. നമ്മളൊരു സപ്രഷൻ ആക്റ്റാണ് എന്നാണ് പൊതുവിൽ പറയുന്നത്. അതായത് മസ്തിഷ്കത്തിലുണ്ടാകുന്ന ന്യൂറോ കെമിക്കൽ വേലിയേറ്റങ്ങളെ ഒതുക്കാനായിട്ടുള്ള ബാഹ്യ പ്രകടനമായിട്ടാണ് അവരുടെ ഈ തലക്കടിയും സ്വിങ്ങിങ്ങും ഇടിയും ചവിട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അവർ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് തങ്ങളുടെ സ്വത്വം ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ. അതുകൊണ്ടാണ് പനി വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ പനിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ ഈ ചുഴലികൾ ഉണ്ടാകുന്ന മാർഗങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്, സ്പിൽ ഓവർ എഫക്റ്റ്. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിലൊക്കെ കല്ലും മണ്ണുമൊക്കെ നിറയുന്നത് പോലെ തടസ്സങ്ങൾ ഉണ്ടാകുന്ന പോലെ ഒരു പനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തെർമോ റിയാക്ഷൻസിൻ്റെ എൻഡിൽ പല ചുഴലികൾക്കും തടസ്സം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽ സെറ്റപ്പ് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് 1.5 ആഴ്ചയൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് രാമേന്ദ്രൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഓട്ടിസ്റ്റിക് ചിൽഡ്രനിൽ നമുക്ക് കൃത്രിമമായിട്ട് കടുത്ത പനി അവരിൽ ഉണ്ടാക്കിക്കൂടാ? ചില മരുന്നുകൾ കൊടുത്ത് അവരിൽ നിരന്തരമായി കടുത്ത പനി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും നല്ലതല്ലേ, അമ്മമാർക്കും നല്ലതല്ലേ എന്നുള്ള ഒരു ഇത്. അതിനെക്കുറിച്ച് ഞാൻ പൊതുവിലെന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. അപ്പോൾ പനിയുടെ കാര്യത്തിലായാലും എംപതോജൻസിൻ്റെ കാര്യത്തിലായാലും ഡാൻസിൻ്റെ കാര്യത്തിലായാലും ഇദ്ദേഹം ഒരു 7-8 ചികിത്സാ മാർഗങ്ങൾ തൻ്റേതെന്നുള്ള രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ മാർഗ്ഗങ്ങളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ഒരു ന്യൂറോളജിസ്റ്റാണ്, അതുപോലെ തന്നെ തെറാപ്പിയുടെ കാര്യത്തിൽ സയൻസിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളെല്ലാവരും വരൂ, പഠിക്കൂ, നമുക്ക് ഈ ഒരു വിഭാഗം കുട്ടികളെ രക്ഷിക്കാം. അദ്ദേഹം കുറേ സജഷൻസാണ് വെക്കുന്നത്, മനസ്സിലായില്ല? അപ്പോൾ ഓട്ടിസം ഇത് ചെയ്യണമെന്നല്ല, അദ്ദേഹം ഓരോന്ന് ചോദിക്കുകയാണ്, ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. എന്തുകൊണ്ട് നമുക്ക് പനി ഉണ്ടാക്കിക്കൂടാ, ഹൈ ഫീവർ ഉണ്ടാക്കിക്കൂടാ, നിയന്ത്രിതമായ ഹൈ ഫീവറിലൂടെ കുട്ടിയുടെ ജീവിതം സഹനീയമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ? പനി എന്ന് പറയുന്നത് ഒരു തെറാപ്പിയായി മാറുന്നു അല്ലേ, സിക്നസ് ബിക്കം എ തെറാപ്പി. അങ്ങനെ കുറച്ച് ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ അദ്ദേഹം സമ്മാനിക്കുന്നുണ്ട്. എനിക്ക് 1 മണിക്കൂറൂടെ വേണമായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ നിർത്തുകയാണ്. കാരണം ഈ സ്ലൈഡുകളെല്ലാം ഞാൻ പലതും വായിച്ചിട്ടില്ല. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിക്നസ് ആസ് എ ക്യൂർ, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, നിങ്ങൾക്കറിയാം, സ്ഥിരം ആളുകൾ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു, ഓട്ടിസം ഉണ്ടാക്കുന്നത് വാക്സിൻ അല്ല. ഓട്ടിസം വാക്സിൻ മൂലം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് 1998 ആൻഡ്രൂ വേക്ക്ഫീൽഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഡോക്ടർ, അദ്ദേഹം MMR വാക്സിൻ, മംസ്, മീസിൽസ് ആൻഡ് റുബല്ല, ആ വാക്സിൻസ് കമ്പൈൻഡ് എഫക്റ്റ് മൂലം ഓട്ടിസത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് 12 കേസുകളിൽ അദ്ദേഹം സ്റ്റഡി ചെയ്തു എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു ഫലം പുറത്തുവിടുകയും അത് ബ്രിട്ടനിലും പാശ്ചാത്യ ലോകത്തും എന്തിനേറെ ഇന്ത്യയിൽ വരെ MMR വാക്സിനുകൾ ഓട്ടിസം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പ്രചരണം ഇവിടെ വരികയുണ്ടായി. അമേരിക്കയിൽ ഓട്ടിസത്തിൻ്റെ അളവ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ 2 പ്രധാന കാരണം. ഒന്ന്, അമേരിക്കയിൽ കഴിഞ്ഞ 20 വർഷമായി ഓട്ടിസം സംബന്ധിച്ചുള്ള ലിറ്ററേച്ചർ പൊതുസ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വ്യാപകമായി ലഭ്യമാക്കുന്നുണ്ട്. എന്നിട്ട് ഓട്ടിസം ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയ കാര്യമാണ്. അപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളുള്ള അമ്മമാർക്കും മാതാപിതാക്കൾക്കും ഫണ്ട് കൊടുക്കുക, അവരെ സഹായിക്കുക എന്നുള്ള പബ്ലിക് പോളിസി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ഡയഗ്നോസിസ് നടത്താനായിട്ട് സഹായിക്കുന്ന ലഘുലേഖകളും ലിറ്ററേച്ചറുകളും വ്യാപകമായി അമേരിക്കയിൽ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ ചെറിയ തോതിലുള്ള സയൻസ് കാണുന്ന കുട്ടികളുടെ കാര്യത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അവസ്ഥ. അപ്പം ഡയഗ്നോസിസിൻ്റെ വ്യാപ്തി വലിയ തോതിൽ വർദ്ധിച്ചു. പണ്ട് നമ്മൾ കുഴപ്പമില്ല, ഇച്ചിരി ബുദ്ധിമാന്ദ്യം എന്നൊക്കെ പറഞ്ഞ കേസുകളെല്ലാം ഓട്ടിസമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഓട്ടിസത്തിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. 2, ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സാണ്. എന്തൊക്കെ കണ്ണി നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രം ഓട്ടിസം, ഓരോരോ പുതിയ കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം ഒരു ദിവസം 20 രൂപയെ കുറച്ച് കിട്ടുന്നവരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 കോടി ആൾക്കാരുണ്ടെന്നിരിക്കട്ടെ. പിറ്റേന്ന് പറയുകയാണ് 20 അല്ല 50 രൂപയെ കുറച്ചാണ്. അങ്ങനെ വരുമ്പോൾ 3 കോടിയായി. പിറ്റേന്ന് അവർ മാറ്റുകയാണ് സ്റ്റാൻഡേർഡ് മറ്റുടെ. അതെ, ഒരു ദിവസം 100 രൂപയെ കുറച്ച് കിട്ടുന്നവരെല്ലാം ദാരിദ്ര്യരേഖ താഴെയാണ് എന്ന് പറഞ്ഞ് പുതിയ. അപ്പോൾ കാണാം 25 കോടിയായി. അന്നേരം ഒരാൾ പറയാണ് 3 വർഷത്തിന് മുമ്പ് 2 കോടി ഉള്ളായിരുന്നു, പിന്നെ ഇപ്പോൾ 5 കോടിയായി, പിന്നെ 10 കോടി, ഇപ്പോൾ 25 കോടിയായി. ദരിദ്രർ വർദ്ധിക്കുന്നു. ദരിദ്രർ വർദ്ധിച്ച് എങ്ങനെയാണ്? ഇതിൻ്റെ മാനദണ്ഡം വിശാലമാക്കി. മനസ്സിലായില്ലേ? ഈ അമേരിക്കയിൽ ഈ ഓട്ടിസത്തിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള പ്രധാന 2 കാര്യങ്ങൾ ഡയഗ്നോസിസ് വ്യാപകമായി എന്നുള്ളതും അതിൻ്റെ മാനദണ്ഡങ്ങൾ സ്പെക്ട്രം ഓഫ് ഡിസീസസ് അത് വലുതാക്കി എന്നുള്ളത് കൊണ്ടുമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ എണ്ണം വ്യാപകമായത്. ഇദ്ദേഹം ചെയ്തത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയാമോ? ഇദ്ദേഹം സ്വന്തമായ
ഒരു വാക്സിൻ ഉണ്ടാക്കി. മീസിൽസിന് മാത്രം ഒരു വാക്സിൻ ഉണ്ടാക്കിയിട്ട് പേറ്റൻറ്റിന് അപേക്ഷ കൊടുത്തു ലണ്ടനിലെ പേറ്റൻറ്റ് ഓഫീസിൽ. എന്നിട്ട് 9 മാസം ശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇത് 3ഉം കൂടെ MMR ഒരുമിച്ച് കൊടുക്കുന്നതാണ് ഓട്ടിസത്തിന് കാരണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ണൻ്റെ വാക്സിൻ വിറ്റുപോകും. ഇതെല്ലാം പക്കയായിട്ട് കണ്ടുപിടിച്ചു. ഇയാളെ കുറ്റപ്പെടുത്തി. ലാൻസെറ്റ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ള മാസികയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രബന്ധം പിൻവലിക്കപ്പെട്ടു. കുറ്റപ്പെടുത്തി. ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ ലൈസൻസും റദ്ദാക്കി. അണ്ണൻ ഡോക്ടറേ അല്ല ഇപ്പം. ഈ ഒരു മനുഷ്യൻ ലോകമെമ്പാടും ചെയ്തിട്ടുള്ള വലിയ തോതിലുള്ള എന്താ പറയുക, ഒരു നാശമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത ഒരു നാശമാണ്. MMR വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുന്നു എന്നുള്ള വെറും 12 പേരെ കേസ് സ്റ്റഡി വെച്ചാണ് അദ്ദേഹം ചെയ്തത്. ഈ 12 പേരെയും പിന്നീട് മനസ്സിലാക്കി ഇവരോടെല്ലാം പറഞ്ഞ് നിങ്ങൾ പറയുക, ഈ ഓട്ടിസം എന്ന് പറഞ്ഞാൽ രസമാണ്. 2ാം വയസ്സിലാണ് കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാകുന്നത്. 2ാം വയസ്സ് ഒരു പൂ പോലിരുന്ന കുട്ടി, പൊന്നോമന, 2ാം വയസ്സാകുമ്പോൾ അവന് ഈ ഓട്ടിസത്തിൻ്റെ ലക്ഷണം. എന്താ കാരണം? ഒരു കാരണമില്ല. ഇതിനിടയ്ക്ക് വാക്സിൻ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ വാക്സിനാണ് കാരണം. ഈ വാക്സിനെ ഏത് രോഗമായിട്ട് ബന്ധപ്പെടുത്താൻ മതി, അതാണ് ഒരു രസം. കാര്യം 6 മാസവും 12 മാസവും ഓരോരോ മാസം 1.5 വയസ്സിനിടയിലാണ് മിക്കവാറും എല്ലാ വാക്സിൻ കൊടുക്കും. 1.5 വയസ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ മരണം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ 1 വർഷം മരിക്കുന്നതാണ് നിങ്ങൾ ശിശുമരണ നിരക്കിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യത്തെ 1 വയസ്സിൽ എന്താ സംഭവിക്കുന്നത്? പ്രധാനമായിട്ട് സംഭവിക്കുന്നത് കുട്ടിയുടെ ജീവിതത്തിൽ, ആദ്യം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ 1 വയസ്സിൽ കൊടുക്കുന്ന വാക്സിൻ മാത്രമാണ്. അപ്പോൾ എല്ലാ കുട്ടികളും മരിക്കുന്ന വാക്സിൻ മൂലമാണ്. സിമ്പിളായില്ലേ? അതായത് വാക്സിൻ വരുന്നതിന് മുമ്പ് കേരളത്തിലെ മരണ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-1. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 250 കുട്ടികൾ മരിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ ഇപ്പോൾ 1000 കുട്ടികളിൽ 13ഓ 12ഓ മരിക്കുന്നുള്ളൂ. പക്ഷേ ഈ 12 കുട്ടികൾക്കും വാക്സിൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവർ മരിക്കുന്നത്. അപ്പോൾ എളുപ്പമില്ലയോ വാക്സിൻ മൂലമാണ് മരണമെന്ന് പറയാൻ? അതേസമയം വാക്സിൻ വരുന്നതിന് മുന്നേ 1000-ൽ 250 കുട്ടികൾ മരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാ? അത് പോഷകാഹാരക്കുറവ്, പാരമ്പര്യമായ പ്രശ്നം. ഈ ശാസ്ത്രബോധമില്ലാത്ത ഒരു പ്രശ്നമാണത്. ചോദിക്കും, ഓട്ടിസം വാക്സിൻ കൊടുത്തോണ്ടല്ലേ മറ്റേ വാക്സിൻ കൊടുത്തായിരുന്നല്ലേ? അത് ഞാൻ ആ ഡിബേറ്റിൽ തന്നെ ഒരു പറയുന്നൊരു പുസ്തകം, ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു പ്രൊഫസറും ഒരു സുഹൃത്തും കൂടെ ഒരു വാക്സിൻ എടുക്കാൻ പോയ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് പോയത്. അപ്പോൾ വാക്സിൻ എടുക്കാൻ വലിയ തിരക്കാണ് അവിടെ. അദ്ദേഹം കാത്തിരുന്നിട്ട് അവസാനം മുഷിഞ്ഞ് തിരിച്ചു പോയിട്ട് കുട്ടിയെ കൊണ്ടുവന്ന് തൊട്ടിലിട്ടു. കുട്ടി പെട്ടെന്ന് ഉണ്ടായ ഒരു രോഗം, ഞാൻ എൻ്റെ പേര് ഓർക്കുന്നില്ല, ഞാൻ ഡിബേറ്റിൽ പറഞ്ഞിരുന്നു. സഡനായിട്ടുള്ള ഇൻഫൻറ്റൈലായിട്ടുള്ള അൺനോൺ ഇതാണ്. ആ കുട്ടി മരിച്ചുപോയി. കുട്ടിയെ ഉണർത്താൻ ചെന്ന് കഴിഞ്ഞാൽ ശവമാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന കാര്യമുണ്ട്, ഇവനെ വാക്സിൻ എടുത്തിട്ടാണ് കൊണ്ടുവന്നിരുന്നെങ്കിലോ എന്ന് ചോദിച്ചു. വാക്സിൻ എടുക്കാതെ അവൻ നല്ല മരിച്ചു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. വാക്സിൻ അപ്പോൾ എല്ലാ അസുഖങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം വാക്സിനാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് വാക്സിൻ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തെങ്കിലേ പ്രയോജനമുള്ളൂ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. കണക്ട് ചെയ്താൽ എന്താ ഗുണം? ഇപ്പോൾ വടക്കാഞ്ചേരിയും ഇതേപോലെയുള്ള വലിയ മഹാന്മാരും ഒക്കെ ചെയ്യുന്ന എന്താ അവർ ഉദ്ദേശിക്കുന്നറിയോ? ലണ്ടനിലൊക്കെ അമേരിക്കയിലൊക്കെ ഇപ്പോൾ വാക്സിൻ്റെ ഫണ്ടുണ്ട്. ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് വാക്സിൻ ഇപ്പം 10 ലക്ഷം പേർക്ക് കുത്തിവെക്കുമ്പോൾ 1-2 പേർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. അങ്ങനെയാണ് അതിനൊരു ഫണ്ട് ഉണ്ടാക്കുക. അപ്പോൾ വാക്സിൻ്റെ വിലയുടെ കൂടി 2-3 രൂപ കൂട്ടി വെക്കുക. ആ ഫണ്ട് വെച്ചിട്ട് ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ, റോഡിലുണ്ടാകുമ്പോൾ വക്കീലല്ലേ ആദ്യം ഓടി വരുന്നത്, ഞാൻ ഈ കേസ് എടുത്തോട്ടെ ചൊല്ലി. അതേ കണക്ക് കൊച്ചുകുട്ടികളുടെ എല്ലാ അസുഖങ്ങൾക്കും അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സിൻ അഡ്വക്കേറ്റ്സ് ചെന്ന് കേസ് പിടിച്ചിട്ട് പറയും, ഇത് വാക്സിൻ മൂലമാണെന്ന് നിങ്ങൾ നിന്ന് തന്നാൽ മതി, ലക്ഷങ്ങൾ കിട്ടും. അപ്പോൾ ഗവൺമെൻറ് ഇതിനെതിരല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രചരണം കാരണം ഒരു വാക്സിൻ്റെ കുത്തിവയ്പ്പ് തടയാൻ സാധിക്കും. പക്ഷെ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒരു മിഡിൽ വേ എന്ന നിലയിൽ അമേരിക്കൻ ഗവൺമെൻറ്റും പാശ്ചാത്യ ഗവൺമെൻറ്റുകളൊക്കെ ചെയ്യുന്ന അതിനൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അക്യൂട്ടായിട്ടുള്ള കേസുകളുണ്ടെങ്കിൽ അവർക്ക് സഹായം കൊടുക്കുക. കാര്യം ഈ പ്രോസസ്സ് മുന്നോട്ട് പോകണം. ഒരു കമ്മ്യൂണിറ്റിയിൽ വളരെ കുറച്ച് മാത്രമേ വാക്സിനേഷൻ ഉള്ളെങ്കിൽ വാക്സിൻ എടുത്തവർക്ക് പോലും പ്രശ്നമാണ്. മലപ്പുറത്തൊക്കെ 33%. മനസ്സിലായോ? അപ്പോൾ അതാണ് വാക്സിൻ ഫണ്ട് കൊണ്ടുവന്നത്. വാക്സിൻ ഫണ്ട് കൊണ്ടുവന്ന് വടക്കാഞ്ചേരി പറയുന്നോണം വാക്സിൻ കൊണ്ട് ആളുകൾ മരിക്കുന്നോണ്ടൊന്നും അല്ല. വാക്സിൻ മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്കറിയാം, പച്ചവെള്ളം കുടിച്ചാലും ഒരു 15 ലിറ്റർ പച്ചവെള്ളം കുടിക്കുകയാണെങ്കിൽ അപ്പോഴേ ചത്തു പോകും അല്ലേ? പച്ചവെള്ളം കുടിച്ച് നോക്ക്. ആരെങ്കിലും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയണം, പച്ചവെള്ളം എന്തും അങ്ങനെയാണ്. ഒരു ടോക്സിക് എന്ന് പറയുന്ന ഒരു ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഡോസാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ മെഡിക്കൽ സയൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡോസ് മേക്സ് ദ പോയ്സൺ. ഡോസ് മേക്സ് പോയ്സൺ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. അപ്പം വാക്സിൻ
ഇതിൻ്റെ ഫണ്ട് കൊണ്ടുവന്ന അതുകൊണ്ടാണ്. ഇയാൾ ചെയ്ത സാധനം ഇയാളിപ്പോൾ അനാഥ പ്രേതം പോലെ നടക്കുകയാണ്. എന്നാലും വാക്സിൻ വിരുദ്ധ ലോബി ഇപ്പോൾ മലപ്പുറത്തൊക്കെ എന്താ ചെയ്യുന്നറിയാമോ? വാക്സിൻ ഇവിടെ പ്രതിഫലം വന്നു കഴിഞ്ഞാൽ കേസ് പിടിക്കാൻ വടക്കാഞ്ചേരിയും കൂട്ടരും ഉണ്ടാവും. കേസ് പിടിക്കുന്നതിനും കമ്മീഷൻ കിട്ടും, മാതാപിതാക്കൾക്കും കമ്മീഷൻ കിട്ടും. വാക്സിൻ്റെ പേരിൽ ആളുകൾ തടിച്ചു കൊഴുത്ത് വരും. ഇതാണ് സംഗതി. ഇവരുടെ ഉദ്ദേശം ഇതാണ്. വാക്സിൻ ഒരു ഫണ്ട് ഉണ്ടാക്കുക, ഞങ്ങൾ പിടിച്ചു തരാം കേസ്, ഞങ്ങൾ വീട്ടിൽ വന്ന് എഴുതിയെടുക്കാം. അല്ലാതെ വാക്സിൻ ത്യജിച്ചുകൊണ്ട് ഈ തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. ഈ ആൻഡ്രൂ വേക്ക്ഫീൽഡ് പോലെയുള്ള ക്രിമിനൽസ്, അയാൾ 10 വർഷം ഇയാളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ബ്രിട്ടനിലെ MMR വാക്സിൻ്റെ ഉപയോഗത്തിൽ വലിയ തോതിൽ കുറവ് വന്ന് അവിടെ മീസിൽസ് ഉൾപ്പെടെ തിരിച്ചു വന്നു. അല്ല, ഇതൊക്കെ അങ്ങ് പോയി എന്നല്ലേ പറയുന്നത്? എവിടെ പോകാനാ? തിരിച്ചു വന്നു. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ജേർണലിസ്റ്റാണ്, സൺഡേ ടൈംസിൻ്റെ ബ്രയാൻ ഡിയർ എന്ന് പറയുന്ന ഈ ജേർണലിസ്റ്റാണ് ഒറ്റയ്ക്ക് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ മുഴുവൻ ഇയാൾ ലണ്ടൻ പേറ്റന്റ് ഓഫീസിൽ മീസിൽസിൻ്റെ സിംഗിൾ വാക്സിനായിട്ട് അപേക്ഷ കൊടുത്ത കാര്യം ഉൾപ്പെടെ, ഇയാൾ ലോയേഴ്സിൻ്റെ ലക്ഷക്കണക്കിന് ഡോളേഴ്സ് കൈപ്പറ്റി എന്നുള്ള കാര്യം ഉൾപ്പെടെ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിലൂടെ തെളിയിച്ച ബ്രയാൻ ഡിയർ എന്ന് പറയുന്ന സൺഡേ ടൈംസിൻ്റെ ജേർണലിസ്റ്റ്. അയാൾ ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ജേർണലിസ്റ്റാണ്. ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നവൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ വാക്സിനെ കുറിച്ച് എഴുതുന്നത്. അവന് വാക്സിൻ ചക്കയാണോ മാങ്ങയെന്ന് അറിയത്തില്ല, അവനും വെച്ച് എഴുതി അങ്ങ് തള്ളിക്കൊടുക്കും. മാതാപിതാക്കൾക്ക് ആശങ്ക ഫസ്റ്റ് പേജിൽ. ഇനി തിരിച്ചെടുക്കാൻ തന്നെ കൊണ്ട് പറ്റുമോ? 4 വാർത്ത നീ അങ്ങോട്ട് പറയാം. റുബല്ല കുത്തിവെച്ച, മലപ്പുറത്ത് കുത്തിവെച്ച 3 പെൺകുട്ടികൾ കുത്തിവെച്ച സ്പോട്ടിൽ തളർന്നു വീണു, പത്രത്തിൽ കൊടുക്കുക. അപ്പോൾ ആ ജനത മുഴുവൻ പരിഭ്രമിക്കുകയാണ്, ഭയപ്പെടുകയാണ്. അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവൻ എത്ര അച്ചു നിരത്തിയാൽ പറ്റും? എന്താ സംഭവിച്ചത്? വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവരെ വിശ്രമിക്കാനായിട്ട് ഒരു 20 മിനിറ്റ് കൊടുക്കണം, അവിടെ കിടക്കും. ചിലപ്പോൾ ഇവർക്ക് ഒരു തരിപ്പോ ഒരു എന്തെങ്കിലും വന്നെന്നിരിക്കും. ഇതൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞവർക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് വീട്ടിൽ പോകാൻ തന്നെ ബസ്സിൽ കയറാൻ അയ്യോ എനിക്കൊരു തരിപ്പ് വരുന്നു, ഉടനെ പത്രക്കാരൻ പറയൂ പുട്ടുകുറ്റി കൊണ്ടുവന്നു. നിങ്ങൾക്ക് എന്താണ്? അത് ഞാൻ റുബല്ല എടുത്തതാണ്, റുബല്ല എടുത്ത എനിക്ക് തരിപ്പ് വരുന്നു. റുബല്ല ഭയങ്കര പ്രശ്നം. പിന്നെ ആളുകൾ ഇങ്ങനെ ലേഖനങ്ങളൊക്കെ എഴുതുകയാണ്. പല മെഡിക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള ഡോക്ടർ ഖദീജ മുംതാസിനെ പോലെ ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയിടുന്ന ആൾക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ശാസ്ത്രം സയൻസ് നൽകിയ സേവനങ്ങൾ മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു വിഭാഗമായിട്ട് മെഡിക്കൽ രംഗത്തുള്ള ആൾക്കാർ മാറില്ല. യു ആർ ആക്ച്വലി ഈറ്റിംഗ് ദ ഫ്രൂട്ട്സ് ഓഫ് സയൻസ് ആൻഡ് കട്ടിംഗ് ദ റൂട്ട്സ് ഓഫ് സയൻസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസാണ്. അതിൻ്റെ കാരണങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. സയൻസിന് ഒറ്റ വഴിയേ ഉള്ളൂ, പഠിക്കുക. അല്ല, ചിലർക്ക് പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു കാട്ടിൻ്റെ നടുക്ക് ചെന്നു, വഴി അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഒരാൾ പറയുന്നു ദേ ഈ കൊക്കയിലേക്ക് ചാടിക്കോളൂ, 2000 വർഷം പഴക്കമുള്ള കൊക്കയാണ്, ഒരുപാട് പേര് ചാടിയിട്ടുണ്ട്. വേറൊരാൾ പറയുന്നു ഈ കൊക്കയിലോട്ട് ചാടിക്കോ, 1400 വർഷം പഴക്കമുള്ള കൊക്ക, എല്ലാ സമാധാനവും ശാന്തി ഈ കൊക്കയിലാണ്, പലർക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊക്കയിൽ ചാടലല്ല സയൻസ്. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓരോ ഘട്ടത്തിലും അന്വേഷിക്കുക, അറിയുക, തെളിവുകൾ കണ്ടെത്തുക. നമ്മൾ ഓട്ടിസത്തെ കീഴടക്കും, പക്ഷെ അതിന് സമയമെടുക്കും. അതിന് മുന്നേ ഇത്തരത്തിലുള്ള എന്താ പറയുക, ലക്ഷ്മി തരുവും മുള്ളാത്തകളും കൊണ്ട് നമ്മളുടെ ഭാവനയെയും നമ്മളുടെ ചിന്തയെയും ശോഷിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ടിരുന്ന, ബാക്കി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ട്രാൻസ്സെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത്രയും സമയം നിങ്ങളിത് വളരെ ഇതായിട്ട് കേട്ടുകൊണ്ടിരുന്നു. ഇത് മോഹൻലാലിൻ്റെ ഈ ബുക്ക് ഇരിക്കുന്നതാണ്. അദ്ദേഹം ചിലപ്പോൾ അത് വായിക്കുകയായിരിക്കും, ചിലപ്പോൾ പടം കാണുകയായിരിക്കും. എന്തായാലും മോഹൻലാലിനോട് താല്പര്യമുള്ളവർക്കും ഈ ബുക്ക് വായിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്ക്സ് ഫോർ ലിസണിങ്. താങ്ക് യു.